ഹേ ബേബ്സ്, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ഡ്രാമ ഫോർ യു. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പകുതി വീഡിയോസ് ഫുള്ളും മറ്റേ ചാനലിലായിരിക്കും, പിന്നെ ബാക്കിയുള്ളതായിരിക്കും ഇതിൽ. അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ചേർത്തൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ഒരുപാട് വോയിസ് ചേഞ്ച് കാണും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ച് എഡിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് വോയിസ് ചേഞ്ചൊക്കെ ഒരുപാട് കാണും. സോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അതേപോലെ തന്നെ ബാക്കിയുള്ള ഡ്രാമാസും കൂടി ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഹേ ബേബ്സ്, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് ഡ്രാമ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പുതിയൊരു സീരീസ് ആണ്. സീരീസിൻ്റെ പേരാണ് ഡേഞ്ചറസ് റൊമാൻസ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പയ്യൻ വേറൊരു പയ്യനെ ബുള്ളി ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ഷർട്ട് ഊരാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന പയ്യനില്ലേ, ഇവൻ്റെ പേരാണ് സൈലോം. മറ്റേ പയ്യൻ്റെ പേര് കൺകൻ എന്നാണ് കേട്ടോ. നമ്മുടെ സൈലോമിനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം സൈലോമിൻ്റെ ഒരു വോയിസ് ഓവർ പറയുന്നുണ്ട്, ഈ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എല്ലാ പിള്ളേരും ഈക്വലായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ശരി തന്നെ, ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ പിന്നെയും വന്ന് നിൽക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സൈലോമിൻ്റെ കൺകൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ മാറി തിരിഞ്ഞും കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൈലോമാണെന്നുണ്ടെങ്കിൽ ഒരു പാവം പിടിച്ച വീട്ടിലെ പയ്യനാണ് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്തേ മതിയാകത്തുള്ളൂ. പക്ഷേ നമ്മുടെ കൺകൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. കങ്കണ എന്നുണ്ടെങ്കിൽ ഒരു റിച്ച് ഫാമിലിയുടെ പയ്യനാണ്. അതിൻ്റേതായ അഹങ്കാരം അവനുണ്ട് കേട്ടോ. പിന്നത്തെ സീന് കാണിക്കുന്നത് ഇവനിങ്ങനെ ഷർട്ട് ഇങ്ങനെ ഊരുന്നതായിട്ടാണ്. നമ്മുടെ സൈലോമിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കൊണ്ട് വയ്യ കേട്ടോ. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ടാണ് അവനിങ്ങനെ അടിക്കാതെ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് 3 ദിവസത്തിന് മുമ്പുള്ള കാര്യമാണ്. ഒരാളിങ്ങനെ ബൈക്കൊക്കെ കഴുകി കൊടുത്തിട്ട് 180 പാത്തായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇല്ലില്ല, അത്ര പൈസ ഒന്നും തരാൻ പറ്റത്തില്ല, 80 രൂപയെ തരാൻ പറ്റത്തുള്ളൂ. ഇതെന്തോ 180 പാത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ, സാർ പ്ലീസ് സാർ, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? അത് മാത്രമല്ല, സപ്ലൈയുടെ പൈസ കൊടുക്കണം, ഇലക്ട്രിസിറ്റിയുടെ പൈസ കൊടുക്കണം, അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അയാളെ ആകെപ്പാട് ടെൻഷനാക്കുന്നുണ്ട്. അയാളാണെന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട്, ഓ മതി മതി നിർത്തലാക്ക്, നിനക്കിപ്പോൾ കാശ് വേണം, അത്രയല്ലേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാശ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ അന്നത്തെ സാലറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരുവാണ്. ഇവൻ്റെ ബ്രദറായിട്ടുള്ള സൈഫ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ പുതിയ ഷൂ ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്തോ പുതിയ ഷൂ ഒക്കെ വാങ്ങിച്ചോ? ആരെ പറ്റിച്ചിട്ടാണ് വാങ്ങിച്ചത്? നിൻ്റെ പേഷ്യൻറ്റിനെ വല്ല പറ്റിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ എല്ലാവരെയും നല്ല രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് അവർ ക്യാഷ് തരും, ആ ഒരു ക്യാഷ് കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമുക്കൊരു വാടകയൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ കൈ ക്യാഷ് വേണ്ടേ? നിനക്കാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് ടൈം ജോബിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എത്രയൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്താലും ശരി തന്നെ എൻ്റെ കയ്യിലേക്ക് ക്യാഷ് ഒന്നും വരുന്നില്ല. അതിന് നമ്മുടെ സേഫാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ മനസ്സിലാക്കുക. നീ ആദ്യമേ നിൻ്റെ പാർട്ട് ടൈം ജോലിയൊക്കെ അങ്ങ് വിട്ടുകളാ, എന്നിട്ട് നീ നിൻ്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ നിനക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ജോലി കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ തന്നെ നിനക്ക് കിട്ടത്തില്ലേ? അങ്ങനെ നിനക്ക് പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് ആ ഒരു പൈസയിൽ ജീവിക്കാനെന്നൊക്കെ പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറയുന്നത് നല്ല കാര്യമാണ്, ഓൾറെഡി ഞാൻ ചേട്ടനും കൂടി വേണ്ടിയിട്ട് എങ്ങനെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയാട്ടോ. ഫൈനലി രണ്ടുപേരും കൂടി ഫുഡിനൊക്കെ അടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ സൈലാമെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഫുൾ പണക്കാർ പിള്ളേരാണ് കേട്ടോ പഠിക്കുന്നത്. ഇവൻ സ്കൂളിലേക്ക് വരുമ്പോൾ തന്നെ ഇവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഓട്ടോ അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. നീ ഇത് കണ്ടോ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഐഡലിൻ്റെ കോൺസെർട്ട് ടിക്കറ്റാണ്, അത് മാത്രമല്ല ഇത് VIP ടിക്കറ്റ് എന്ന് പറയാട്ടോ. ഇത് VIP ടിക്കറ്റാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനി ഒരുപാട് കാശായിട്ടുണ്ട്. സത്യം പറയടാ, ഇത് ആരടുത്തൊന്ന് മോഷ്ടിച്ചതെന്ന് പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരടുത്തൊന്നും മോഷ്ടിച്ചതെന്നല്ല, ഞാൻ കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ച കാശാന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഇത് നിൻ്റെ അമ്മയ്ക്കറിയോ നീ ഇത്രയും ക്യാഷൊക്കെ ചിലവാക്കിയ കാര്യം എന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഇടാടാ പ്ലീസടാ അമ്മയുടെ അടുത്തൊന്നും പോയി പറയല്ലേ, ഞാൻ നിനക്ക് ഫുഡൊക്കെ വാങ്ങിച്ചിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ക്യാൻറ്റീനിലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫ്രണ്ട് ഗേ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. ഇവനവിടെ ഇരിപ്പുണ്ട്. ഇവൻ്റെ അടുത്ത് എന്നിട്ട് നീ എന്തുവാടാ രാവിലെയൊക്കെ കളിക്കാനൊക്കെ പോയിട്ട് വന്ന് കുളിക്കാതെ ആണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, പോയി ചെന്ന് കുളിക്കാടാന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകപ്പാട് വിശക്കുന്നുണ്ടാ, പ്ലീസടാ ഒരു ജ്യൂസ് എങ്ങനെ കുടിച്ചിട്ട് പോയി ചെന്ന് കുളിക്കാമെന്ന് പറയാം കേട്ടോ. ഇങ്ങനെ അവർ ക്യൂവിൽ പോയി ചെന്ന് നിൽക്കുമ്പം ആ ഒരു സ്കൂളിലുള്ള എല്ലാ പിള്ളേരും അവിടെ ഉണ്ട് കേട്ടോ ജ്യൂസ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് കങ്കണും അവൻ്റെ 2 ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യൂ നിൽക്കുന്നവരെ മൈൻഡ് ചെയ്യാതെ നേരെ പോയി ചെന്ന് അവന്മാർക്ക് വേണമെന്ന് സാധനം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും മിണ്ടോന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവന്മാർക്ക് എന്താ ഏതാന്ന് പോലെ ചോദിക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ ഗയിക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഇവരെന്തോ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ഞാൻ പോയി ചെന്നിപ്പോൾ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഓട്ടോ എന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ചെടുത്തിട്ട് പറയാണ്, നിനക്ക് അറിഞ്ഞൂടെ അവന്മാർ ആരാന്നുള്ള കാര്യം? അവൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ സ്കൂളിൻ്റെ ഡയറക്ടറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. നിന്നെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം അവർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഇനി സ്കോളർഷിപ്പ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതില്ല നീ എങ്ങനെയാ പുതിയൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമാധാനപ്പെടുന്നുണ്ട് കേട്ടോ. ഫൈനലി ഇവർ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ വെറും ചോറും ഓംലേറ്റും മാത്രമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഓട്ടോ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയടാ ഈ മാസം നിനക്ക് ശമ്പളം കുറച്ചാണ് കിട്ടിയെന്ന്? ആടാ കുറച്ചാണ് കിട്ടിയത്, അത് മാത്രമല്ല ഇനിയിപ്പോൾ
ഉടനെ തന്നെ എല്ലാത്തിനും ബില്ലൊക്കെ അടയ്ക്കണ്ടേ, എൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാഷൊന്നും ഇല്ലാന്ന് പറയാം കേട്ടോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അമ്മയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മയടുത്ത് പറയാണ് ഇതാണ് സൈലോമിനെ നോക്കി ഫുഡൊന്നും കഴിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യും ചിക്കൻ വിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറയാം കേട്ടോ. ഇവൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അതേ ക്യാൻറ്റീനിൽ ജോലി ചെയ്യാണ്, നേരെ ഇവന് ചിക്കൻ വിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സൈലോമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സൈലോം പ്ലീസ് എൻ്റെ മകനെയും കൂടി ഒന്ന് നോക്കടാ, അവനൊന്ന് എന്തെങ്കിലും നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെടുക്കാൻ പറയുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഇവനാണെന്നുണ്ടെങ്കിൽ പാട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ആ ഒരു ഇമേജ് ഫുള്ളായിട്ട് അവിടെ തകർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് എന്തോ എന്നെ പറ്റി ഇങ്ങനെ പൊക്കിയൊക്കെ പറയുന്നത്, ഒരു കാര്യം ചെയ്യും പോയി ചെന്ന് ജോലിയൊക്കെ ചെയ്യാൻ നോക്ക്, അവിടെ ആണെന്നുണ്ടെങ്കിൽ നിറയെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോയ്ക്കാണെന്നുണ്ടെങ്കിൽ ആരുടെ അടുത്തുനിന്ന് മെസ്സേജൊക്കെ വരുന്നുണ്ട് കേട്ടോ. മെസ്സേജ് കണ്ട പാടെ തന്നെ ഇവന്മാരടുത്ത് ഡാടാ ഞാനിപ്പോൾ വരാം, എനിക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് വർക്കുണ്ട്, ടീച്ചറിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇവന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് ഒരുമാതിരി വിയേഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവൻ സാധാരണ ജീവൻ പോയാലും ശരി തന്നെ ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റ് പോകത്തില്ല, ഇപ്പോൾ ഇതെന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനെ ശരിക്കും പറഞ്ഞാൽ വിളിച്ചത് വേറെ ആരുമല്ല, കങ്കനും അവൻ്റെ 2 ഫ്രണ്ട്സുമാണ് കേട്ടോ. അവിടേക്ക് ചെന്ന പാടെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിൻ്റെ അടുത്ത് ഞങ്ങൾ എന്തോ പറഞ്ഞത് അസൈൻമെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വേറെ രീതി എഴുതി തരാനല്ലേ പറഞ്ഞത്, പക്ഷേ നീ എന്തോ ചെയ്തത്, നീ എഴുതിയത് തന്നെ ഞങ്ങൾക്ക് എഴുതി തന്ന്, ഫൈനലി ആ ടീച്ചർ എന്താ പറഞ്ഞതെന്നറിയോ, ഞങ്ങൾ നിങ്ങളെ നോക്കി കോപ്പി അടിച്ച് എഴുതിയെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നിനക്കുള്ള സമ്മാനം ഇപ്പം തന്നെ തരാമെന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അവനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെ ഇവനെ പോയി ചെന്ന് ഹഗ് ചെയ്യുന്ന രീതിയിൽ നിൽപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയാണ്, നീ ചെയ്തില്ലേ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി എഴുതി തന്നാൽ മതി, അപ്പോൾ അതെല്ലാം ശരിയാവുന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇത്ര എന്തായാലും എഴുതി ക്ഷീണിച്ചതല്ലേ, ഈ ഒരു ജ്യൂസ് കുടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവനെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. ഇവനിങ്ങനെ കുടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ്റത്തൊരു ഇടിയം കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഇവൻ താഴത്തേക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നാലെങ്ങനെ, എഴുന്നേക്ക് ഒന്നുകൂടി ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞിട്ട് പിന്നെയും കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഗെയും സൈലോമും അവിടേക്ക് വരുന്നുണ്ട്. ഗെയ്ക്കാണെന്നുണ്ടെങ്കിലും ദേഷ്യം സഹിക്കാൻ വയ്യ കേട്ടോ. ഇവന്മാരിപ്പോൾ ശരിയാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ സൈലോമാണെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പോഴേ അങ്ങോട്ടേക്ക് ചെല്ലണ്ട, എന്തായാലും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവനിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നേരത്തെ നമ്മുടെ സൈലോമിനെ കാണിച്ച ആ ഒരു കോൺസെർട്ട് ടിക്കറ്റില്ലേ, ഒരു VIP ടിക്കറ്റ്, അതിങ്ങനെ താഴത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ കങ്കണ അത് എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ചോദിക്കുകയാണ്, നിനക്കിത് ഇഷ്ടപ്പെട്ട ഐഡൻറ്റി അല്ലേ, ഒരു കാര്യം ചെയ്യും ഞാനിപ്പോൾ തന്നെ ഇത് കീറിക്കളയാന്ന് പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് കീറിക്കളയില്ലേന്ന് പറയാട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് നിൻ്റെ വായിലേക്ക് തന്നെ വെച്ചരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് ഇവൻ്റെ വായിലേക്ക് വെച്ചിട്ട് കത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നീ ഇത് തുപ്പിക്കഴിഞ്ഞാണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നേരെ ക്ലാസ് ടീച്ചറിനെ കൊണ്ടേ കാണിച്ചിട്ട്, സാർ പ്ലീസ് ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്ന് പറയാട്ടോ. ഈ ഒരു സാറാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയൊരു പിള്ളേർ കളി മാത്രമല്ലേ ഉള്ളൂ, നീ ഇതിനൊക്കെ പോയി എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ സാർ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ലേ ചോദിക്കുമ്പം അതങ്ങനെ ഞാൻ ആക്ഷൻ എടുക്കാതിരിക്കും, ഞാൻ നിങ്ങളുടെ ക്ലാസ് ടീച്ചറായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വിളിക്കുന്നത് നമ്മുടെ കങ്കനെയാണ്. നീ ഇവിടേക്ക് വന്നിട്ടുണ്ടോ, നല്ല കാര്യം, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ് അകത്തേക്ക് കയറി വരാൻ പറയാട്ടോ. അകത്തേക്ക് വന്ന പാടെ തന്നെ പറയുന്നുണ്ട്, കങ്കൻ നീ എന്ത് പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത്, നിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സൈലം ചെയ്തേക്കുന്നത് കണ്ടില്ലേ, അവനാണെന്നുണ്ടെങ്കിൽ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്, ഇതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കങ്കണാണെന്നുണ്ടെങ്കിൽ അയ്യോ സാർ ഞാൻ ഇതൊന്നും വേണമെന്ന് വെച്ച് ചെയ്തില്ല, ഞാൻ ജസ്റ്റ് ടീസ് ചെയ്ത് മാത്രമേ ഉള്ളൂ, ഇവനെ എന്നെ തെറ്റിദ്ധരിച്ചതെന്നൊക്കെ പറയുമ്പം ഈ ഒരു സാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലമിൻ്റെ അടുത്ത് കണ്ടോ സൈലം അവൻ പറഞ്ഞത് നീ കേട്ടില്ലേ, അവനും ജസ്റ്റ് ഒരു ടീസ് ചെയ്തെന്നല്ലേ ഉള്ളൂ, അല്ലാതെ അവൻ വേറൊന്നും മീൻ ചെയ്തിട്ടില്ല, നീയേ അവനെ തെറ്റിദ്ധരിച്ചെടുത്തത്, നിങ്ങളൊക്കെ തമ്മിൽ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ഒരു കാര്യം ചെയ്യ് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ല ഡിലീറ്റ് ചെയ്ത് കളത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രേഡ് ഞാൻ മൊത്തത്തിൽ കുറയ്ക്കും, അത് മാത്രമല്ല ഇത് നമ്മുടെ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും, മര്യാദയ്ക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറയാട്ടോ. അങ്ങനെ ആ ഒരു ടീച്ചറിന് മുമ്പ് വെച്ച് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ്, നിങ്ങൾ അതിൻ്റെ കൈ കൊടുക്കാനൊക്കെ പറയുമ്പം നമ്മുടെ സൈലോമിനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്, അവനിങ്ങനെ കൈയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ നമ്മുടെ കങ്കണാണെന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചറാണെന്നുണ്ടെങ്കിൽ സൈലോമിൻ്റെ കൈ പിടിച്ച് ഇവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സൈലോം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. തൊട്ടുപോലെ തന്നെ കങ്കണ ഇറങ്ങി വരുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്നെ പറ്റിയിട്ട് പോയി ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തത്, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടോ, നീയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ എന്താ കരുതി വെച്ചിരിക്കുന്നത്, നീ വലിയൊരു ഹീറോ ആണെന്ന്, ഇവനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഹീറോയിൻ ആവുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവൻ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഷർട്ട് കയറി പിടിച്ചിട്ട് നീ എന്തോ എന്നെ പറ്റി കരുതി വെച്ചിരിക്കുന്നത്, നീ ഇവിടുന്ന് വാങ്ങുന്ന ഒരു സ്കോളർഷിപ്പ് ഇല്ലേ അതൊക്കെ എൻ്റെ അച്ഛൻ്റെ വകയാണ്, നീ എത്ര ധൈര്യം ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയത്, ഒരു സ്കൂളുണ്ടല്ലോ ഇത് ലക്ഷറി പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്, നീ ഇതൊക്കെ മനസ്സിൽ വെച്ചോളാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ കൺകടം ബോധം വരുന്നുണ്ട് കേട്ടോ. ഇതൊരു പബ്ലിക് ആയിട്ടുള്ള സ്പേസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം പെട്ടെന്ന് ആ ഒരു പിടുത്തമൊക്കെ വിടുന്നുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ നമ്മൾ തമ്മിൽ ക്ലാസ്മേറ്റ്സ് അല്ലേ, ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്നെ വെറുതെ വിടും, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നീ ഇപ്പം തന്നെ എൻ്റെ കാലിലേക്ക് വീഴണമെന്ന് പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ആ
ഒരു ചുളുങ്ങിയ ഷർട്ടൊക്കെ നേരെ ഇട്ടിട്ട് നേരെ അങ്ങ് താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇപ്പം അവൻ്റെ കാല് പിടിക്കുന്നു, പെട്ടെന്ന് തന്നെ അവൻ്റെ ഷൂലേക്ക് അങ്ങ് തുപ്പുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് കങ്കണ് നീ എന്തുവാടെ ഇപ്പോൾ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു ടീച്ചർ വരുന്നുണ്ട് കേട്ടോ. ടീച്ചറിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നിറയെ ബുക്ക് ഇരിപ്പുണ്ട്. ടീച്ചർ എന്തെങ്കിലും എൻ്റെ ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ കയ്യിലുള്ള ബുക്കൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യ. ഓട്ടോയ്ക്ക് പറ്റിയ മുറിവിനകത്തൊക്കെ ഗൈയും സൈലോമും കൂടി ചേർന്ന് മരുന്നൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഗൈക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യ. നീ എന്ത് പരിപാടി കാണിച്ചത്? അവന്മാരുടെ സ്വഭാവമൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ, പിന്നെ എന്തിൻ്റെ ആവശ്യമില്ലാതെ അവന്മാർക്കൊക്കെ പോയി ചെന്ന് അസൈൻമെൻറ്റ് എഴുതി കൊടുക്കാൻ പോയെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തേയില്ല, ആ ഒരു കോൺസേർട്ട് ടിക്കറ്റിന് പൈസ വേണമായിരുന്നു, എന്നാൽ പിന്നെ ഒരു അസൈൻമെൻറ്റ് വർക്കല്ലേ അതങ്ങ് എഴുതി കൊടുക്കാന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ അത് ഇത്രയും വലിയ പ്രശ്നത്തിൽ പോയി ചെന്ന് അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൈലം സോറിയടാ, ഞാൻ കാണണല്ലേ നീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊക്കെ ചെന്ന് ചാടിയെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ അതിന് നീ കാരണക്കാരനൊന്നുമല്ല, അല്ലാതെ തന്നെ എനിക്ക് അവന്മാരെ ഇഷ്ടമല്ല എന്ന് പറയാട്ടോ. നമ്മുടെ ഗയ്യോ അതിനൊപ്പം ചേർന്നിട്ട് എനിക്കും അവന്മാരെ ഇഷ്ടമല്ല, മിണ്ടാതെ പോയിച്ചത് അവന്മാർക്ക് രണ്ടെണ്ണം കൊടുത്താൽ എന്താണെന്നൊക്കെ പറയുമ്പം ഇത് കേട്ട് ടെൻഷനായ ഓട്ടോ നിങ്ങൾ എന്തോ ഈ പറയുന്നത്, നിങ്ങൾ പോയിച്ചെന്ന് അവന്മാരടുത്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവന്മാരും വന്ന് നിങ്ങളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ശരിയാണ്, ആദ്യം സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഈ ഒരു അസൈൻമെൻറ്റ് വർക്കിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഞാനത് തിരിച്ച് എഴുതി കൊടുക്കാം, അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം തീരട്ടെ, നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറയട്ടോ. സെയിം ടൈം ഇവിടെ ക്യൂട്ടായിട്ടുള്ളൊരു പെണ്ണേട്ടോ, അവളിങ്ങനെ പിക്ചറൊക്കെ വരച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാൻ വേണ്ടി പുറത്ത് ഒരുപാട് പയ്യന്മാരുണ്ട് കേട്ടോ. നമ്മുടെ കങ്കണും അകത്തേക്ക് കയറി വരുന്നുണ്ട്. കങ്കണ കണ്ട പാടെ തന്നെ ഇവരെല്ലാവരും എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം കങ്കണാന്നുണ്ടെങ്കിൽ വേറെ എന്തിനാ നിന്നെ കാണാൻ വേണ്ടി വന്നേക്കാന്ന് പറയട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നൊക്കെ കങ്കൻ പറയുമ്പം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഫുഡിനുള്ള പേയ്മെൻറ്റ് നീ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വരാമെന്ന് പറയട്ടോ. അതെന്താ ഒരു ഹോസ്പിറ്റലിൻ്റെ ഓണറിൻ്റെ മോൾക്ക് ഫുഡ് കഴിക്കാനുള്ള കാശൊന്നും കയ്യിലില്ലെന്ന് ചോദിക്കുമ്പം നീ വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഓണറിൻ്റെ മോനല്ലേ, എന്നിട്ട് നിൻ്റെയിലും കാശൊന്നും എടുക്കാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവിടേക്ക് നമ്മുടെ കങ്കൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പരസ്പരം ഇങ്ങനെ സ്വീറ്റായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലേ, ആൾക്കാർ തെറ്റിദ്ധരിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിൽ റിലേഷനിലാണെന്നുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാനാണ്, ഇവിടെ നോക്കി ഇവളെപ്പം നോക്കിയാണ് പെയിൻറ്റിങ്ങിലാണ്, അല്ലാതെ വേറൊരു ജോലി ഇല്ലയെന്ന് പറയാട്ടോ. അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടോ, ഒരു കാര്യം ചെയ്യും ഞങ്ങളും കൂടെ വരാമെന്നൊക്കെ പറയാട്ടോ. അതിന് നമ്മുടെ കങ്കടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും വരണ്ട, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചെയ്യാൻ ജോലി ഉണ്ടെന്ന് പറയാട്ടോ. എന്തുവാന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ അടുത്തേക്ക് എന്നിട്ട് അത് സൈലോമിൻ്റെ കാര്യമെന്ന് പറയാട്ടോ. പിറ്റേ ദിവസം സ്കൂളിലാണ് കാണിക്കുന്നത്, നമ്മുടെ സൈലോം ഇങ്ങനെ നടന്നു വരുവാണ് കേട്ടോ. സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവനെ ഒരുമാതിരി നോക്കുവാണ് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ബിയേഡായിട്ട് ഫീൽ ചെയ്യാണ്. കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെടുന്നത്. ഇതൊക്കെ നേരെ ചെന്ന് നമ്മുടെ ഓട്ടോ എടുത്തും ഗേടുത്തും പറയുന്നുണ്ട്. ഇവന്മാർ പറയുന്നത് ശരിക്കും ഇത് ഡ്രാമയിൽ വരുന്ന പോലെ ഉണ്ടല്ലോ, ശരിക്കും ഇത് ബുള്ളിങ് ചെയ്തതാണോ അതോ നിനക്ക് തോന്നിയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയാട്ടോ. നേരെ ചെന്ന് ഇവനൊരു കസേരയിലേക്ക് കയറിയിരിക്കുമ്പം ആ ഒരു കസേര പൊട്ടി താഴത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ നടു പിടിച്ചാണ് വന്ന് വീഴുന്നത്. ഇവന്മാർ പെട്ടെന്ന് പൊക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം ആട്ടോ സൈലം ശ്രദ്ധിക്കുന്നത്, അവൻ്റെ ബാഗൊന്നും കാണുന്നില്ല. ചെന്ന് നോക്കുമ്പം അവൻ്റെ ബാഗ് ആകെപ്പാട് വലിച്ചു കയറി, അകത്തുണ്ടായിരുന്ന അസൈൻമെൻറ്റൊക്കെ വലിച്ചു കയറി വെച്ചേക്കാണ് കേട്ടോ. ഗൈക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഇതാരാ ചെയ്തത് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടേക്ക് നമ്മുടെ കങ്കണൻ ടീമും കയറി വരുന്നുണ്ട്. കങ്കണ കണ്ട പാടെ തന്നെ നമ്മുടെ ഗൈക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നീ അല്ലേ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ അടിക്കാനായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇത്ര അധികം ഉറപ്പ്, വല്ല തെളിവ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവൻ മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലല്ലോ. ഇവൻ പെട്ടെന്ന് പറയണേ മോനെ ഇത് നീ ഉദ്ദേശിക്കുന്ന സ്കൂളല്ല, ഇത് വേറൊരു സ്കൂളാണ്, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ട് കങ്കണൻ ടീമും കൂടി അവരുടെ വഴിക്ക് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാം കൂടി ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈലാമ്മ എന്നുണ്ടെങ്കിൽ ലഞ്ചൊന്നും കഴിക്കുന്നില്ല, ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. സൈലാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുഡ് കഴിക്കാൻ പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ലടാ, ആ ഒരു കങ്കണാന്നുണ്ടെങ്കിൽ എൻ്റെ അസൈൻമെൻറ്റ് പേപ്പർ എല്ലാം വലിച്ചു കയറിയില്ലേ, ഇന്ന് തന്നെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യണം, ഇതെല്ലാം ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സൈലാമാന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓട്ടാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞാനും കൂടി ചേർന്ന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ എടുത്ത് നമ്മുടെ സൈലോമിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഓട്ടാന്നുണ്ടെങ്കിൽ നീ എന്തോ അവൻ മാത്രം വർക്ക് ചെയ്യുന്നത് കണ്ടോളോ, ഞാനും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, എനിക്കും വായിലേക്ക് വെച്ച് തരാൻ പറയട്ടോ, നീ പോടാ നിനക്ക് വേണമെങ്കിൽ നീ തന്നെ വാരി കഴിക്കാൻ പറയാണ്. പിന്നെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇടാന്ന് പറയട്ടോ. ഫൈനലി ഇവൻ്റെ വായിലേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ കങ്കൻ്റെ ടീമും വരുന്നുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ ഇവന്മാരുടെ അടുത്ത് പറയാണ് ഇവിടെ ഞങ്ങളാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്, എഴുന്നിട്ട് മാറാൻ പറയാട്ടോ. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അതെന്താ നിൻ്റെ അച്ഛൻ്റെ പേരല്ലേ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ഓട്ടോ എടുത്ത് പറയാണ് ഓട്ടോ അത് നോക്കി എൻ്റെ അച്ഛൻ്റെ പേരുമില്ല അതിനകത്ത് എഴുതി വെച്ചേക്കുന്നുണ്ടോയെന്ന്. ഇവൻ കുഴിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് സ്പോൺസേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കങ്കൻ്റെ അച്ഛൻ്റെ പേരാട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഇവൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, അവൻ്റെ അച്ഛൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നുണ്ട് പറയാട്ടോ. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്താ അവിടെ വേറെ സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ടല്ലോ അവിടേക്ക് പോയിരിക്കാൻ പറയാട്ടോ. അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് നമ്മുടെ കങ്കൻ്റെ ഫ്രണ്ടായിട്ടുള്ള നവ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട പാടം തന്നെ നമ്മുടെ ഗൈക്ക് ദേഷ്യം വന്നിട്ട് ഒരുപാട് നാളായിടാ നിന്നെ പോലെ ഒരുത്തൻ്റെ മോന്തയ്ക്ക് ഒരെണ്ണം തരണമെന്നൊക്കെ വിചാരിച്ചിട്ടെന്ന് പറഞ്ഞ് ഇവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട, ഞാൻ ഈ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് മാറാമെന്ന് പറയട്ടോ. അങ്ങനെ
അങ്ങനെ ഇവർ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ട്. പുറത്തേക്ക് വന്ന പാടെ തന്നെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മാർക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവന്മാർക്ക് ഇട്ട് 2 എണ്ണം കൊടുക്കണമെന്നൊക്കെ പറയുമ്പം ഇല്ലടാ നമ്മളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെവിടെ കിടക്കുന്നു അവനെവിടെ കിടക്കുന്നതെന്ന് പറയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഒരു കാർ സ്പീഡിൽ പോകുന്നുണ്ട്. ഒരു ഷൂ എടുത്ത് ഇവന്മാരുടെ മേത്തേക്കൊക്കെ എറിഞ്ഞിട്ടാണ് പോകുന്നത്. ഇവനെങ്ങനെ കാറൊക്കെ ഓടിക്കുന്നത്? ഇവന് ലൈസൻസ് കിട്ടാൻ മാത്രമുള്ള ഏജ് ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അച്ഛൻ്റെ ഇരിക്കുന്ന കാശിനാന്നുണ്ടെങ്കിൽ ഇവന് കാർ മാത്രമല്ല വേണമെങ്കിൽ ഹെലികോപ്റ്റർ വരെ ഓടിക്കാമെന്ന് പറയാട്ടോ. എന്നിട്ട് ഇവന്മാർ അടുത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് വർക്കിന് പോകണം ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സൈലോമ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവന്മാരെന്നുണ്ടെങ്കിൽ ആ ഒരു ഷൂവും കൈ പിടിച്ചിരിക്കാം കേട്ടോ. ഓട്ടോ എന്നുണ്ടെങ്കിൽ ഇതിന് മറ്റൊരു പേരും കൂടി കിട്ടിയാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇടാമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും വേറൊരു പയ്യനെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എൻ്റെ ആ ഒരു ഷൂ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകാം കേട്ടോ. ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ സൈലോം വർക്ക് ചെയ്യുന്നിടത്തേക്ക് ഒരു ഫോറിൻ കാർ വരുന്നുണ്ട്. ഇത് കണ്ടപാടെ തന്നെ സൈലോമിന് മനസ്സിലാവുന്നുണ്ട് ഇത് കങ്കൻ്റെ കാറാന്നുള്ള കാര്യം. കങ്കൻ പുറത്തേക്ക് ഇറങ്ങി വന്ന പാടെ തന്നെ ആരായി നിൽക്കുന്നത്? എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള സൈലോം അല്ലേ? കൊള്ളാലോ, നീ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാണ്ടോ. മര്യാദയ്ക്ക് സംസാരിച്ചോ, ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു കസ്റ്റമറാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചെന്ന് കംപ്ലയിൻറ്റ് എന്ന് പറയാം കേട്ടോ. അതൊക്കെ പണ്ട് നേരെ ഇവൻ്റെ നേർക്ക് കാറിൻ്റെ കീ അങ്ങ് എറിയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു കാറിൻ്റെ കീ എടുക്കുന്നില്ല കേട്ടോ. നീ ഇപ്പോൾ ഈ ഒരു കാറിൻ്റെ കീ എടുക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പോയി ചെന്ന് കംപ്ലയിൻറ്റ് എന്ന് പറയാം കേട്ടോ. ഇവന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു കാറിൻ്റെ കീ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവൻ വന്നിട്ട് ഇവൻ്റെ തോളത്തേക്ക് കൈയിട്ടിട്ട് ഈ ഒരു ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരാണുള്ളത്. ഒന്ന് എന്നെ പോലെ കാറിൻ്റെ ഉടമയായിട്ടുള്ള ആൾക്കാർ, രണ്ടാമത് നിന്നെ പോലെ കാർ കഴുകുന്ന ആൾക്കാരെന്ന് പറയാം കേട്ടോ. എന്നിട്ട് പറയാണ് ഞാൻ വരുമ്പോൾ തന്നെ നീ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാറൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ, നീ നന്നായിട്ട് തന്നെ സർവീസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ചെന്ന് ആ ഒരു കാർ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും സാർ എൻ്റെ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോകാമെന്ന് പറയാം കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിന്നേ, ഈ ഒരു കാറിനകത്ത് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല, നീ എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാം കേട്ടോ. ഇല്ലില്ല നീ എടുത്തിട്ടുണ്ട് എനിക്ക് ഉറപ്പാന്ന് പറയുമ്പോഴത്തേക്കും അവിടേക്ക് നമ്മൾ ഓണർ വരുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റിയ സാറെന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഈ ഒരു കാർ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചത് ഇവനെ ആയിരുന്നു. അത് മാത്രമല്ല ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡും ഉണ്ടായിരുന്നു അതിപ്പോൾ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഈ ഒരു ഓണറാണെന്നുണ്ടെങ്കിൽ സാർ നിങ്ങൾ പേടിക്കണ്ട ഞാനത് ഇവൻ്റെ അടുത്ത് ചോദിക്കാമെന്നൊക്കെ പണ്ട് നമ്മുടെ സൈലോമിനെ മാറ്റി നിർത്തിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഒരുമാതിരി വില്ലൻ്റെ രീതിയിൽ ചിരിക്കുകയാണ് കേട്ടോ. അന്നേരമാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ സൈലോമിൻ്റെ തോളത്തേക്ക് കൈ ടേപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടൈമിൽ തന്നെ ഇവൻ്റെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മുടെ സൈലോമിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവൻ ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇവനെ എത്ര ചെക്ക് ചെയ്തിട്ടും ആ ഒരു കാർഡ് കിട്ടുന്നില്ല കേട്ടോ. ഓണറാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിൽ കാർഡ് ഇല്ലയെന്ന് പറയാണ്. ഇപ്പം പെട്ടെന്ന് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്തിനാ സാർ നിങ്ങൾ ടെൻഷൻ ആവുന്നത്? ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ പോക്കറ്റിലേക്ക് നോക്കാൻ പറയട്ടോ. അന്നേരം പോക്കറ്റ് കൈയിട്ട് നോക്കുമ്പം ആ ഒരു കാർഡ് ഇവൻ്റെ പോക്കറ്റിൽ ഉണ്ട് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഡള്ളായിട്ട് നിൽക്കുകയാണ്. ആ ഒരു ഓണറാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ അല്ലേ സാർ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ നേരെ പോയിച്ചെന്ന് ഇവൻ്റെ തോളത്തേക്ക് കൈയിട്ടിട്ട് പറയാം നീ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഈ ലോകത്ത് 2 ടൈപ്പ് ആൾക്കാരാണുള്ളത്. ഒന്ന് സ്മാർട്ടായിട്ടുള്ള ആൾക്കാരും രണ്ടാമത്തത് സ്മാർട്ടാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ നോക്കി ഒന്ന് സ്മൈൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാം കസ്റ്റമർ ഇപ്പം നിനക്ക് വീട്ടിലേക്കൊക്കെ പോകാമല്ലോ, എനിക്കിവിടെ ഒരുപാട് വർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പാട്ടും പാടി അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യ കേട്ടോ. ഇപ്പം അന്നത്തെ ദിവസം നൈറ്റ് കങ്കണാന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുവാണ്. അവിടെ അവൻ്റെ ഗ്രാൻഡ് മ ഇരിപ്പുണ്ട്. കങ്കണാന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് മയെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ നല്ല രീതിയിൽ കാഷ്വലായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കറക്റ്റ് ടൈമിൽ തന്നെ ഇവൻ്റെ അച്ഛനും അവിടേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കങ്കൻ എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്കൂളൊക്കെ നല്ല രീതിയിൽ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അച്ഛാ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇലക്ഷനൊക്കെ നിൽക്കുന്നില്ലേ, അതേമാതിരി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് സ്കൂളിലെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ്, ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോകാമെന്നൊക്കെ പറയുമ്പം അച്ഛനാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി ചെന്ന് തലയിടാൻ പോകുന്നത്? ആവശ്യമില്ലാത്ത പൊസിഷനൊക്കെ തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ആകെപ്പാട് തലവേദന എടുക്കും. മീറ്റിംഗ് വർക്ക് പ്രഷർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിനക്ക് അതിനേക്കാളൊക്കെ നല്ലത് നിൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻജോയ് ചെയ്ത് നടന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിച്ച് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഫേസ് ആകെപ്പാട് ഡള്ളാവുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അച്ഛൻ നല്ല കെയറിങ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ഇവൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും അച്ഛൻ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് പോകെ മനസ്സിലാക്കാം. അതിനൊക്കെ ശേഷം ഇവനാന്നുണ്ടെങ്കിൽ ഗാർഡനിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ നേരത്തെ സംസാരിച്ചില്ലേ ഒരു പെണ്ണുമായിട്ട്, ഒരു ക്യൂട്ടായിട്ടുള്ള പെണ്ണുമായിട്ട്, അവൾ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പം അതോ എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, എന്തോ ഡൊണേഷനെ പറ്റിയൊക്കെ സംസാരിക്കാനാണ് പറഞ്ഞത്. അത് മാത്രമല്ല കങ്കൻ എനിക്ക് നിൻ്റെ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇവിടെ പറയാട്ടോ. അതിന് നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീടൊന്നും ഇഷ്ടമില്ല, എനിക്കിഷ്ടം നിൻ്റെ അപ്പാർട്ട്മെൻറ്റാന്ന് പറയാട്ടോ. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എന്താ ഉള്ളത്, എനിക്ക് ആകെപ്പാട് കൂട്ടിന് ഒരു ഡോഗ് മാത്രമേ ഉള്ളൂ. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല, ഇനി ട്രെയിനിങ്ങിൻ്റെ കുറവാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറയാട്ടോ. അതിന് നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും ഡോഗിന് എപ്പോഴും നമ്മളിങ്ങനെ ട്രെയിനിങ് ഇങ്ങനെ കൊടുത്തോണ്ടേയിരിക്കണം, അങ്ങനെ എപ്പോഴും ട്രെയിനിങ് കൊടുക്കുന്ന ഡോഗിന് മാത്രമേ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡോഗൊന്നും നമ്മൾ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാക്കാൻ പോകുന്നില്ല, നല്ല ഹാർഷായിട്ട് തന്നെ പെരുമാറിയാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പണ്ടൊക്കെ കങ്കൻ പറയുന്നത് വോയിസ് ഒരുമാതിരി റേസ് ചെയ്തുകൊണ്ടാണ്. ഇവൻ്റെ ഫേസ് കാണുമ്പോൾ
പറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് പിൻഫ എന്നാണ് കേട്ടോ. ഇവക്കാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. നീ എന്തോ ഈ പറയുന്നത്, നിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഏതോ ഡോഗിനെ പറ്റിയിട്ടൊന്നുമല്ലേ സംസാരിക്കുന്നത് തോന്നുമല്ലോ എന്ന് പറയാട്ടോ. അങ്ങനെ ആ ഒരു സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സ്കൂളാണ്. നമ്മുടെ സൈലം സ്കൂളിലേക്ക് വരുന്ന ടൈമിൽ ഓട്ടോ അടുത്തുനിന്ന് കോളൊക്കെ വരുന്നുണ്ട്. ഡാ നമ്മുടെ പഴയ ജിമ്മില്ലേ, നീ അവിടേക്ക് വരാൻ പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ വോയിസിന് ഇത് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാന്ന് പറയാട്ടോ. ഇവൻ കോൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ ഡാ പ്ലീസ് എടാ നീ വരല്ലേ, ഇതൊക്കെ കങ്കൻ്റെ ഐഡിയാസാന്നൊക്കെ പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ അത് കേട്ട പാടെ തന്നെ അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഓട്ടോയാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ അടിച്ച് തൂത്തുവാരി കിടത്തേക്കാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗയ്യെ പൂട്ടിയിട്ടേക്കുവാണ്. ഗയ്യാന്നുണ്ടെങ്കിൽ ഡാ മര്യാദയ്ക്ക് എന്നെ തുറന്നു വിടാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടേക്ക് എന്ന പാടെ തന്നെ നമ്മുടെ സൈലോമ എന്നുണ്ടെങ്കിൽ നിനക്ക് ഞാനോടല്ലേ പ്രശ്നം, ഞാനോട് തീർത്താൽ മതി, അവനെ മര്യാദയ്ക്ക് വിടാൻ പറയാട്ടോ. അതിന് നമ്മുടെ കങ്കടാന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയാമെന്നുള്ള കാര്യമാണ്, പക്ഷേ എനിക്ക് ഇവിടേക്ക് നിന്നെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാട്ടോ. അങ്ങനെ ഇവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പോഴും ഞാൻ നിൻ്റെ അടുത്ത് ക്ഷമിക്കാൻ തയ്യാറാണ്, നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ എൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കണം. ചുമ്മാതൊന്നും മാപ്പ് ചോദിച്ചാൽ പോരാ, നിൻ്റെ ഷർട്ട് ഊരിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായിട്ട് ഊരുന്നുണ്ട് കേട്ടോ. അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കണ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഷർട്ട് ഊരണമെന്ന് പറയാട്ടോ. നമ്മുടെ സൈലോമനാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇവനിങ്ങനെ പിന്നെയും മിണ്ടാൻ നിൽക്കുന്ന കാണുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിൻ്റെ ഷർട്ട് മാത്രം ഊരിയാൽ മതിയോ, അത് നിൻ്റെ ഷോർട്സ് ഊരണമെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ ഓട്ടോ എന്നുണ്ടെങ്കിൽ കങ്കൻ്റെ കാല് പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയാണ്, പ്ലീസ് അവനെ വെറുതെ വിട്ടേക്ക്, ഈ ഒരു പ്രശ്നത്തിലെല്ലാം കാണക്കാരൻ ഞാനല്ലേ, അവന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കാന്നൊക്കെ പറയുമ്പം നമ്മുടെ സൈലോമിനും ദേഷ്യം വരുന്നുണ്ട്. നീ എന്തോ പറയുന്നത്, നീ എനിക്ക് വേണ്ടിയിട്ട് അവൻ്റെ കാല് പിടിക്കാനൊന്നും പോകണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്, മാറിപ്പോന്നൊക്കെ പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ദേഷ്യം വരും കേട്ടോ. ഇവരിങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കേൾക്കുമ്പം ആഹാ ഇത് കൊള്ളാലോ, നിങ്ങൾക്ക് പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമാണോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല, നിന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ വേണ്ടി മാത്രം, ഒരു കാര്യം ചെയ്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഓട്ടോയെ പിടിച്ച് ഫ്രണ്ടിലേക്ക് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് ഒരു കാര്യം ചെയ്യും, നീ ഇവനെ കിസ് ചെയ്യും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം എല്ലാം തീരും. നമ്മുടെ സൈലാമ എന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. ഇനി അവൻ എന്തോ ചെയ്യണമെന്നൊന്നും അറിയാൻ വയ്യ. നമ്മുടെ ഓട്ടോ എന്നുണ്ടെങ്കിൽ ഡാ പ്ലീസ് ഡാ അങ്ങനെയൊന്നും ചെയ്യില്ലേന്ന് പറയാം കേട്ടോ. ഇവനിങ്ങനെ ഓൾമോസ്റ്റ് ഇവൻ്റെ അടുത്തേക്ക് കിസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ചുറ്റും കൂടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കിസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും നമ്മുടെ കങ്കണെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കിസ് ചെയ്തെന്നുള്ള രീതിയിൽ അടുത്തേക്ക് ചെന്നിട്ട് നേരെ ചെന്ന് നമ്മുടെ കങ്കണെ പിടിച്ചങ്ങ് കിസ് ചെയ്യാണ് കേട്ടോ. കങ്കണാന്നുണ്ടെങ്കിൽ എന്നെ വിടലാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരാന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന മട്ടൊന്നും കാണില്ല കേട്ടോ. ഭയങ്കരമായിട്ട് പിടിച്ച് വെച്ച് അങ്ങ് കിസ് ചെയ്യാണ്. ചുറ്റും കൂടി നിൽക്കുന്നവരൊക്കെ ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ശരി തന്നെ അവരതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ വിടടാന്ന് പറയുന്നുണ്ടെങ്കിലും ഇവനാന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമാക്സ് ഒരുപാട് ഇഷ്ടപ്പെട്ട്, എക്സ്പെഷ്യലി എനിക്ക് ഈ സൈലോം എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സൈലോമ എന്നുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയോ അസൈൻമെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തിരുന്നോണ്ട് നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നീ എന്തോ ചെയ്യുന്നത്, അസൈൻമെൻ്റ് ഒന്നും ചെയ്ത് തീർന്നില്ലേന്ന് ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോയുടെ ലാപ്ടോപ്പ് അല്ലേ, പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണ്ടേ, ഇതുവരെ ഒന്നും ചെയ്ത് തീർന്നിട്ടില്ല, ഞാൻ ആ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു പുതിയ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിച്ചുകൂടെ, അല്ലെങ്കിൽ നിൻ്റെ ലാപ്ടോപ്പ് ശരിയാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുമ്പം അത്രയും ക്യാഷ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ആരായി പോയെന്നൊക്കെ പറയാം കേട്ടോ. ഇതും പറഞ്ഞിട്ട് ഓട്ടോ അടുത്ത് പറയുന്നുണ്ട്, ഓട്ടോ ലഞ്ചിന് ശേഷം ഈ എനിക്കൊരു ലാപ്ടോപ്പ് തിരിച്ചു തരുമെന്നൊക്കെ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തട്ടി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തോ പകൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ, എന്തോ സ്വപ്നം കാണുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഒരു കഴിഞ്ഞ സംഭവമില്ലേ, അത് എന്നെക്കൊണ്ട് മറക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറയട്ടോ. എന്നിട്ട് നേരെ ബാക്ക് ബെഞ്ചിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കങ്കണിനെ ടീമിനെ ഒന്നും കാണുന്നില്ല കേട്ടോ. അന്നേരമാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കങ്കണാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് കിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവന് നേരെ ചെന്ന് നമ്മളെ കങ്കണ പിടിച്ച് വെച്ചങ്ങ് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കങ്കണാന്നുണ്ടെങ്കിൽ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് സെക്യൂരിറ്റിയും വരുന്നുണ്ട്. ഏതോ ഒരു ടീച്ചറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ടീച്ചർ ഇവിടെ ആകെപ്പാട് പ്രശ്നം എന്ന് പറയാൻ ദാണ്ടടാ സെക്യൂരിറ്റി വന്ന് ഓടിക്കുമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ ശേഷം സൈലോമ എന്നുണ്ടെങ്കിൽ എനിക്കറിയാം കങ്കണ എന്തായാലും ചുമ്മാ ഇരിക്കാൻ പോകുന്നില്ല എന്ന്, അവനെ ഉറപ്പായിട്ടും തിരിച്ചു വരുമെന്ന് പറയാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടീച്ചറും കേട്ടോണ്ടിരിക്കുകയാണ്. ടീച്ചറാണെന്നുണ്ടെങ്കിൽ സൈലോമിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് നീ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന എന്തൊക്കെ കണ്ടൂടെ എന്ന് ചോദിച്ചിട്ട് ബോർഡിൽ കുറച്ച് പ്രോബ്ലംസ് എഴുതിയിട്ടേപ്പുണ്ട്, അതിൻ്റെ ആൻസർ പറയാൻ ഇവൻ്റെ അടുത്ത് പറയാനുണ്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ ശരിക്കുള്ള ആൻസർ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോൾ തന്നെ ടീച്ചർ അങ്ങ് വല്ലാണ്ടാവും. എനിക്ക് തോന്നുന്നത് സ്കോളർഷിപ്പിന് പഠിക്കുന്ന പിള്ളേരൊന്നും അവിടുത്തെ ടീച്ചേഴ്സിന് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു കേട്ടോ. ടീച്ചറിൻ്റെ നോട്ടവും മറ്റും വാവൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നത്തുള്ളൂ. ടീച്ചറിനാണെന്നുണ്ടെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ട് നീ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നോ, എന്നാൽ പിന്നെ ഓക്കെ ഇരുന്നോ എന്നൊക്കെ പറയാം കേട്ടോ. ഇവന്മാർ രണ്ടൊരു നീ വല്ലാത്തൊരു സംഭവം എന്ന് പറയാണ്. സെയിം ടൈം ഇവിടെ നമ്മുടെ കങ്കണ്ണയും ടീമിനെയാണ് കേട്ടോ കാണിക്കുക. നേരത്തെ ഇവനെ കിസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന പിള്ളേരില്ലേ, അവരുടെ ഫോൺ മൊത്തം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു വീഡിയോ എല്ലാവരും ഡിലീറ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവന്മാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പം 3 പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഫോൺ നോക്കി ഇങ്ങനെ ചിരിച്ചും കളിച്ചും വരുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ കങ്കണ്ണ ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്തോ ഈ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിച്ച് നോക്കുവാണ് കേട്ടോ. ഇനി ഇവൻ്റെ വീഡിയോ വല്ലതും ആണോ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നോക്കുമ്പോൾ കാണുന്നത് ഏതൊരു ഡോഗിൻ്റെ ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഫോൺ തിരിച്ചു കൊടുത്തിട്ട് ഇവന്മാർ നേരെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കങ്കൻ്റെ വീടാണ് കാണിക്കുന്നത്. ഗ്രാൻഡ് മേ ആണെന്നുണ്ടെങ്കിൽ
ഫോണിനകത്ത് എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടേക്ക് നമ്മുടെ കങ്കണം വന്നിട്ട് എന്താ ഗ്രാൻഡ്മ എന്തോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ചിരിച്ചും കളിച്ച് സംസാരിക്കുകയാണ്. ഗ്രാൻഡ്മയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഗ്രാൻഡ്മ കണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം ഗ്രാൻഡ്മയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ഫ്രണ്ട് മാക്സ് ഇല്ലേ, അവൻ്റെ ഫോണിനകത്ത് ഈ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അവൻ്റെ അമ്മ ഇതെനിക്ക് സെൻഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറ്റി, നിൻ്റെ അടുത്ത് എന്തിനാ ഈ പയ്യൻ ഇങ്ങനെയൊക്കെ പെരുമാറിയെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാൻഡ്മ അവന് നമ്മുടെ ഫാമിലിയുടെ സ്കോളർഷിപ്പിൽ പഠിക്കുന്നൊരു പയ്യനാണ്, അവനും എൻ്റെ ഫ്രണ്ട്സും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് അവൻ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചെയ്തത്, ഗ്രാൻഡ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു സ്കോളർഷിപ്പ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാൻ പറയാം കേട്ടോ. ഇത് ഗ്രാൻഡ്മ കേട്ട പാടെ തന്നെ തലയൊക്കെ ആട്ടുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം സ്കൂളിലാണ് കാണിക്കുന്നത്. അവിടെ ഇവൻ്റെ ഗ്രാൻഡ്മ വന്നിട്ടുണ്ട്. ഗ്രാൻഡ്മയെ വിളിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ആ ഒരു സ്കൂളിൻ്റെ ഡയറക്ടറും അവിടുത്തെ ടീച്ചറാണ് കേട്ടോ. കണ്ട പാടെ തന്നെ ഗ്രാൻഡ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരാളെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗ്രാൻഡ്മയെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. സെയിം ടൈം ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. മാത്സ് ആണെന്നുണ്ടെങ്കിൽ കങ്ങൻ്റെ അടുത്ത് ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ലടാ ചെയ്തത്, ബാക്കിയുള്ളവരുടെ ഫോണിൽ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോസൊക്കെ ഡിലീറ്റ് ആക്കാൻ വേണ്ടി മറന്നു പോയിട്ടാണെന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിലും നല്ലൊരു കാര്യമാണ്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇമ്മാരാന്നുണ്ടെങ്കിൽ എന്ത് ഉപകാരം എന്ന് ചോദിക്കുമ്പോൾ ഇവനതിന് മറുപടി പറയാതെ നേരെ സൈലോമിനെ നോക്കുവാണ് കേട്ടോ. അന്നേരമാണെന്നുണ്ടെങ്കിൽ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. സൈലോമും കങ്കണും കൂടി പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ചെല്ലാൻ പറയാണ്. ഇത് കേട്ട പാടെ തന്നെ സൈലോമിൻ്റെ ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ വരട്ടെ എന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു ലിഫ്റ്റിലാണ് പോകുന്നത്. അന്നേരം നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിനക്ക് ഞാനൊരു ചാൻസ് തരാം, നീ ഇപ്പോൾ എൻ്റെ കാല് പിടിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഞാൻ ഇല്ലാതാക്കി തരാമെന്നൊക്കെ പറയുമ്പം നമ്മുടെ സൈലോമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്ക് ഒരു കിസ് കൂടി തട്ടേ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവന് ഒന്നും കൂടി ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവനെ അടിക്കാൻ വേണ്ടി ഇവൻ്റെ ഷർട്ട് കയറി പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവർക്ക് ഇറങ്ങേണ്ട ആ ഒരു ഫ്ലോർ വരുവാണ് കേട്ടോ. കുറേ പിള്ളേർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ട പാടെ തന്നെ ഇവനെ ഷർട്ടിൽ നിന്ന് കൈയൊക്കെ എടുക്കുന്നുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ ഇവന്മാരെ 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ തമ്മി വഴക്കാണ്. കങ്കൻ്റെ ടീമാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ ഇപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്ന്. അന്നേരം നമ്മുടെ ഗൈക്ക് ദേഷ്യം വന്നിട്ട് ഇവനെ അടിക്കാൻ വേണ്ടി പോണ്. എനിക്കെന്തോ ഗൈയും നവയും തമ്മിൽ റിലേഷനിൽ വരുമെന്ന് തോന്നുന്നു കേട്ടോ. ഇതെൻ്റെ ഒരു ഗെസ് മാത്രമാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഓട്ടോ എന്നുണ്ടെങ്കിലും കയ്യെ പിടിച്ച് നിർത്തിയിട്ട് വേണ്ടടാ ഇപ്പോഴേ ഒന്നും ചെയ്യണ്ട, എന്തോ നടക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കട്ടെ എന്ന് പറയട്ടോ. അകത്താണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കാണ്. അവർ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സാധനമല്ലേ. ടീച്ചറാണെന്നുണ്ടെങ്കിൽ സൈലോമിൻ്റെ അടുത്ത് നിനക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിലിയുടെ വകയായിട്ടാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്, അതുവഴിയാണ് നീ ഇവിടെ പഠിക്കുന്നത്, എന്നിട്ട് നീ എന്ത് അഹങ്കാരമായി ചെയ്ത് വെച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ സാർ നിങ്ങളാരും കണ്ടത് സത്യമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുമ്പം സാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ടതല്ലേ, അപ്പോൾ അത് സത്യമായിട്ടുള്ള കാര്യമല്ലാതെ എങ്ങനെ ആവുമെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാം. അന്നേരം കങ്കൻ്റെ ഗ്രാൻഡ്മയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, കങ്കൻ്റെ അടുത്ത് സോറി പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പ് അങ്ങ് കട്ട് ചെയ്യുമെന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരുമാതിരി മടിച്ചിട്ട് ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സോറി പറഞ്ഞ ഉടനെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ലില്ല എന്നെക്കൊണ്ട് ഒരിക്കലും സോറി പറയാൻ പറ്റത്തില്ല, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ സോറി പറയുന്നതെന്നൊക്കെ പറയുമ്പം ഈ ടീച്ചറാണെന്നുണ്ടെങ്കിൽ അപ്പം നിനക്ക് വലുത് നിൻ്റെ ഡിഗ്നിറ്റി ആണല്ലേ, അല്ല സ്കോളർഷിപ്പ് അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടൊന്നുമല്ല പറഞ്ഞത്, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ സോറി ചോദിക്കുന്നത്, ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ സോറി ചോദിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, അതിനേക്കാളും നല്ലത് ഞാൻ ഈ ഒരു സ്കോളർഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ ആ ഒരു ബാഡ്ജ് പോലത്തെ ഒരു സംഭവം കേട്ടോ, ഈ സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റെ ഷർട്ടിൽ ഇങ്ങനെ വെച്ചേക്കുന്ന സംഭവം, ആ ഒരു സംഭവം വലിച്ചൂരാണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട പാടെ തന്നെ ആ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനെ അടിക്കാൻ വേണ്ടി പോകുമ്പം ഗ്രാൻഡ്മയാണെന്നുണ്ടെങ്കിൽ വേണ്ട ഒന്ന് നിർത്തുമെന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഗ്രാൻഡ്മ പറയുന്നുണ്ട് കങ്കൺ നീ അവൻ്റെ അടുത്ത് സോറി പറയാൻ പറയാം കേട്ടോ. കങ്കണാന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട് നിൽക്കുകയാണ്, എന്ത് ഗ്രാൻഡ്മ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഗ്രാൻഡ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം കേട്ടോ. അന്നേരം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഗ്രാൻഡ്മ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ പിൻഫയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം പിൻഫ പറഞ്ഞത് ഗ്രാൻഡ്മ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടാണ്, ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു അതൊക്കെ അവന്മാർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സൈലോമിനെ അവൻ്റെ ഫ്രണ്ട്സിനെ കങ്കൻ്റെ ടീമാണ് ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത്, അവൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ അടുത്ത് പോയിച്ചെന്ന് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അവൻ്റെ ഷർട്ടൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അവൻ്റെ അടുത്ത് സോറി പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. ഈ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ ശേഷം കങ്കണാന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് സത്യം പറയാം ഗ്രാൻഡ്മ അടുത്ത് ഇത് ആരാ പറഞ്ഞതെന്ന്. അന്നേരം ഗ്രാൻഡ്മ പറയുന്നുണ്ട് ഇതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഫൈനലി കങ്കണാന്നുണ്ടെങ്കിലും അടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ സൈലോമിൻ്റെ അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഗ്രാൻഡ്മയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടറിൻ്റെ അടുത്ത് ഇനി ഇവിടെ കുറച്ചും കൂടി ക്യാമറയൊക്കെ സെറ്റ് ചെയ്യണം, ക്യാമറയുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുമ്പം ഡയറക്ടർ ഓക്കെ ഒക്കെ പറയുന്നുണ്ട്. ഗ്രാൻഡ്മയാണെന്നുണ്ടെങ്കിൽ സൈലോമിനെയും കങ്കണ്ണനെയും പിടിച്ച് നിർത്തിയിട്ട് സൈലോം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു സ്കോളർഷിപ്പിൽ പഠിക്കുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള സ്റ്റുഡൻറ്റ് നീയാണെന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുമോ കങ്കണയും കൂടി ട്യൂഷൻ എടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ അയ്യോ
എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അന്നേരം കങ്കണ എന്നുണ്ടെങ്കിൽ എന്ത് ഗ്രാൻഡ് മൈ പറയുന്നത്, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ ഗ്രാൻഡ് മൈ ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത് ദേഷ്യത്തിലാണ്, ഇടാ നീ മിണ്ടായിരിക്കും, ഞാൻ ഇവനുമായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സൈലോം പ്ലീസ്, നീ എലിമെൻ്ററി സ്കൂളിലെ പിള്ളേർക്കൊക്കെ ട്യൂഷൻ എടുക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ ഒരു ട്യൂഷൻ തരുന്ന ഫീസിനകത്തുനിന്ന് 3 ഇരട്ടി ഫീസ് ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ സോറി ഞാൻ അത് വേണമെന്ന് വെച്ചിട്ട് പറഞ്ഞല്ല, എനിക്ക് ഇവനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ഗ്രാൻഡ് മേ ആണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് മേയുടെ ഫോൺ നമ്പറൊക്കെ എഴുതി ഇവൻ്റെ കൊടുത്തിട്ട് നിൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണമെന്ന് പറയാട്ടോ. ഇതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോകുന്നുണ്ട്. സൈലോമിൻ്റെ ഫ്രണ്ട്സ് ഇവൻ്റെ അടുത്തേക്ക് കൂടി വന്നിട്ട് എന്തോ ഈ പ്രശ്നം എന്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗ്രാൻഡ് മൈക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി, അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം നമ്മുടെ ഓട്ടോടെ വയറ്റിൽ നിന്നുണ്ടെങ്കിൽ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ഇവന്മാരാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയിടാന്ന് ചോദിക്കണം, അതെനിക്ക് അർജൻറ്റായിട്ട് ബാത്റൂമിൽ പോകണമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇവന്മാരും പിടിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. സെയിം ടൈം നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ വേസ്റ്റ് പിന്നൊക്കെ ചവിട്ടി എറിയുന്നുണ്ട് കേട്ടോ. ഇത് സൈലോമാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവനെ ശരിയാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. അന്നേരം നമ്മുടെ മാക്സിൻ്റെ ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിൽ അവന് ഞങ്ങളുടെ കൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ അവൻ്റെ മോന്ത് ഇടിച്ച് ഞാൻ ശരിയാക്കും. അത് മാത്രമല്ല അതിൻ്റെ ഗ്രാൻഡ് മ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫുള്ള് CCTV വെക്കണമെന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നമ്മൾ എന്തോ ചെയ്യുന്നൊക്കെ പറയുമ്പം കങ്കണ എന്നുണ്ടെങ്കിൽ ഇതാരാ ഗ്രാൻഡ് മ എടുത്ത് പോയി ചെന്ന് പറഞ്ഞൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത സീനിൽ സൈഫ എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ അടിച്ച് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ സൈലോം എന്നുണ്ടെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിയാവുന്നൊക്കെ? അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തോന്നുന്നില്ല, ഇതിനകത്താണെങ്കിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഫിക്സ് ചെയ്ത് വെക്കണം, അതിനകത്തുണ്ടെങ്കിൽ ഒരുപാട് കാശാവും, എനിക്ക് തോന്നുന്നത് എൻ്റെ പേഷ്യൻ്റ് ആരെങ്കിലും പറ്റിച്ചിട്ട് പുതിയത് വാങ്ങിക്കാമെന്നാണ്. അന്നേരം സൈലോമാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയട്ടോ. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ വർക്കൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കുമെന്നൊക്കെ ചോദിക്കുമ്പം അത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്തോളാം, പക്ഷേ എനിക്ക് നാളത്തെ കാര്യം ആലോചിച്ചിട്ടാണ് ടെൻഷന്. നാളെ നമ്മൾ കടം വാങ്ങിച്ച പൈസ കൊടുക്കണ്ട, ഡ്യൂ ഡേറ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കിടക്കാൻ വേണ്ടി പോകണം കേട്ടോ. സൈഫ എന്നുണ്ടെങ്കിൽ കഥയൊക്കെ അടച്ചിട്ട് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കും ആരോ കഥയിന് തട്ടുന്നുണ്ട്. അന്നേരം നമ്മുടെ സൈഫ സൈലോമിൻ്റെ അടുത്ത് സൈലോം നീ ഫുഡ് വല്ലതും ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ കാശ് വല്ലതും വേണ്ടേ ഓർഡർ ചെയ്യാനെന്ന് പറയാട്ടോ. അന്നേരം സൈഫ ആകപ്പാട് ടെൻഷൻ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ക്യാഷ് കൊടുക്കാനുണ്ടെന്ന്, ആ 2 ഗുണ്ടകളാണ് കേട്ടോ അവിടേക്ക് വന്നിട്ടുള്ളത്. ഇവരെ കണ്ട പാടെ തന്നെ നാളെയല്ലേ നിങ്ങൾ വരേണ്ടത്, ഇന്നെന്താ വന്നതെന്നൊക്കെ ചോദിക്കുമ്പം നാളെ നിങ്ങൾ കാശ് തരുമോ ഇല്ലയെന്ന് എന്താ ഉറപ്പ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തേക്ക് വന്നത്, അത് മാത്രമല്ല ഞങ്ങളിവിടെ ഞങ്ങളുടെ പുതിയ ബോസും വന്നിട്ടുണ്ടെന്ന് പറയാട്ടോ. ബോസിനെ കണ്ട പാടെ തന്നെ നമ്മുടെ സൈഫ എന്നുണ്ടെങ്കിൽ അയ്യോ ഇത് നീയാണോ, നിനക്കെന്നെ ഓർമ്മയില്ലേ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാ, ഹൈസ്കൂൾ തൊട്ടേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്, അത് മാത്രമല്ല ഫുട്ബോൾ ടീമിൽ വരെ നമ്മൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പാർട്ടി ഞങ്ങൾ ഓവറായിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. ഇവനങ്ങ് ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അതും പോരാഞ്ഞിട്ട് ഇവൻ്റെ തോളത്തേക്ക് കൈ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇവൻ്റെ ഒരു നോട്ടം നോക്കുമ്പോൾ തന്നെ ഇവൻ പെട്ടെന്ന് കൈയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. വാ അകത്ത് വന്നിരിക്കുക, അകത്ത് വന്നിരുന്ന് സംസാരിക്കാന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ഇവൻ്റെ കാര്യമൊക്കെ പറയുമ്പം ഇവന് മനസ്സിലാവുന്നുണ്ട് ആരാന്നുള്ള കാര്യം. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, അതുകൊണ്ട് എനിക്കൊരു 6 ദിവസം തരുമെന്നൊക്കെ ചോദിക്കുമ്പം ഇവന് അന്നേരം മിണ്ടായിരിക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരു 5 ദിവസം തരുമോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും 4 ദിവസം തരുമെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഷർട്ട് അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അന്നേരം അതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഗണ്ണിരിക്കുന്ന കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവന് ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ അവൻ ആ ഒരു ഗണ്ണെടുക്കാതെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് നിനക്ക് ഞാൻ 3 ദിവസം തരാം, 3 കൂടുതൽ ദിവസമൊന്നും ഞാൻ നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവന് ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമോ ഒളിച്ച് നിന്ന് കാണുന്നൊക്കെ ഉണ്ട്. പിന്നീട് സ്കൂളിലാണ് കേട്ടോ കാണിക്കുന്നത്. ഗൈ റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന കണ്ടിട്ട് നവയാന്നുണ്ടെങ്കിൽ മാക്സിൻ്റെ അടുത്ത് നോക്കിക്കോ ഇന്ന് ഞാൻ അവനെ ശരിയാക്കാന്ന് പറയാണ്. മാക്സ് ആണെന്നുണ്ടെങ്കിൽ നീ വെറുതെ പ്രോബ്ലത്തിനൊന്നും പോകണ്ടെന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ നീ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. ഇവന് റെസ്റ്റ് റൂമിൻ്റെ അകത്തേക്ക് ചെന്ന് കയറുമ്പം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു അടിക്ക് തയ്യാറായിട്ട് നിൽക്കുന്ന മാതിരിയാണ് കേട്ടോ നിൽക്കുന്നത്. ചെന്ന പാടെ തന്നെ ഇവനിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, അവനും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ അടിയാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് ടീച്ചർ വരുന്നുണ്ട്. ടീച്ചർ വരുമ്പോൾ കാണുന്ന രംഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നവ താഴെ കിടക്കുന്നത് ഗയ്യാന്നുണ്ടെങ്കിൽ ഇവനെ അടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് കണ്ട പാടെ തന്നെ ഇവർ രണ്ടുപേരും കൂടി വിളിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന പാടെ തന്നെ നമ്മുടെ ഗയ്യാണ് കേട്ടോ കുറ്റം പറയുന്നത്. നീ എന്തോ ചെയ്ത് വെച്ചേക്കുന്നത്, നവയെ നോക്കിയേ നമ്മുടെ കയ്യാന്നോടെ ഒടിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ചെയ്ത നീയല്ലേ, നവ നീ പറ നിന്നെ ഇവന് ബുള്ളി ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ നവയാന്നുണ്ടെങ്കിൽ ഇവനെന്നെ ബുള്ളി ചെയ്യാനോ, ഇവനൊന്നും എന്നെ ബുള്ളി ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് കാല് സ്ലിപ്പായി താഴെ വീഴേന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഗയ്യാന്നുണ്ടെങ്കിൽ പുറകെ വെച്ച് പിടിക്കുന്നുണ്ട്. ഒന്ന് അവിടെ നിന്നേ, നീ എന്തിനാ എന്നെ സേവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ ഇതെന്ന് പറയാം കേട്ടോ. അതാ നീ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നീ തന്നെ വീണേന്നൊക്കെ, അതിന് ഇവനാന്നുണ്ടെങ്കിൽ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ടീച്ചറിൻ്റെ അടി കിട്ടരുത്, നിനക്ക് കിട്ടേണ്ട അടി മൊത്തം എൻ്റേതാണ്, എൻ്റെ കൈ ശരിയാവട്ടെ നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാനും വെയിറ്റ് ചെയ്യാം, ഇപ്പം നിൻ്റെ ഒരു കൈയല്ലേ പോയത്, മറ്റേ കൈയും കൂടി ഞാൻ തല്ലി ഓടിക്കാൻ റെഡിയാണെന്ന് പറയട്ടോ. അന്നേരം ഇവന് ടെൻഷനായിട്ട് എന്തുവേണം നീ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ അവിടുന്ന് പോവാണ്. നെക്സ്റ്റ് സീനിൽ സൈലോം അവൻ്റെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആരെയെ വിളിച്ചിട്ട് എൻ്റെ ലാപ്ടോപ്പ് പൊട്ടിപ്പോയി, എന്തായാലും ഇപ്പം അതിനകത്ത് നിന്ന് ഫയൽസ് ഒന്നും സെൻഡ് ചെയ്ത് തരാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യും ഇമെയിൽ ഐ ഡി ഇതാ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇമെയിൽ ഐ ഡി ഒക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇവനിങ്ങനെ സെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതങ്ങ് നിന്ന് പോകുന്നുണ്ട്. ഇതെന്താ പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ വയറും കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കൊള്ളാലോ, നിൻ്റെ ലാപ്ടോപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട്, അത് മാത്രമല്ല നീ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറാണോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരികയുണ്ട്. എന്നിട്ട് പറയാണ് ഞാനിതിപ്പോൾ കണക്ട് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ നീ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നിനക്ക് നഷ്ടം
ഇഷ്ടാവത്തില്ലേ? നിനക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ കാലേ പിടിക്കാൻ പറയാട്ടോ. അന്നേരം അടുത്തിരിക്കുന്ന കങ്ങൻ്റെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാലിലേക്ക് ഒരു ലേസൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ എങ്ങാനും പോലെ നീ തുപ്പമെല്ലാം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ ലേസിൻ്റെ പുറത്ത് എന്തായാലും പിടിച്ചാൽ മതി എന്ന് പറയാട്ടോ. ഇതും പറയുമ്പോഴത്തേക്ക് ഇവനാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരുന്നതാണ്. ഇവനെ അവിടെ പിടിച്ചിരുത്തിട്ട് കങ്ങടാന്നുണ്ടെങ്കിൽ എന്തായാലും നിന്റെ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാനുള്ള ക്യാഷ് എന്തായാലും നിൻ്റെ കാണത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നീ എൻ്റെ കാല് വന്ന് പിടിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്തുതരാമെന്ന് പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ചാടി എഴുന്നേറ്റ് പറയാറ്, അല്ലേ തന്നെ എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ജോബൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ കോൾ ചെയ്യാണ് കേട്ടോ. നമ്മുടെ കങ്ങടാന്നുണ്ടെങ്കിൽ എന്തോന്നുള്ള മട്ടി നിൽക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ആ മിസ്സിസ് കിങ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ കങ്ങൻ ടെൻഷനായിട്ട് നീ ഇപ്പോൾ വിളിക്കുന്നതിന് ഗ്രാൻഡ്മയാണോ, വിളിക്കില്ലേ എന്നൊക്കെ പറയാട്ടോ. ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ അടിയിടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇവൻ വിളിച്ചിട്ട് കാര്യമൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെ ചെറുവനെ ഞാൻ ട്യൂഷൻ എടുക്കാൻ തയ്യാറാണ്, ഞാൻ ഈ മുതൽ അവൻ്റെ ട്യൂട്ടർ ആയിരിക്കും എന്നൊക്കെ പറയാട്ടോ. ഇത് കേട്ടിട്ട് മറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും പുറത്തേക്ക് പോവാണ്. നമ്മുടെ കങ്ങനും പോകേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും സൈലം ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇത് എവിടേക്കാണ് പോകുന്നത്, നിനക്ക് ഓർമ്മയില്ലേ ഇന്നാ നമ്മുടെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം എന്നൊക്കെ പറയുമ്പം കങ്ങനാന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് ആണല്ലേ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, ഞാൻ ജസ്റ്റ് വാഷ്റൂമിലേക്ക് പോകുന്ന കരുതിയതാ, ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് വരുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയ പാടെ തന്നെ അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഓടുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ നിനക്കിന്ന് ട്യൂഷൻ തുടങ്ങുന്ന ദിവസമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ട്യൂഷന് എനിക്ക് ട്യൂഷനൊന്നും പോകാൻ പറ്റത്തില്ല, എനിക്ക് ഗെയിം കളിക്കാൻ ടൈമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെ അവിടെ നിന്ന് ഓടിപ്പോന്നുണ്ട് കേട്ടോ. നേരെ ചെന്നിട്ട് അവൻ്റെ വണ്ടിയിലേക്ക് കയറുവാണ്. തൊട്ട് പോലെ തന്നെ നമ്മുടെ സൈലോമും വന്ന് കയറുന്നുണ്ട് കേട്ടോ. സൈലോമാണെന്ന് അറിയാതെ ഇവനാണെന്നുണ്ടെങ്കിൽ നീ വരുന്നുണ്ട് ഗെയിം കളിക്കാനേ, ഞാനിന്ന് വീട്ടിലേക്കൊക്കെ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും ഇവനാണെന്നുണ്ടെങ്കിൽ ഇത് നിൻ്റെ ഫ്രണ്ടല്ല ഞാൻ സൈലോമാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവനാകപ്പാട് ടെൻഷനായിട്ട് നീ എന്തിനാണ് ഇതിനകത്ത് വന്ന് കയറിയെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് ട്യൂഷനുണ്ട്, നിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാതെ വിടത്തില്ല എന്ന് പറയട്ടോ. ഇവൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പം ഇവന് ഇല്ല ഞാൻ ഇറങ്ങത്തില്ല, ഇന്നാണെന്നുണ്ടെങ്കിൽ നിനക്ക് ട്യൂഷനുള്ള ദിവസമാണ്, ഞാൻ ഇന്ന് ട്യൂഷൻ എടുക്കാതെ നിന്നെ ഇന്ന് വിടത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കങ്ങടാന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിക്കുകയാണ് കേട്ടോ. അതിനനുസരിച്ച് ഇവനാണെന്നുണ്ടെങ്കിൽ മാത്സിലെ ഫോർമുലയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോസ് തീറ്റ സൈൻ തീറ്റ എ സ്ക്വയർ ബി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ആകപ്പാട് ടെൻഷനാക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ അടുത്തേക്കുന്ന കങ്ങൻ്റെ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫൈനലി അവനാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സ്പീഡൊക്കെ കൂട്ടി ഒരിടത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മുടെ സൈലോമിൻ്റെ അടുത്ത് ഇറങ്ങാൻ പറയാണ്. ഇറങ്ങിയ പാടെ തന്നെ കുറച്ച് ക്യാഷ് എടുത്ത് എൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് നാളെ നമുക്ക് മാത്സിൻ്റെ എക്സാം ആണ്, നീ എനിക്ക് വേണ്ടിയിട്ട് കോപ്പി എഴുതിക്കൊണ്ട് വന്നാൽ മതി, നിനക്ക് എന്തോ ഇപ്പോൾ വേണ്ടുന്നത്, ഞാൻ ജയിക്കണം അത്രയല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം എക്സാം നടക്കണം കേട്ടോ. കങ്ങടാന്നുണ്ടെങ്കിൽ സൈലോമിൻ്റെ നേർക്കൊരു എറേസർ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവന് അതിനകത്താണെന്നുണ്ടെങ്കിൽ ആൻസർ എല്ലാം അടയാളപ്പെടുത്തിയിട്ട് ഇവനെ അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട പടത്തന്നെ ഇവന് ഹാപ്പിയാണ്. അതേപോലെ തന്നെ ആൻസർ ഷീറ്റിൽ അങ്ങ് പകർത്തി വെക്കുന്നുണ്ട്. പിന്നീട് റിസൾട്ട് വരുമ്പോഴേ ഇവന് 0 ആണ് കിട്ടിയിട്ടുള്ളത്. ഇവൻ്റെ ഫ്രണ്ടായിട്ടുള്ള മാത്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 കിട്ടിയിട്ടുണ്ട്. താണ്ടാ ഇത് നോക്കണം എനിക്ക് 10ൽ 3 കിട്ടിയിരിക്കുന്നത് പറയട്ടോ. ഇവൻ അവൻ്റെ മാർക്ക് കാണിക്കാൻ ആകപ്പാട് നാണക്കേട് വരികയാണ്. നേരെ നമ്മുടെ സൈലോമിനെ ആണ്ടോ നോക്കുന്നത്. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിനക്ക് നല്ല മാർക്ക് കാണും, സൈലോമല്ലേ നിനക്ക് കാണിച്ചു തന്നെന്നൊക്കെ പറയാണ്. ഇവൻ നേരെ ദേഷിച്ച് സൈലോമിൻ്റെ അടുത്ത് നിന്നിട്ട് ഈ പേപ്പർ കാണിച്ചിട്ട് ചോദിക്കുക നീ ഇതെന്തോ ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. അന്നേരം ഇവൻ ചാടി എന്നിട്ട് അതാണോ, ഞാൻ നിൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഇരുന്നതാണ്, നിൻ്റെ വിചാരം എന്തുവാ ക്യാഷ് കൊണ്ട് എല്ലാം നേടാൻ പറ്റുന്നോ, അങ്ങനെ നേടാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടെന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, അത് നിന്നെ ഒന്ന് എനിക്ക് മനസ്സിലാക്കി തരണമായിരുന്നു, അത്രേ ഉള്ളൂ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കൊടുത്ത ആ ഒരു ക്യാഷ് എടുത്തിട്ട് ഇവന് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്ത സീനി കാണിക്കുന്നത് സൈലോമ എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പെങ്കൊച്ചിന് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസത്തെ ആ ട്യൂഷനൊക്കെ തീർന്നിട്ട് അമ്മയടുത്ത് പറയുന്നുണ്ട് ആൻറ്റി നിങ്ങൾ നാളെ ഇതേ സെയിം പ്ലേസിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി എന്നുണ്ടെങ്കിൽ ഇതാ ഇന്നത്തെ ദിവസത്തെ ട്യൂഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് പറയാണ്. ആക്ച്വലി നാളെ മുതൽ ഇവള് വരത്തില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സൈലോമിൻ്റെ ഫേസ് ആകപ്പാട് ഡള്ളാവുന്നുണ്ട്. എൻ്റെ റീസൺ എന്തുവാന്ന് എൻ്റെ അടുത്തൊന്ന് പറയുന്നൊക്കെ ചോദിക്കുമ്പം ഇവളാന്നുണ്ടെങ്കിൽ ഫോൺ ഒരു ഗ്രൂപ്പ് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അതിനകത്താണെന്നുണ്ടെങ്കിൽ സൈലോമ കൊള്ളത്തില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റ് ഇട്ടേക്കാണ്. ആക്ച്വലി എനിക്ക് നിന്നെ വിശ്വാസമാണ് സൈലോം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ പേരൻസിൻ്റെ ഗ്രൂപ്പിലേക്കാണ് ഇത് ഇട്ടേക്കുന്നത്, ഇത് ആരെ ഇട്ടേന്നൊന്നും അറിയത്തില്ല, അപ്പോൾ പിന്നെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇവനെ ആകപ്പാട് ഡള്ളായിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ കങ്ങൻ്റെ അടുത്തേക്കാണ്. കങ്ങൻ്റെ അടുത്ത് ചെന്ന പാടെ തന്നെ നീ എന്തോ നിൻ്റെ മനസ്സിൽ കരുതി വെച്ചേക്കുന്നത്, നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഇവൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് പറയാണ് നീ എന്തോ കരുതിയത് ക്യാഷ് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നോ, ക്യാഷ് കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, ക്യാഷ് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്ത, നിനക്ക് കിട്ടുന്ന ഓരോ ജോലി വരെ എനിക്ക് ഇല്ലാതാക്കും, നിനക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ക്യാഷ് ഇവൻ്റെ നേർക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നിനക്ക് ക്യാഷ് അല്ലേ വേണ്ടുന്നത്, നിൻ്റെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ കണ്ട പേഷ്യൻസിനൊക്കെ നോക്കിയിട്ട് അവരെ കുളിപ്പിക്കുക അവരുടെ കാര്യം ചെയ്യുക അതല്ലേ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്നത്, നിനക്കിപ്പോൾ എന്തായാലും ക്യാഷിന് അത്യാവശ്യമല്ലേ, ഇതാ ഈ കിടക്കുന്ന ക്യാഷ് മുതൽ നീ എടുത്തോളാൻ പറയാട്ടോ. ഇവന് താഴത്തേക്ക് ഇങ്ങനെ കുനിയുന്നുണ്ട്, കുനിഞ്ഞിട്ട് ആ ക്യാഷൊക്കെ എടുത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. ഇവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം തന്നെ നമ്മൾ കങ്ങണിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ. എഴുന്നേറ്റ പാടെ തന്നെ ഇവൻ്റെ മേർക്ക് ക്യാഷ് മൊത്തം എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്യാഷ് എറിഞ്ഞു കൊടുത്താൽ പോരാഞ്ഞ് അവൻ്റെ ഗ്രാൻഡ്മ കൊടുത്ത ക്യാഷ് കൊടുത്ത് ഇവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞിട്ട് ഇന്നാ നിൻ്റെ ഗ്രാൻഡ്മ നിനക്ക് ട്യൂട്ടർ ചെയ്യാൻ വേണ്ടി തന്ന ക്യാഷാ, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. ഇവനതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ നല്ലൊരു ഇടിയാൻ കിട്ടിയെന്ന് തോന്നുന്നു. അവനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഐസ് പാക്കൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മുടെ മാക്സും നമ്മയുണ്ട്. അവൻ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ച് ശരിയാക്കണമെന്നൊക്കെ പറയാണ്. അതിന് നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, അവനെ എൻ്റെ കാല് വീഴ്ത്തണം, അതാ എനിക്ക് വേണ്ടുന്നതെന്നൊക്കെ പറയുമ്പം അടുത്ത് നിൽക്കുന്ന നമ്മുടെ മാക്സ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ശരിയാകത്തില്ലടാ, അവൻ എന്തായാലും നിന്റെ കാല് വന്ന് വീഴാൻ പോകുന്നില്ല, ഒരു കാര്യം ചെയ്യാം, അവനെ നമുക്ക് ഗണ്ണ് കാണിച്ച് ഭയപ്പെടുത്താന്ന് പറയട്ടോ. അത് കേട്ട പാടെ തന്നെ നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, എൻ്റെ അച്ഛൻ്റെ ട്രോയറിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗണ്ണ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് വെച്ച് അവനെ ശരിയാക്കാന്നൊക്കെ പറയുമ്പോൾ അടുത്തിരിക്കുന്ന നമ്മുടെ നവയാന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. നീ എന്തുവാടെ പറയുന്നത്, അത് ശരിയായി നടക്കുന്ന കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മാക്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് തമാശയ്ക്ക് പറഞ്ഞതാടാ, നീ അത് സീരിയസ് ആയിട്ട് എടുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ലടാ, ഞാൻ ആ ഒരു ഗണ്ണിൽ ബുള്ളറ്റ് ഒന്നും നിറയ്ക്കാൻ പോകുന്നില്ല, എനിക്ക് അവനെ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കണം, അത്രേ ഉള്ളെന്ന് പറയാണ്. അടുത്ത സീനിൽ നമ്മുടെ കങ്കനെ ആരോ വിളിക്കുന്നുണ്ട്. വിളിച്ച പാടെ തന്നെ സത്യം പറയണം, നീ വീട്ടിലല്ലേ ഉള്ളത്, നീ അവൻ്റെ അടുത്തേക്കൊന്നും പോയില്ലെന്ന് ചോദിക്കുമ്പോൾ നീ പേടിക്കണ്ടടാ, ഞാൻ അവനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് അവനെ പേടിപ്പിക്കും, അത്രേ ഉള്ളൂ, ഫോൺ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവൻ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സലോമിനെയാണ്. സലോമ എന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഇങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആരോ കഥയിൽ തട്ടി വിളിക്കുന്നുണ്ട്. ഇവൻ ചെന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട 2 ഗുണ്ടകളില്ലേ, അവരാണ്. അവരെ കണ്ട പാടെ തന്നെ നമ്മുടെ സലോം, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് 3 ദിവസത്തെ അവധി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ എപ്പോഴേ വന്നതെന്നൊക്കെ ചോദിക്കും. അതൊന്നും പറ്റത്തില്ല, ഇപ്പം തന്നെ ക്യാഷ് വേണമെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് ഇവന്മാർ അകത്തേക്ക് കയറുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ബ്രദറിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയട്ടോ. ബ്രദറിനെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ അവനെ കോൾ കിട്ടുന്നില്ല. ഇവനാന്നുണ്ടെങ്കിൽ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവന് ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ഇപ്പം എന്തോ ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് പിന്നെ വരാൻ പറയാട്ടോ. അതിന് ഇവന്മാരെന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല, നിനക്കിപ്പോൾ ക്യാഷ് തരാൻ പറ്റൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആകെപ്പാട് അടിച്ച് ഇടിച്ചൊക്കെ ശരിയാക്കുന്നുണ്ട്. അടുത്തൊക്കെ ഇട്ട് ചവിട്ടുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇങ്ങനെയൊന്നും ചെയ്താൽ പറ്റത്തില്ല, ഇവനിപ്പോൾ ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അയൺ ബോക്സ് എടുത്തിട്ട് ഇവനിങ്ങനെ പൊള്ളിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ. ഇവനാന്നുണ്ടെങ്കിൽ വേണ്ടാന്നുകൊണ്ട് കരയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ കങ്കം കയറി വരുന്നുണ്ട്. അവൻ കണ്ട പാടെ തന്നെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. ഷോക്കായിട്ട് അവൻ്റെ ഗണ്ണ കാണിച്ചിട്ട് പറയാണ് മര്യാദയ്ക്ക് എൻ്റെ ഫ്രണ്ടിനെ വിട്, അതാ നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറയുമ്പം ഇവന്മാരാന്നുണ്ടെങ്കിൽ നീ ഒരു പയ്യനല്ലേ, നീ എന്തിനാ ഞങ്ങളെ പേടിപ്പിക്കുന്നത്, ചുമ്മാ കളിത്തോക്ക് കാണിച്ച് പേടിപ്പിക്കാതെ എന്നൊക്കെ പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്നാൽ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയാട്ടോ. ഇതും പറഞ്ഞിട്ട് ഇവന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇവന്മാരെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഒരു നിമിഷം ഇവനാന്നുണ്ടെങ്കിൽ നേരത്തെ ഇവനെ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. സൈലോം എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. സൈലോമാന്നുണ്ടെങ്കിൽ ഇവനെ ഹഗ് ചെയ്തിട്ട് നിർത്താതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. കങ്കണം പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനിങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതോടുകൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് തീരുവാണ്. പിന്നീടുള്ള സൈഡ് സ്റ്റോറിയാണ് കേട്ടോ. സൈഡ് സ്റ്റോറിയിൽ നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ സൈലോമിന് ഇങ്ങനെ ഐസ് പാക്കൊക്കെ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഇവൻ്റെ ബ്രദറായിട്ടുള്ള സൈഫ അവിടേക്ക് വരുന്നുണ്ട്. സൈഫ എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ക്യാഷൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിടാന്ന് പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. നമ്മുടെ സലോമിന് ഇടിയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇരിക്കുകയാണ്. അടുത്താന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കണമുണ്ട്. കങ്കണ കണ്ട പാടെ തന്നെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. ചെന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ആരാ, ഇവനിതെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവൻ്റെ ക്ലാസ്മേറ്റാന്നൊക്കെ പറയാം കേട്ടോ. സൈഫയാന്നുണ്ടെങ്കിൽ പിന്നെ ഡൗട്ട് മാറാതെ ഇവനെ തന്നെ നോക്കേ, നീ ഇവൻ്റെ ക്ലാസ്മേറ്റൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഈ ഒരു ടൈമിൽ നീ എങ്ങനെ ഇവിടേക്കൊക്കെ വന്നതെന്നൊക്കെ പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്, എൻ്റെ ഗ്രാൻഡ്മയുടെ കയ്യിൽ നിന്ന് ഇവൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇവനിപ്പോൾ മുതൽ എൻ്റെ ട്യൂട്ടറാണ്, ശരിയല്ലേ ട്യൂട്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവനാന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഷോക്കായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. സൈലോം കങ്കണമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ. കങ്കണ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. അന്നേരം സൈലോം ആണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാലേ എന്നൊക്കെ ചെയ്യും. ഇവനാണെന്നുണ്ടെങ്കിൽ നീ എന്തോ ഈ ഉദ്ദേശിക്കുന്നത്, അതോ നിന്റെ ആ ഒരു ഗൺ പോയിന്റിൽ അവന്മാരെല്ലാം വിറപ്പിച്ച് കളഞ്ഞില്ലേ, അതിനെപ്പറ്റി ഉദ്ദേശിച്ചെന്നൊക്കെ പറയുമ്പോൾ അതായിരുന്നു കാര്യം, ആ ഒരു ഗണ്ണിലാന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയട്ടോ. അന്നേരം നമ്മുടെ സൈലോമാണെന്നുണ്ടെങ്കിൽ സംശയം കൊണ്ട് സത്യം പറ, നീ എന്തിനായിരുന്നു ആ ഒരു ഗണ്ണും കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ ചെയ്യുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ മുഖത്ത് പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ആകെപ്പാട് ദേഷ്യം വന്നിട്ട് നിന്നെ ഒന്ന് പേടിപ്പിക്കണമെന്ന് കരുതിയിട്ടേ ഞാൻ ഗണ്ണും കൊണ്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ നിന്റെ വീട്ടിൽ വന്നപ്പം ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് ആദ്യമേ തോന്നിയത് നിന്നെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമാണ്. ഇത് കേട്ട പാടെ തന്നെ സൈലോമാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവനാന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകേണ്ടി വരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവൻ പിടിച്ചെടുത്തിട്ട് ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ, നീ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കും. അത് എന്ത് കാര്യമെന്ന് ഇവൻ ചോദിക്കാൻ കേട്ടോ. അതാ നിന്നെ പഠിപ്പിക്കുന്നത് ഞാനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനെപ്പറ്റി എന്തോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ അതാണോ, നിന്റെ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അടവിറക്കിയതല്ലേ, പക്ഷേ ക്യാഷിൻ്റെ കാര്യം ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്ന് ഈ ഒരു ക്യാഷ് നീ തന്നെ വെച്ചോന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൈലോമാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ക്യാഷിൻ്റെ അത്യാവശ്യമൊന്നുമില്ല, ഇപ്പം തന്നെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിനക്കൊരു ട്യൂട്ടറിൻ്റെ ആവശ്യമില്ലാന്ന്, എന്നാൽ പിന്നെ ഈ ക്യാഷ് നീ തന്നെ വെച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ. പെട്ടെന്ന് തന്നെ ഇവൻ തിരിച്ചു വാങ്ങിച്ചിട്ട് അവൻ്റെ പോക്കറ്റിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് എനിക്കിപ്പോൾ ഒരു ട്യൂട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ നിൻ്റെ ജോലി പോകാനുള്ള കാരണക്കാരൻ ഞാനല്ലേ, സോ അതിൻ്റെ ഒരു കോമ്പൻസേഷനായിട്ട് നീ ഇത് വെച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് കൊടുക്കുന്നുണ്ട്. ഇവനാന്ന് എനിക്ക് ഈ ഒരു ക്യാഷിൻ്റെ അത്യാവശ്യമൊന്നുമില്ല, നീ ഇപ്പം എന്തായാലും ഇത് എനിക്ക് വെറുതെ തരുമല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും പിന്നെയും അങ്ങനെ വാങ്ങിച്ച് തിരിച്ചു കൊടുത്തിട്ട് നിനക്ക്
നിനക്കിപ്പോൾ ഈ ഒരു ക്യാഷ് വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ടാന്ന് പറയാണ്. എന്നാൽ പിന്നെ ഓക്കെ, ഈ ഒരു ക്യാഷ് ഞാൻ എടുത്തോളാം, പക്ഷേ ഒരു കാര്യമുണ്ട്, നീ നാളെ 4:30 പഠിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരണമെന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് സൈലോമ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. കങ്ങണാന്നുണ്ടെങ്കിൽ നീ എന്തോ ഇപ്പോൾ പറഞ്ഞത്, എന്നെ കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല എന്ന് പറയാണ്. പക്ഷേ നമ്മുടെ സൈലോമ എന്നുണ്ടെങ്കിൽ നീ വന്നേ പറ്റത്തുള്ളൂ, നാളെ മുതൽ നിൻ്റെ ട്യൂട്ടർ ഞാനാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കയറി ഡോറൊക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ കങ്ങണാന്നുണ്ടെങ്കിൽ സൈലോം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, എന്നെ കൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. പിറ്റേ ദിവസം സൈലോം പറഞ്ഞ പോലെ തന്നെ കങ്ങന് വേണ്ടിയിട്ട് ലൈബ്രറി വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എത്ര ടൈം കഴിഞ്ഞിട്ട് പോലും ഇവൻ അവിടേക്കൊന്നും വരുന്നില്ല കേട്ടോ. സെയിം ടൈം ഇവിടെ കങ്ങണയാണ് കാണിക്കുന്നത്. കങ്ങണും മാക്സും നവയും കൂടിയിട്ട് ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അന്നേരം നവയാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നൊക്കെ പറയാണ്. മാക്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് വരാൻ പറ്റത്തില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ട്യൂഷൻ പോകണമെന്ന് പറയാണ്. അതിന് നമ്മുടെ നവയാന്നുണ്ടെങ്കിൽ ട്യൂഷനാണോ പോകുന്നത് അതോ വേറെ ആരെങ്കിലും കാണാൻ വേണ്ടി പോകുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ പറയുന്നത്, എൻ്റെ ട്യൂട്ടറാണെന്നുണ്ടെങ്കിൽ കാണാൻ ഭയങ്കര അധികം ക്യൂട്ടാണെന്നൊക്കെ പറയാം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇവനെ കളിയാക്കുന്നുണ്ട്. ഇവൻ അവിടുന്ന് പോയ പാടെ തന്നെ നമ്മളെ നവയും തൊട്ട് പോലെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സമയം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോണിലേക്ക് നോക്കുന്നുണ്ട്. അന്നേരം അവന് സൈലോമിനെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. സൈലോമിനെ നേരത്തെ 2 ഗുണ്ടകൾ ഇടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെയാണ് ഇവൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഇവൻ നേരെ തന്നെ നമ്മുടെ സൈലോമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ചെന്ന പാടെ തന്നെ അയ്യോ സൈലോമ എൻ്റെ അടുത്ത് ഒന്ന് ക്ഷമിക്കുക, സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല നീ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അതിന് നമ്മുടെ സൈലോമ എന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന്, ഞാനിവിടെ ബയോളജിയുടെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാ ഇപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് തീർന്നെന്ന് പറയാം കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് ഇരുന്നിട്ട് എന്നാൽ പിന്നെ ഓക്കെ, ഞാൻ എന്താ പഠിക്കേണ്ടത്, എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ പറയാം കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഈ മന്ത് നമുക്ക് നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, നീ ഇപ്പോൾ തന്നെ ഇതന്നെ ചെയ്ത് കാണിക്കണം എന്ന് പറയാം കേട്ടോ. അന്നേരം നമ്മൾ കങ്ങണാന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാം പേപ്പറൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇതെന്തോ പാട്, ഇതൊക്കെ എനിക്ക് ഈസിയാന്ന് പറയാം കേട്ടോ, അത് നീ അതൊന്ന് വായിച്ച് നോക്ക്, എന്നിട്ട് പറ അത് ഈസിയാണോ അല്ലേ എന്നൊക്കെ. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറൊക്കെ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ആ ഒരു ആൻസർ ഷീറ്റ് നോക്കിയിട്ട് നിനക്ക് 100ൽ 67 കിട്ടിയേക്കുന്നതെന്ന് പറയാം കേട്ടോ. അന്നേരം നമ്മുടെ കൺകണാന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് നീ നോക്കിയേ, നീ ഇപ്പം എന്നെ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ ഇത്രയ്ക്കധികം മാർക്ക് വാങ്ങിച്ചില്ലേ, സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ നീ ഒരു സ്റ്റുപ്പിഡ് ആണെന്ന് മാത്രം. 100ൽ 67 കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അത് നല്ലൊരു മാർക്കാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇത്രയും ചെറിയ മാർക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ പിള്ളേർക്ക് വരെ വാങ്ങിക്കാൻ വേണ്ടി, പക്ഷേ നീ ഇത്രയൊന്നും വാങ്ങിച്ചാൽ പോരാ, ഇതിൽ കൂടുതൽ നീ വാങ്ങിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ഇപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം എന്നാൽ പിന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു കുറേ അധികം ബുക്ക് കേട്ടോ. കെട്ടോടുകൂടി തന്നെ നമ്മളെ കങ്ങണ്ട ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് നീ ഇതെല്ലാം ഇന്ന് വീട്ടിൽ പോയി ചെന്ന് വായിക്കണം, വായിച്ചിട്ട് വേണം നീ നാളെ എവിടേക്ക് പഠിക്കാൻ വേണ്ടി വരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ടെൻഷനായിട്ട് നീ ഇതെന്തോ പറയുന്നത്, ഈ ഒരു ടെക്സ്റ്റിലും കൂടി ഞാൻ ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർക്കാനോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അല്ലെ തന്നെ ഇത് ആരെ കൊണ്ടോ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൈലോമ എന്നുണ്ടെങ്കിൽ കങ്ങൺ അവിടെ നിൽക്കുന്നൊക്കെ വിളിച്ച് പോകുന്നുണ്ട് കേട്ടോ. ലൈബ്രറിയിലാണെന്ന് പോലും നോക്കാതെ പെട്ടെന്ന് ഇവന് ബോധം വന്നിട്ട് വായൊക്കെ തപ്പി പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇവൻ ഇവിടെ ഇപ്പോൾ പഠിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് പറയാണ്. ഇപ്പം അന്നത്തെ ദിവസം നൈറ്റ് കങ്ങടാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരാന്നുണ്ടെങ്കിൽ മാക്സിൻ്റെ അടുത്തുനിന്ന് കോൾ വരുന്നുണ്ട്, നിനക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ലേ, എന്താ നീ ട്യൂഷനൊക്കെ പോകാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്കങ്ങും പറ്റും, അവനാന്നുണ്ടെങ്കിൽ ഒരു കെട്ട് ബുക്ക് എടുത്ത് തന്നിട്ട് ഇത് ഇന്ന് തന്നെ വായിച്ച് തീർക്കണമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ വിചാരം ഞാനാന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സയൻസിൽ ഏതാണ്ട് പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നതാണ്, സോ എനിക്കതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഫിഫ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ വരാമെന്ന് പറയണേ, എന്നാൽ പിന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പിന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ തൊട്ട് പറയും ഇവൻ്റെ അച്ഛനും വന്ന് നിൽക്കുന്നുണ്ട്. അച്ഛനെ കണ്ട പാടെ തന്നെ ഇവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. ഗ്രാൻഡ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴൊന്നും വരത്തില്ലാന്ന്. അന്നേരം അച്ഛനാന്നുണ്ടെങ്കിൽ എൻ്റെ മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞു, സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എന്താ നിനക്കൊന്നും ട്യൂഷനൊന്നും പോകണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ നെർവസ് ആവുന്നുണ്ട് കേട്ടോ. അതെന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അച്ഛനാന്നുണ്ടെങ്കിൽ ചിരി വന്നിട്ട് നീ എന്തോ എന്നെ പറ്റി വിചാരിച്ച് വെച്ചേക്കുന്നത്, എനിക്കറിയാം ഈ പ്രായത്തിലുള്ള പിള്ളേരെ എങ്ങനെ ഇരിക്കേണ്ടതെന്നൊക്കെ, ഇങ്ങനെ ചുമ്മാ നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഗ്രാൻഡ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഈ ഒരു ട്യൂഷൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് നിർത്തിയേക്കാനെന്ന്. ഇതും പറഞ്ഞിട്ട് നേരെ ഇവൻ കളിച്ചിരുന്ന ഗെയിമിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഓ ഇത് ഫിഫ ഗെയിം അല്ലേ എന്നൊക്കെ ചോദിക്കും. ഇതിനെപ്പറ്റി അച്ഛനറിയാമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇലക്ഷൻ കമ്മിറ്റിയിലുള്ള കുറേ ആൾക്കാർ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് കേൾക്കാം, ഇത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണെന്ന് അവരൊക്കെ പറയുന്നത്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നീ കളിച്ചോളാൻ പറയാം കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന ടൈമിൽ തങ്ങളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകുന്നു നിൻ്റെ ക്ലാസ്സൊക്കെ എന്ന് ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ അച്ഛനിപ്പോൾ ഇലക്ഷനൊക്കെ മത്സരിക്കുന്നില്ലേ, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ടല്ലോ നീ എന്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ വെച്ച് തലയിടാൻ നോക്കുന്നത്, ഇതൊക്കെ ഒരുമാതിരി ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ്, ചുമ്മാ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരുമാതിരി സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെപ്പോലെ ടീനേജേഴ്സ് ആയിട്ടുള്ള പിള്ളേർ സ്കൂളിൽ പോയി ചെന്ന് എൻജോയ് ചെയ്യണം, പിന്നെ വീട്ടിൽ വേണം നല്ല ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, ഇത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയാണ്ട്. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് കങ്ങണാന്നുണ്ടെങ്കിൽ എനിക്ക് അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് പറയണേ. അച്ഛനാന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞോളാം പറയാട്ടോ. അത് ഈ ഒരു മിഡ് ടൈം എക്സാമിന് ഞാൻ എല്ലാത്തിനും പാസ്സാകുന്നുണ്ടെങ്കിൽ അച്ഛൻ എനിക്കൊരു സാധനം വാങ്ങിച്ചു തരണമെന്ന് പറയണേ. അച്ഛനാന്നുണ്ടെങ്കിൽ എന്തോ വേണ്ടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്കൊരു വലിയൊരു ബൈക്ക് വേണമെന്ന് പറയട്ടെ. വലിയൊരു ബൈക്കോ നിനക്കിപ്പോൾ അത് അത്യാവശ്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതെനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, ഞാൻ ഉറപ്പായിട്ട് ഈ ഒരു എക്സാമിന് പാസ്സാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് അച്ഛൻ ഇത് വാങ്ങിച്ചിടാന്ന് പറയുമ്പോൾ അച്ഛനാന്നുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓക്കെ ആണെന്ന് പറയാട്ടോ. ഞാൻ ആദ്യത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കങ്ങൻ്റെ അച്ഛനാന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്തുള്ള ആ ഒരു കെയറിങ്ങും സപ്പോർട്ടും കൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല കേട്ടോ കാര്യം. ഇവൻ്റെ അച്ഛനാന്നുണ്ടെങ്കിൽ
ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ശരി തന്നെ അതൊക്കെ ഒരുമാതിരി സ്പോയിൽ ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവനെല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷേ ഇവനെ കൊണ്ട് അതൊന്നും നടക്കത്തില്ല. ഇവൻ്റെ അടുത്തുനിന്ന് ഒന്നും തന്നെ ഇവൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മുടെ കങ്കണ ഇങ്ങനെ ഒരു കടുത്തൊരു തീരുമാനം എടുക്കുന്നത്. പിറ്റേ ദിവസം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സൈലോമും കയ്യും ഓട്ടോയും കൂടി സംസാരിച്ചുകൊണ്ട് വരുവാണ്. ഇവന്മാർ രണ്ടുപേരാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, എന്തായാലും കങ്കണ നിൻ്റെ അടുത്ത് പഠിക്കാനൊന്നും വരാൻ പോകുന്നില്ല, നീ നോക്കിക്കോ. അങ്ങനെ പഠിക്കാൻ വരാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിനക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തരുമെന്ന് പറയണേ. ഇവനും ആ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവന്മാർ വന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതാണ്. ഇത് കണ്ട പാടെ തന്നെ ഇവന്മാർ ഷോക്കാവുന്നുണ്ട് കേട്ടോ. നമ്മളെന്തുവാടെ ഈ കാണുന്നത്, കങ്കണാണോ ഇരിക്കുന്നത്, കങ്കണാണോ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, നോക്കി സൈലം ഇതിനൊക്കെ കാണക്കാരൻ നീയാണോ എന്നൊക്കെ നമ്മൾ കൈ ചോദിക്കുന്നുണ്ട്. അതിനാണ് നമ്മുടെ ഓട്ടോ എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഒരു കാര്യം ഓർത്ത് വെച്ചോണം, ഇനി അവനെങ്ങാനും പിന്നെയും നിൻ്റെ അടുത്ത് പ്രശ്നത്തിന് വല്ലതും വരികയെന്നുണ്ടെങ്കിൽ നീ അവനെ പോയി ചെന്ന് കിസ് ചെയ്താൽ മതി, 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്, അത് നിനക്ക് വർക്കാവുന്നുള്ള കാര്യത്തിൽ. അന്നേരം ഇവൻ ടെൻഷനായിട്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാൻ നോക്കിയേ, എനിക്കാന്നുണ്ടെങ്കിൽ കങ്ങനെ പഠിപ്പിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനകത്തേക്ക് പോകുന്നുണ്ട്. ഓട്ടോ എന്നുണ്ടെങ്കിൽ ഇടാ അവിടെ നിൽക്കടാ, ഫസ്റ്റ് നീ വന്ന് ഞങ്ങളോട് ഫുഡ് കഴിക്കേ, എന്നിട്ട് പോയി ചെന്ന് പഠിപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇവനതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവർ പഠിച്ച് നൈറ്റ് ആവുന്നുണ്ട്. രണ്ടുപേരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. കങ്കണാന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഇവനെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ ഇവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞ റോങ് ആയിട്ടുള്ള ആൻസർ ആണെന്ന് ചെയ്യും. അല്ല നീ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് പറഞ്ഞതെന്ന് പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയല്ലേ എന്ന് പറയാണ്. ഇപ്പോൾ തൊട്ട് നീ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ നിനക്ക് ഈ ഒരു സബ്ജക്റ്റൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഡബിൾ മീനിങ്ങിൽ എനിക്ക് നേരത്തെ ഈ ഒരു സബ്ജക്റ്റ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ തൊട്ട് ഞാനത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ഇത് പറഞ്ഞ പാടെ തന്നെ രണ്ടുപേരും കൂടി കണ്ണിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കങ്കണ്ണൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അവനായിരിക്കും ഫസ്റ്റ് ലവിലേക്ക് വീഴാൻ വേണ്ടി പോകുന്നതെന്ന്. പക്ഷേ നമ്മുടെ സൈലോമിൻ്റെ നോട്ടം കാണുമ്പോഴുണ്ടല്ലോ രണ്ടും കൂടി നമ്മളെ കൺഫ്യൂഷൻ ആക്കുകയാണ് കേട്ടോ. ഗൈസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ആരായിരിക്കും ആദ്യമേ ലവ് വീഴാൻ വേണ്ടി പോകുന്നത്, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ണൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. രണ്ടുപേർക്കും പെട്ടെന്ന് ബോധം വന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിയുന്നുണ്ട്. അന്നേരം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട് എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടമല്ലാതെ ആയിട്ടുണ്ടെന്ന് പറയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ അതെന്താ നീ അങ്ങനെ പറയാനുള്ള റീസൺസ് ചോദിക്കുകയാണ്. അതോ സത്യം പറഞ്ഞാൽ ഒരു ടൂട്ടൻ്റെ പെയിൻ എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. ഇവനാന്നുണ്ടെങ്കിൽ അതെന്താന്ന് പറയാട്ടോ. അതോ ഞാൻ എലിമെൻ്ററി സ്കൂളിലെ പിള്ളേരെ പഠിപ്പിക്കുമ്പോഴും ഇത്രയധികം പെയിൻ അനുഭവിച്ചിട്ടില്ല, ഇപ്പം നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇത്രയധികം പെയിൻ അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ എന്നൊക്കെ പറയാണ്. അതാണ് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ടൈമൊക്കെ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ 10 മണിയായിട്ടുണ്ട് കേട്ടോ. അയ്യോ അതാണ് 10 മണിയായെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അയ്യോ ഞാനത് ഒട്ടും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, സോറി സൈലോം, ഞാൻ ഇത്ര നേരം നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയില്ല എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണേ. എന്നാൽ പിന്നെ ഓക്കെ നമുക്കിപ്പോൾ വീട്ടിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ ബുക്കൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ സൈലോമിൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യേ, ഞാൻ നിന്നെ കൊണ്ട് വീട്ടിലേക്ക് വിടാമെന്ന് പറയാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാമെന്നൊക്കെ പറയാണ്. അതൊന്നും പറ്റത്തില്ല, ഈ ടൈമിലാണെന്നുണ്ടെങ്കിൽ ബസ്സൊന്നും കാണാൻ വേണ്ടി പോകുന്നില്ല, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയാം കേട്ടോ. അന്നേരം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവൻ്റെ നോട്ടം കണ്ടിട്ട് ആദ്യം സൈലോം തന്നെ ലവ് വീഴുമെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യം കങ്കൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ സൈലോമിൻ്റെ പേര് പറഞ്ഞ് എന്തോ ഏതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ആകപ്പാട് കൺഫ്യൂസ്ഡാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ, ആരായിരിക്കും ആദ്യമേ ലവിലേക്ക് വീഴുന്നതെന്നുള്ള കാര്യത്തിൽ. എപ്പിസോഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സീരിയൽ പോലെ അല്ലല്ലോ, ആഴ്ചയിൽ ഒരെണ്ണം ഇതല്ലേ വരത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി കൂടുതലാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് നമ്മുടെ കങ്കൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് വരുവാണ്. കങ്കണാന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിലേക്ക് ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ഹെൽമെറ്റ് കയ്യിലേക്ക് വെച്ചിട്ട് ഇവനെ ആലോചിക്കുന്ന ഫുള്ള് ഇവനാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം നമ്മളെ കങ്കണാന്നുണ്ടെങ്കിൽ ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇവനാന്നുണ്ടെങ്കിൽ വണ്ടി കയറാത്ത കാരണം കങ്കണാന്നുണ്ടെങ്കിൽ നീ അവിടെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എളുപ്പം വന്ന് കയറാൻ പറയാം കേട്ടോ. ഇവനത് കേട്ട പാടെ തന്നെ വന്ന് കയറുന്നുണ്ട്. പക്ഷേ ഇവന് എവിടെ പിടിക്കണമെന്ന് അറിയാൻ വയ്യ കേട്ടോ. നമ്മളെ കങ്കൻ്റെ വയറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ടുവരുന്നുണ്ട്. അന്നേരം തന്നെ നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. പെട്ടെന്ന് പേടിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഇവൻ്റെ ബാഗിലേക്ക് അങ്ങ് കയറി പിടിക്കുകയാണ്. നമ്മുടെ കങ്കൻ്റെ സ്പീഡ് അറിയാമല്ലോ, കഴിഞ്ഞൊരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ ഇങ്ങനെ ഫോർമുല പറയുന്നതനുസരിച്ച് ഇവനിങ്ങനെ സ്പീഡ് കൂട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാര്യം. അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈലോമെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ഇടാ കങ്കന്മാരേക്ക് നിർത്തടാ, അപ്പോൾ അതേ പോടാന്നൊക്കെ പറയുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ എന്തോ പറയുന്നത് ഒന്നുകൂടി ഉറക്കെ പറയാം, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അതാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ, സ്പീഡൊന്ന് കുറച്ച് പോകാൻ പറയാം കേട്ടോ. ഞാനിത് ഇപ്പോഴാണ് കേൾക്കുന്നത്, ഒരു കാര്യം ചെയ്യുന്നത് ടൈറ്റായിട്ട് ഹഗ് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഇവനെ കൈ പിടിച്ചിട്ട് ഇവനിങ്ങനെ ഹഗ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ടൈറ്റായിട്ട്. അന്നേരം നമ്മുടെ സൈലോമെന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. കുറച്ച് ദൂരമൊക്കെ പോയതിന് ശേഷം നമ്മുടെ കങ്കണം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ ആകപ്പാട് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവരിൽ ആരാണാവോ ഫസ്റ്റ് ലവിലേക്ക് വീഴാൻ വേണ്ടി പോകുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. ഓൾറെഡി 3 എപ്പിസോഡ് റിലീസായിട്ടുണ്ട്, ഇനി അങ്ങോട്ട് കുറച്ച് എപ്പിസോഡേ കാണത്തുള്ളൂ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒത്തിരി എപ്പിസോഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, പക്ഷേ നമുക്ക് കിട്ടുന്നത് വലിയൊരു പണിയാണ് കേട്ടോ. അവസാനത്തെ എപ്പിസോഡിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും നമ്മൾ അറിയുന്നത് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് ഫൈനൽ എപ്പിസോഡാണെന്നുള്ള കാര്യം. അങ്ങനെ രണ്ടുപേരും കൂടി വന്നേക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ വന്ന പടം തന്നെ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാൽ നിനക്ക് ബാത്റൂം മാത്രം യൂസ് ചെയ്താൽ മതിയെന്ന്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ബാത്റൂം യൂസ് ചെയ്യണമെന്നും അത് മാത്രം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നീ ഇവിടെ വന്നിരിക്കാൻ പറയാം കേട്ടോ. അത്
പറഞ്ഞ പാടെ തന്നെ അവിടേക്ക് ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കാണെന്നുണ്ടെങ്കിൽ മെനു കാർഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. മെനു കാർഡ് കണ്ട പാടെ തന്നെ നമ്മുടെ സൈലോമിൻ്റെ ചെവി കൂടെയൊക്കെ പുക പോകുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഷിനാണെന്നുണ്ടെങ്കിൽ 3000 സംതിങ് രൂപയാണ് വില വരുന്നത്. കണ്ട പാടെ തന്നെ ഇവന് അയ്യോ എന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ട് കേട്ടോ. കങ്കണാന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഇവരാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയ്യോ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം, എനിക്ക് ഫുഡൊന്നും വേണ്ടെന്ന് പറയാണ്. അതിന് നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഇത് എവിടേക്കാണ് പോകുന്നത്, ഇന്നത്തെ ട്രീറ്റ് എൻ്റെ വകയാണ്, നീ എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാൻ പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു മെനു കാർഡ് കണ്ട് പേടിച്ചിരിക്കുകയാണ്. അതിനകത്തുള്ള കാര്യങ്ങൾ പറയാൻ പോലും ഇവനെ അറിയത്തില്ല കേട്ടോ. അത് കാരണം ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഓക്കെ എന്ന് പറയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ A5 റിവ്യൂ സ്റ്റിക്ക് കൊണ്ടുവരാൻ പറയാം കേട്ടോ. ഇത് കേട്ടപാടെ തന്നെ ആ ഒരു ലേഡി അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ എന്തോ നീ ഉദ്ദേശിച്ചതെന്ന് പറയാം കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അത് ഞാൻ ബീഫ് സ്റ്റീക്കാണ് ഉദ്ദേശിച്ചതെന്ന് പറയാണ്. എന്നാൽ പിന്നെ ആ ഒരു A5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്താ നീ മീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, A4 ഷീറ്റ് മാതിരി വല്ലതും ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ മാക്സിമം പഠിത്തവും കാര്യങ്ങളും ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ തലമണ്ടയിൽ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നുമല്ല, A4 എന്ന് പറയുന്നത് തിന്നായിട്ടിരിക്കും, A5 എന്ന് പറയുന്നത് തിക്കായിട്ടിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഇവർക്കുള്ള ആ ഒരു ഫുഡ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൈലോമിനാന്നുണ്ടെങ്കിൽ ആ ഒരു നൈഫും ആ ഒരു ഫോർക്കും എങ്ങനെ പിടിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല കേട്ടോ. അവനാന്നുണ്ടെങ്കിൽ നമ്മളെ കങ്കണ്ണ നോക്കുന്നുണ്ട്. അതിനുശേഷം ഇവനാന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ സാധനത്തിനെ കുത്തി കീറുന്ന പോലെ കേട്ടോ, അതായത് ഈ സർജറി ഒക്കെ ചെയ്യുന്ന മാതിരി ഇട്ട് കുത്തി വലിച്ച് കീറുന്നുണ്ട്. ഇത് കണ്ടപാടെ തന്നെ നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ നീ ഇതുവരെ ബീഫ് സ്റ്റീക്ക് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല, പിന്നെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള ബീഫും അതിൻ്റെ സോസ് മാത്രം കഴിച്ചിട്ടുള്ളതെന്ന് പറയാം കേട്ടോ. ഇവരൊക്കെ എങ്ങനെയാണ് അപ്പോൾ ബീഫൊക്കെ ഇങ്ങനെ റോ ആയിട്ട് കഴിക്കുന്നത്, ആർക്കറിയാം. തായ്ലൻഡുകാരെ സമ്മതിക്കണം കേട്ടോ. തായ്ലൻഡുകാരെന്നല്ല, സത്യം പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലുള്ള ആൾക്കാരാണ് കേട്ടോ നല്ലത് ഫുഡിൻ്റെ കാര്യത്തിൽ. പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ കഷ്ടമാണ്. അന്നേരം നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഇവൻ്റെ പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് വാങ്ങിച്ചിട്ട് ഇത് നോക്കി ഫോർക്ക് ഇങ്ങനെ പിടിക്കണം, നൈഫ് ഇങ്ങനെയൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന് കട്ട് ചെയ്യേണ്ട രീതിയൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇവന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡ് എടുത്ത് കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാണ്. ഞാൻ നിൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ റെസ്റ്റോറൻറ്റിലാണെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ പല ടൈപ്പ് ഫുഡ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന്. അത് മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഇതാണെന്നൊക്കെ പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ അപ്പം പിന്നെ നീ ഇതൊക്കെയാണല്ലേ കഴിക്കുന്നതെന്ന് പറയുമ്പം എപ്പോഴും ഞാൻ ഇതൊന്നല്ല കഴിക്കാറ്, ചില ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ഫുഡ് കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചൈനീസ് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്ഷയായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അടുത്തേക്ക് ആ ഒരു ലേഡിയെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്തിൻ്റെ ഒരു പാഴ്സലും കൂടി തരാൻ പറയാണ്. ഇത് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് എന്നാൽ പിന്നെ ഓക്കെ നീ ഫുഡ് കണ്ടിന്യൂ ചെയ്തോളൂ, ഞാനാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം, നിനക്ക് നീ അത്യാവശ്യമായിട്ട് വേറെ ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട, എൻ്റെ വയറ് ഇപ്പം തന്നെ ഫുള്ളായിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ കങ്കണാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമിൽ അവൻ്റെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ കങ്കൺ എന്നെ നീ വീട്ടിലേക്ക് കൊണ്ടുവിട്ടതിന് താങ്ക്സ് ഉണ്ട്, അത് മാത്രമല്ല ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറയാണ്. അത് ഇപ്പം നീ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തോണ്ടാണോ നീ അങ്ങനെ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നീ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നില്ലേ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതാണോ കാര്യം, എൻ്റെ ഗ്രാൻഡ്മാന്നുണ്ടെങ്കിൽ എന്നെ ആലോചിച്ചിട്ട് പ്രൗഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തോ മീൻ ചെയ്യുന്നത്, നിനക്ക് എന്നെ പറ്റി ആലോചിച്ച് പ്രൗഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഞാൻ നിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്, അങ്ങനെയാണോ നീ വിചാരിച്ച് വെച്ചെങ്ങനെ ചോദിക്കുമ്പം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരുമാതിരി ഷൈ ആയിട്ട് അവിടെ നിന്ന് പോകേണ്ടി വരുന്നതാണ് കേട്ടോ. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു മിനിറ്റ് എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കണ്ണും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവനാന്നുണ്ടെങ്കിൽ നേരത്തെ ആ റെസ്റ്റോറൻറ്റ് വെച്ച് ഇവനാന്നുണ്ടെങ്കിൽ ഒരു പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഇവൻ്റെ കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നീ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നത്, ഞാനൊരു പാഴ്സലും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നീ നിൻ്റെ ബ്രദറും കൂടി എൻജോയ് ചെയ്ത് കഴിക്കാൻ പറയാം കേട്ടോ. ഇതും പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴും ഇവൻ്റെ ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡിലൊക്കെ നോക്കി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്ങളും മാക്സും നവയും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് വരിക. അന്നേരം നമ്മുടെ നവയാന്നുണ്ടെങ്കിൽ നീ നാളെ ഫ്രീ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നാളെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവന് പെട്ടെന്ന് തന്നെ ബോധം വന്നിട്ട് അയ്യോ നാളെ എൻ്റെ ബർത്ത്ഡേ അല്ലേ, പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, നാളെ എന്നുണ്ടെങ്കിൽ എൻ്റെ ട്യൂട്ടർ വല്ല ഷെഡ്യൂൾ വല്ലതും വെച്ചിട്ടുണ്ടോ എന്തോന്നും അറിയാൻ വയ്യാന്ന് പറയുമ്പോഴത്തേക്കും മാക്സാന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് സത്യം പറഞ്ഞാൽ അവൻ നിൻ്റെ ട്യൂട്ടറാണോ അതോ ലവറാണോ എന്ന് ചോദിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ നവയാന്നുണ്ടെങ്കിൽ അവൻ ചോദിച്ചത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്, നോർമലി ആണെന്നുണ്ടെങ്കിൽ ഒരു ലവറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതേമാതിരിയാണ് ഇപ്പം നിൻ്റെ അവസ്ഥയും, നീ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പോയി നിൻ്റെ ട്യൂട്ടറിൻ്റെ അടുത്താണല്ലോ പോയി ചോദിക്കുന്നതൊക്കെ പറയുമ്പോൾ നമ്മുടെ മാക്സാന്നുണ്ടെങ്കിൽ എന്തായാലും ഓക്കെയാണ്, നോക്കിയേ ഒരു ട്യൂട്ടറും ഒരു ട്യൂട്ടിയും തമ്മിലുള്ള ലവ് ഒന്ന് ആലോചിച്ച് നോക്കി അതെന്തോരം സ്വീറ്റ് ആയിരിക്കും എന്നൊക്കെ പറയാണ്. അതിന് ഇവരാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇവർ രണ്ടുപേരും പഠിക്കുന്നതാണ് കാണിക്കുന്നത്. കങ്കണ്ണാന്നുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷിൻ്റെ ക്വിസ് എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടും തന്നെ ബാഡ് അല്ല എന്ന് പറയാണ്. എന്നാൽ പിന്നെ ഓക്കെ ഇതൊട്ടും തന്നെ ബാഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ ഫിസിക്സ് പഠിക്കാമെന്ന് പറയാണ്. അന്നേരം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ മിഡ് ടേം എക്സാമിന് സ്പീക്കിങ്ങും കൂടി കാണുമെന്ന്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ സ്പീക്കിങ്ങോ അതെന്താ ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ
ഇവനാണെന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പറയുമ്പോൾ നെർവേഴ്സ് ആവുന്നത്, അതിനുള്ള ആൻസർ എനിക്ക് ഇപ്പോൾ തന്നെ വേണം, പക്ഷേ നീ അത് ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ അതും ഇംഗ്ലീഷിലോ എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഇവൻ പറയാണ് ബിക്കോസ് ഐ ആം എന്നൊക്കെ പറഞ്ഞിട്ട് ഫീലിംഗ് ആൻഷ്യൻസ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ നെർവേഴ്സ്. അപ്പോൾ ഇവൻ പറയാണ് ഈ ഒരു നെർവേഴ്സ് കാരണമാണ് എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റാത്തതെന്ന് പറയുമ്പം നമ്മുടെ സൈലോമ എന്നുണ്ടെങ്കിൽ നിന്നെ എന്തായാലും ഇങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നീ എന്തായാലും പഠിക്കാൻ പോകുന്നില്ല, അതിനേക്കാളും നല്ലൊരു കോഴ്സ് വേറെ ഉണ്ടെന്ന് പറയാണ്. നമ്മുടെ കങ്ങണാന്നുണ്ടെങ്കിൽ എന്തുവാന്നുള്ള മട്ടിയിരിക്കുകയാണ് കേട്ടോ. നിനക്ക് പറ്റിയൊരു സ്ഥലം എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വിളിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. വേറെ എവിടേക്കല്ല പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഈ ഫോറിനേഴ്സുള്ള ബാറിലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ സൈലോമും പറയുന്നുണ്ട്, നിനക്കിപ്പോൾ നന്നായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോറിനേഴ്സുള്ള ബാറിലേക്ക് തന്നെ പോകണമെന്ന് പറയാണ്. നമ്മുടെ കങ്ങണാന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ ഇത് നേരത്തെ തന്നെ നീ എൻ്റെ അടുത്ത് പറയേണ്ടായിരുന്നു, ആരെങ്കിലും ബാറിലേക്കൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് പോകും. ഇത് പറയുമ്പോൾ നമ്മുടെ സൈലോമിനും മനസ്സിലാവുന്ന കേട്ടോ അബദ്ധം പറ്റിയെന്നുള്ള കാര്യം. ഇവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഡ്രസ് ഷോപ്പ് കാണുന്നുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ, നമ്മൾ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഡ്രസ്സൊക്കെ മാറിയിട്ട് ആ ഒരു ബാറിലേക്ക് വരുവാണ്. നമ്മുടെ കങ്ങണാന്നുണ്ടെങ്കിൽ നോക്കടാ, ഇവിടാന്നുണ്ടെങ്കിൽ മണി കൊടുക്കാതെ ഒന്നും അകത്തേക്ക് കയറ്റി വിടത്തില്ല എന്ന് പറയുമ്പോൾ നീ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അവിടെ നിൽക്കുന്ന ഒരാളടുത്ത് ചെന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കാൻ പറയണ്ടോ. അന്നേരമാണ് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നത് പാസ്പോർട്ട് ഇല്ലാതെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല എന്നിട്ട്. നമ്മുടെ സൈലോമാണെന്നുണ്ടെങ്കിൽ അയ്യോ ഞങ്ങളങ്ങ് സൗത്ത് കൊറിയയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് ഞങ്ങളുടെ പാസ്പോർട്ട് മറന്നു വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്, ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാറ് നല്ലതാണെന്നൊക്കെ, സോ ഞങ്ങളെവിടേക്കൊന്ന് കയറ്റി വിടുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവനാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ തന്നെ ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ ചെറിയ തട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരുമാതിരി കൊറിയ ഭാഷയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇവനിങ്ങനെ തട്ടി ഹമിസവദാന്യൻസയോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഇയാൾക്ക് എന്തോ തോന്നിയിട്ടാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ, കയ്യിലേക്ക് ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് അത് കയറിക്കോളാൻ പറയാണ്. ഈ നിൽക്കുന്ന ആളെ ഒന്നും കൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ അന്യാസയോ കമിസവിത എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ചിരിച്ചും പറഞ്ഞൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഫോറിനേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് ചെന്നിട്ട് നമ്മുടെ സൈലോമ എന്നുണ്ടെങ്കിൽ കങ്ങൻ്റെ അടുത്ത് ഇപ്പം മുതൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഡീല് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, നീ ഇപ്പം മുതൽ തായ് ഭാഷ സംസാരിക്കാനേ പാടില്ല, എല്ലാം ഇംഗ്ലീഷ് വേണം സംസാരിക്കണം എന്നൊക്കെ പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ എന്നൊക്കെ തായ് ഭാഷയെ പറയാണ് കേട്ടോ. അന്നേരം തന്നെ തലയ്ക്കൊരു കൊട്ട് കൊടുക്കുകയാണ്. അയ്യോ ഞാനിപ്പോൾ തന്നെ ഇതിനൊന്നും ഓക്കെ ആയിട്ടില്ല എന്ന് പറയാണ്. എന്നാൽ പിന്നെ ഇപ്പം തന്നെ നീ ഓക്കെ ആയിക്കോ, നീ ഇപ്പോൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള ഈ ഫോറിനേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചിട്ട് അവരുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ വാങ്ങിക്കണമെന്ന് പറയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഹാർഡായിട്ടുള്ള കാര്യമാണ്, എന്നാലും ശരി തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയാണ്. അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരും തന്നെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ 3 പേര് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും അയാൾ ഓക്കെ ഞാൻ തരാമെന്നൊക്കെ പറയാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. ഓക്കെ നിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വിറ്റ്മിൽ എന്ന് പറയാണ് എൻ്റെ പേര് മാർക്ക് എന്നാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഇങ്ങനെ വിയറ്റ്നാമിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെന്ന് പറയാണ്. എന്നാൽ പിന്നെ ഓക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടി വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ സൈലോമിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ പേരെന്താന്നൊക്കെ ആദ്യമേ ചോദിക്കുമ്പം ആദ്യം തന്നെ സൈലോം എന്ന് പറയണേ, പെട്ടെന്ന് തന്നെ അയ്യോ അതൊന്നുമല്ല വിൻഡെന്നാന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഈ മാർക്കാന്നുണ്ടെങ്കിൽ അത് കൊള്ളാലോ, നിങ്ങൾ രണ്ടുപേരുടെ പേര് ഒരേപോലെ ഉണ്ടല്ലോ, ഒരാളുടെ പേര് വിൻമില്ല് ഒരാളുടെ പേര് വിൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ ബിയറൊക്കെ ഓർഡർ ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ സൈലോമിൻ്റെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ പുതിയ ബോസാന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇവൻ്റെ ബ്രദറിൻ്റെ കൂടെ പണ്ട് പഠിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് നമ്മുടെ സൈലോമിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കി നിന്നിട്ട് അവിടുന്ന് അവൻ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടുത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ കങ്ങണാന്നുണ്ടെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രീറ്റിൽ ഒരു ഫുഡും കൊണ്ടുവന്നിട്ട് ഈ ഒരു ഫുഡാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡൗട്ടോടുകൂടി തന്നെ നോക്കുകയാണ് കേട്ടോ. നോക്കിയിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും കഴിക്കാൻ പറ്റുന്ന സാധനമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതെന്താ നീ ഇതുവരെ സ്ട്രീറ്റ് ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ, നിനക്കാന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റീക്ക് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നീ നോക്കിക്കോ ഞാനിപ്പോൾ കഴിച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇവൻ്റെ വായിലേക്ക് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. അന്നേരം നമ്മുടെ കങ്ങണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് തട്ടിപ്പറിച്ചിട്ട് നീ എന്തിനാ കഴിക്കുന്നത്, ഞാൻ തന്നെ കഴിക്കാം, എനിക്ക് എന്തുകൊണ്ട് കഴിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് വായിലേക്കിട്ട് ചവിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട പടന്ന് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ നോക്കി ചിരിക്കുന്നുണ്ട്. നീ എന്തിനാ ഇത്രയധികം ചിരിക്കുന്നത്, ചിരിക്കാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുഡാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് നീ ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, പക്ഷേ ഈ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്, നീ ഒന്ന് കഴിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ചോദിച്ചാൽ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, നീ എന്തായാലും നിന്നെ ഗ്രാൻഡ് മേ ആലോചിച്ചിട്ടല്ല എൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നീ നേരത്തെ തന്നെ എൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി വരുമായിരുന്നു, സത്യം പറ
കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സത്യസന്ധമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ബൈക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് പഠിച്ച് നല്ല മാർക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ബൈക്ക് വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി അപ്പോൾ പിന്നെ നിനക്ക് ആ ഒരു ബൈക്കിന് വേണ്ടിയിട്ടാണല്ലേ എൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആലോചിച്ചിട്ട് ശരിക്കും അങ്ങനെയല്ല, എനിക്ക് എൻ്റെ അച്ഛനെക്കാളും കൂടുതൽ അറിവ് വേണമെന്ന് പറയാണ്. നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ആദ്യം ഓക്കെ എന്നൊക്കെ പറയണേ, പിന്നെ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഇവനെന്തോ ഈ പറഞ്ഞെന്നുള്ള രീതി. നീ ഇപ്പം എന്തോ ശരിക്കും പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ അത് വിട്ട് കളഞ്ഞേക്കാൻ പറയുമെന്ന് പറയും. നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമില്ലേ, നിന്നെ അത്രത്തോളം നിൻ്റെ അച്ഛൻ നിന്നെ മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ശരിക്കും അതിനുള്ള റീസൺ അതൊന്നും അല്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയാലും ശരി തന്നെ അതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എൻ്റെ അച്ഛൻ്റെ ധാരണ. എന്തൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ശരി തന്നെ എന്നെ സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. സോ ഞാൻ അങ്ങനെയൊന്നും അല്ലാന്ന് എൻ്റെ അച്ഛനെ മുമ്പ് എനിക്ക് തെളിയിക്കും. എൻ്റെ അച്ഛനെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എൻ്റെ മനസ്സ് എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സൈലാമ്മ എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നിനക്ക് അതാണല്ലേ വേണ്ടുന്നത്, നിൻ്റെ അച്ഛനെ മുമ്പിൽ നിനക്ക് തെളിയിച്ച് കാണിക്കണം, നിന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഇവനും ആണെന്ന് പറയാണ്. അങ്ങനെ കുറച്ച് നേരം ആലോചിച്ചൊക്കെ ഇരുന്നിട്ട് എന്നാൽ പിന്നെ ഓക്കെ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയാണ്. ഇതും പറഞ്ഞിട്ട് ഇവനും അവിടുന്ന് പോകുന്നുണ്ട്. സൈലമ്മ കുറച്ച് നേരമൊക്കെ ആലോചിച്ചിരുന്നിട്ട് അവനും പുറകെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഇവർ നേരത്തെ മാറി വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു മാർക്ക് എന്ന് പറയുന്ന ആളില്ലേ, അയാൾ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മാർക്ക് നിങ്ങളാണോ, ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അവനാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോയേക്കാന്ന് പറയുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഒരു കാര്യം ചെയ്യും എൻ്റെ റൂമിലേക്ക് വാ, എനിക്കൊരു കമ്പനി ആവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇവിടേക്ക് വരും, ഞാൻ അവന് വേണ്ടി വെയിറ്റിങ്ങിലാന്നൊക്കെ പറയുമ്പം അതൊന്നും കുഴപ്പമില്ല, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ക്യാഷ് തരാം, അതുമാത്രമല്ല മ്യൂസിക് ഉണ്ട് അതുണ്ട് ഇതുണ്ട്, നീ റൂമിലേക്ക് വന്നാൽ നമുക്ക് രണ്ടും കൂടി എൻജോയ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ടെങ്കിൽ വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ പുറകിലോട്ട് മാറുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ റൂമിലേക്ക് വാ, അവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ണായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയാണ്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. നീ ഇപ്പോൾ എന്തോ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. ഇയാളെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ചീത്തയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഒരടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ട് ഇയാളെ നിർത്താതെ ഇങ്ങനെ ഒരുപാട് ഇടി ഇടിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം തന്നെ ഇയാളുടെ കുറച്ച് ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട്. ഇവരെ കണ്ട പാടെ തന്നെ ഇവർ രണ്ടുപേരും അവിടെ നിന്നേക്ക് ഓടുന്നുണ്ട് കേട്ടോ. ഓടി ഓടി രണ്ടുപേരും കൂടി ചെന്ന് നിൽക്കുന്നത് വഴിയില്ലാത്തൊരു സ്ഥലത്തേക്കാണ്. അങ്ങോട്ടേക്കും പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പുറത്തൂടെ ആണെന്നുണ്ടെങ്കിൽ അവർ വരുമല്ലോ, അങ്ങോട്ടേക്ക് പോകാൻ ഇനി തുടർച്ചയായിട്ട് വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നതൊക്കെ നമ്മുടെ സൈലോന്ന് പറയുമ്പോൾ കങ്ങൺ നോക്കുമ്പോഴേ അപ്പുറത്തേക്ക് മാറിയെന്ന് രണ്ടുപേരും ഇങ്ങനെ കിസ് ചെയ്യുന്ന കാണും കേട്ടോ. അങ്ങനെ ഇവരാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമിനെ പിടിച്ച് ചങ്ങ് കിസ് ചെയ്യാണ്. അവിടേക്ക് ഈ മാർക്കിന് രണ്ടുപേരും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്ന് നോക്കുമ്പോൾ ഇവരെ കാണുന്നില്ല, ഇവരിങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവരെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇവരവിടുന്ന് പോയ പാടെ തന്നെ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ കങ്ങനെ പിടിച്ചങ്ങ് മാറ്റുന്നുണ്ട്. നീ ഇപ്പോൾ എന്തോ കാണിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അവർ കാണുമ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതൊക്കെ പോട്ടെ, കിസിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ നീ നിന്റെ സ്വന്തം വിരൽ വെച്ചിട്ടല്ലേ കിസ് ചെയ്തത്, പിന്നെ എന്തോ ചോദിക്കുന്നതൊക്കെ ചോദിക്കുമ്പം ഇവന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഓക്കെ അവർ ഇവിടുന്ന് പോയി കാണും, നമുക്കിപ്പോൾ ഇവിടുന്ന് പോകാമെന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടി അവിടുന്ന് പോകുന്നുണ്ട്. നേരെ നമ്മുടെ കങ്ങൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അവിടെ വന്നതിന് ശേഷം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയിക്കോളാം, നീ വരണ്ടെന്നൊക്കെ പറയാണ്. അതൊന്നും വേണ്ട, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തോളാം, ഞാൻ ഈ ഒരു ബാഗ് കൊണ്ടുവച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ തുറന്ന് കിടക്കുവാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ടെൻഷൻ ആവുന്നുണ്ട്. സൈലോമാന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പം നോർമലി ആരും ഇങ്ങനെ ഡോർ ലോക്ക് ചെയ്യാതെ കിടക്കത്തൊന്നുമില്ല എന്ന് പറയാണ്. ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. പിടിച്ചാണ് അകത്തേക്ക് കയറുന്നത്. ഇനി കള്ളന്മാർ വല്ല അകത്തുണ്ടോ എന്നൊക്കെ അറിയാൻ വയ്യല്ലോ. നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ. കങ്ങണാന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതോ ഞാൻ മൂവീസിലൊക്കെ ഒരുപാട് തവണ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ കണ്ടിട്ടുള്ളതാണ്, എനിക്ക് ആകെപ്പാട് പേടിയാവുമെന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കറക്റ്റ് ടൈം തന്നെ നമ്മുടെ പിൻഫേം മാക്സും നവയും കൂടി ചേർന്നിട്ട് അവിടുത്തെ ലൈറ്റ് ഇടുന്നുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവന്മാരാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ട് പേടിച്ചിട്ട് രണ്ടുപേരും പരസ്പരം കൈ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കങ്ങണാന്നുണ്ടെങ്കിൽ ബോധം വന്നിട്ട് പെട്ടെന്ന് കൈ നിന്നൊക്കെ പിടുത്തം വിടുന്നുണ്ട്. നിങ്ങളെന്താ കേസ് ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പം ഇവളാന്നുണ്ടെങ്കിൽ ആദ്യം നീ ഒരു ക്യാൻഡിലൊക്കെ അണയ്ക്കാൻ വേണ്ടി നോക്കാൻ പറയാണ്. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിലൊക്കെ ഊതിക്കെടുത്തുന്നുണ്ട്. നവയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമേ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് വൈകിട്ട് എങ്ങനെ ഈ ഒരു പാർട്ടി നടത്താമെന്ന്. പക്ഷേ അപ്പോഴേക്കും നീ ബിസിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഞങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നീ സൈലമിൻ്റെ കൂടെ പുറത്തേക്കൊക്കെ പോകുന്നതെന്ന്. ഇവനാന്നുണ്ടെങ്കിൽ ഡ്രസ്സിലേക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും എന്താ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് എന്തോ കഥയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയ കഥയാണ്, ഇപ്പോഴൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറയാണ്. എന്നാൽ പിന്നെ ഓക്കെ ഞങ്ങൾ പോയി ചെന്ന് നിനക്കുള്ള ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ചെന്ന് ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാക്സാന്നുണ്ടെങ്കിൽ ഇവന് വേണ്ടിയിട്ട് UK നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാമറയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. നവയാന്നുണ്ടെങ്കിൽ ഭയങ്കര കൂടിയൊരു ജേഴ്സി കേട്ടോ, ഏതാണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ജേഴ്സി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പിൻഫയാന്നുണ്ടെങ്കിൽ അവളുടെ കൈ കൊണ്ട് വരച്ച നമ്മുടെ കങ്ങൻ്റെ പിക്ചറാണ് കേട്ടോ. ഇത് കൊണ്ടുകൊടുത്ത പാടെ തന്നെ നമ്മുടെ കങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അന്നേരം നമ്മുടെ നവയാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ നിന്റെ ട്യൂട്ടറായിട്ടുള്ള സൈലോമിൻ്റെ അടുത്തൊന്നും ഗിഫ്റ്റൊന്നും ഇല്ലേ, എന്ത് ഗിഫ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ. പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ടേ വരത്തുള്ളായിരുന്നു. ഇപ്പം എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് പറയാൻ ഇവൻ്റെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ കങ്ങൻ വാ പുറത്തേക്ക് വാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. ഇവരെല്ലാവരും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്ങനാന്നുണ്ടെങ്കിൽ പുറയിലേക്ക് ചെല്ലുന്നുണ്ട്. പുറത്തേക്ക് വന്ന പാടെ തന്നെ ഷീറ്റൊക്കെ മാറ്റിയിട്ട് സർപ്രൈസ് എന്ന് പറയാണ് കേട്ടോ. ഇവനുള്ള ബൈക്കാണത്. ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ കങ്ങനാന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ സൈലവും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പായിരുന്നല്ലോ നമ്മുടെ കങ്ങൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് എൻ്റെ അച്ഛൻ വിചാരിച്ച് വെച്ചേക്കുന്നത്. എൻ്റെ അച്ഛനെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ മാക്സ് ആണെന്നുണ്ടെങ്കിൽ അയ്യോ ഇത് നല്ല സൂപ്പറായിട്ടുള്ള ബൈക്കാണല്ലോ, കൊള്ളാലോ, നിൻ്റെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ചുറ്റി കിടന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെ നവയാന്നുണ്ടെങ്കിൽ പക്ഷേ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിഡ് ടേം എക്സാം പാസ്സാക്കി മാത്രമേ ഈ ഒരു ബൈക്ക് വാങ്ങിച്ചു തരത്തുള്ളൂ എന്ന്. അതിന് ഇവൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ മോനല്ലേ, എനിക്ക് അത്രയും ടൈമൊന്നും ഇവനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിലേക്ക് ആ ഒരു കീ കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മോഡലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി മൂഡ് ഔട്ടായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ കങ്കണ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇപ്പം ഇതേ ഒരു വിഷമത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടി തന്നെ കങ്കണാന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലിങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ വന്നിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഒരു ഗിറ്റാറും കയ്യിലൊരു കവർ കേട്ടോ അതും പിടിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ സോങ്ങും പാടിക്കൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അടുത്തേക്ക് വന്ന പാടെ തന്നെ ഇതാ നോക്കിയേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ കൊണ്ടുവന്നേക്കുന്നത്, ഇതാ നോക്കിയാൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതിലേക്കൊരു ക്യാൻഡിൽ വെച്ചിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. ഇവനാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഊതാൻ വേണ്ടി പോകുമ്പം അങ്ങനെയൊന്നും ചെയ്യില്ലേ, ആദ്യമേ നീ വിഷ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ വിഷ് ചെയ്യണോ, എന്തൊരു ഡിമാൻഡൊക്കെ ആണെന്ന് പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ വിഷ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയണം. അങ്ങനെ ഇവനും വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിഷ് ചെയ്ത പാടെ തന്നെ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ എന്താ നീ വിഷ് ചെയ്തതെന്ന് ചോദിക്കുമ്പം വിഷ് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ ഉറക്കെ പറയാൻ പറ്റുമോ, ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിലാന്നുണ്ടെങ്കിൽ ഊതിക്കെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു കേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കി ഈ ഒരു കേക്കാന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്, നിൻ്റെ ഫാമിലിയോട് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു, പിന്നെ ഈ ഒരു ഗിറ്റാറിന് ഞാൻ ചോദിച്ചപ്പം അതും എടുത്തോളാൻ പറഞ്ഞെന്ന് പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ കൊള്ളാലോ നീ ആള് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സാധനം എടുത്തല്ലേ എന്ന് ചോദിക്കുമ്പം അതിനിപ്പോൾ എന്താ കുഴപ്പം, സത്യമാണ് നീ എൻ്റെ അടുത്ത് താങ്ക്സ് പറയണം, ഞാനിതൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സൈലോമിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഇവൻ്റെ അടുത്ത് ചോദിക്കണോ വേണ്ടേ എന്നുള്ള മട്ടിരിക്കുകയാണ്. ഫൈനലി ഇവൻ ചോദിക്കുവാണ്, അത് പിന്നെ കങ്കൺ നിൻ്റെ അച്ഛനാന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നില്ലേ, നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതാണോ, അതിപ്പോൾ എനിക്ക് പഴക്കമായിട്ടുള്ള കാര്യമാണ്, എൻ്റെ അമ്മ മരിച്ചു പോയതിന് ശേഷമല്ലേ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറുന്നത്, സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ആ ഒരു ബൈക്കിൻ്റെ കീ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് പറയാണ് ഇപ്പം നോക്കിയേ ഇതും അതിൻ്റെ ഒരു അടയാളം മാത്രമാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ മടുത്ത് തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പോയാലും ശരി തന്നെ എൻ്റെ അച്ഛൻ ഒരിക്കലും അതിനൊന്നും സമ്മതിച്ചിട്ടില്ല, ഞാൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റാതെ ആ ഒരു ബൈക്കിൻ്റെ കീ എടുത്ത് എറിയാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് കങ്ങൺ അങ്ങനെയൊന്നും ചെയ്യില്ലേ എന്ന് പറയണേ. ഇവനാന്നുണ്ടെങ്കിൽ എന്നെ വിടുന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബൈക്കിലല്ല നിൻ്റെ ലൈഫ് ഇരിക്കുന്നത്, ഈ ഒരു ബൈക്ക് കാരണം നിൻ്റെ ലൈഫാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്പോയിലാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബൈക്കിൻ്റെ കീ എറിയാനൊന്നും ഇവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. കങ്ങണാന്നുണ്ടെങ്കിൽ ആ ഒരു കീ എടുത്ത് എറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിവലിക്ക് ഒടുവിൽ രണ്ടുപേരും കൂടി അങ്ങ് സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീഴുന്നു. കങ്ങണാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നീ ഇപ്പം എന്തോ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ കങ്കൺ നിൻ്റെ മനസ്സിൽ ഇപ്പം നീ ആർക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്ന ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് വേണ്ടി പഠിക്കാൻ പറയാണ്. ഇതും പറഞ്ഞിട്ട് കുറച്ച് നേരം ഇവനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവൻ്റെ ആ ഒരു വോയിസ് ആണെന്നുണ്ടെങ്കിൽ റേസ് ചെയ്യാതെ പതിയെ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് പ്ലീസ് കങ്കൺ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, നീ എനിക്ക് വേണ്ടി പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ പോയി ചെന്ന് ഇവനെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് തീരുകയാണ്. പിന്നീടുള്ള ഒരു സൈഡ് സ്റ്റോറിയാണ്. സൈഡ് സ്റ്റോറിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ കങ്കൻ്റെ ബൈക്ക് പ്രസൻറ്റേഷനായിട്ട് കൊടുത്തേപ്പുണ്ടായിരുന്നല്ലോ. അതിനുശേഷം നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് വരാം, നീ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യ്, വന്നിട്ട് ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറയാണ്. നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ആ ഒരു വീട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട് കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ നോക്കുമ്പം ഒരു ഫോട്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ്. അത് നമ്മുടെ കങ്കൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ് കേട്ടോ. അന്നേരം ഇവനിങ്ങനെ ആലോചിക്കുന്നത് ഇവനിങ്ങനെ കുട്ടി സൈലോമായിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ കാറിൽ ഇങ്ങനെ വരുവാണ്. നമ്മുടെ കങ്കൻ്റെ അമ്മയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. തൊട്ടിപ്പുറത്തെ സീറ്റിൽ തന്നെ നമ്മുടെ കങ്കൺ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും സൈലോമാന്നുണ്ടെങ്കിൽ ഓക്കെ ആൻറ്റി ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയാണ്. അന്നേരം ഇവൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഇവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പം ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് ഇവൻ അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. തൊട്ടുപുറത്ത് തന്നെ നമ്മുടെ കങ്ങണും ഇറങ്ങുന്നുണ്ട്. ഒന്നവിടെ നിന്നേ, നീ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും പനി പിടിക്കും, ഒരു കാര്യം ചെയ്യ് എൻ്റെ അംബ്രല്ല എടുത്തോളാൻ പറയാണ്. ഇതും പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു അംബ്രല്ല കൊടുക്കുന്നുണ്ട്. ഇവനത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഈ കങ്ങണാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 2 അംബ്രല്ല ഉണ്ട്, നീ ഇത് വെച്ചോളാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു അംബ്രല്ല നൂത്ത് പിടിച്ചിട്ട് ഇവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ സൈലോമ ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. നമ്മുടെ
നമ്മുടെ കങ്കണിന് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. സൈലോമിന് മാത്രമാണ് ഇതിനെ പറ്റിയൊക്കെ അറിയാവുന്നുള്ളത്. നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ മറ്റേ VR എന്ന് പറഞ്ഞൊരു ഗെയിമില്ലേ, കണ്ണിലേക്ക് ഒരു 3D ഗ്ലാസ് മാതിരിയുള്ള സംഭവമൊക്കെ വെച്ചിട്ട് കൈ 2 സംഭവം വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ ആക്കുന്ന അതേമാതിരിയുള്ള സംഭവം കേട്ടോ. അങ്ങനെയുള്ള സംഭവം അവന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വെപ്രാളത്തിലാണ് കേട്ടോ അവന്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സൈലോം വിളിക്കുന്നുണ്ട്, നീ ഒരു കെമിസ്ട്രിയുടെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത് തീർന്നോ, നമുക്ക് അവിടെ കൂടെ ഒരുമിച്ച് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് നോക്കാം, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്ത പാടെ തന്നെ മറ്റേ കൈ വെക്കുന്ന സംഭവമില്ലേ, ആ ഒരു സംഭവം കാണുന്നില്ല കേട്ടോ. അതിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ മറ്റേ ഗ്രാൻഡ്മയാണ് കേട്ടോ കാണുന്നത്. ഗ്രാൻഡ്മയെ കണ്ട പാടെ തന്നെ ഗ്രാൻഡ്മ എപ്പോഴാണ് ഇവിടെ വന്നിരുന്നത് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ്മ എന്നുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് പറയാം കേട്ടോ. അന്നേരം ഇവരാന്നുണ്ടെങ്കിൽ എന്ത് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആ ഒരു സീൻ അവിടെ കട്ടാവും കേട്ടോ. പിന്നത്തെ സീന് കാണിക്കുന്നത് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ കങ്കൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. വന്ന പാടെ തന്നെ കങ്കൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇന്ന് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന്. എന്നിട്ട് അവൻ തന്നെ സ്വന്തമായിട്ട് പറയുന്നുണ്ട്, ചോദ്യം ഒന്നും ചോദിക്കാൻ പാടില്ലല്ലോ, വാ അകത്തേക്ക് വാന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ആ ഒരു കെമിസ്ട്രിയുടെ അസൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ കങ്കണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്നുണ്ട്. ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. സൈലോമിനാന്നുണ്ടെങ്കിൽ നീ എപ്പോഴാണ് ഇത് ചെയ്തത്, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിലുള്ള ഒരു ഫുട്ബോളിൻ്റെ മതിലുള്ള പെൻ ഡ്രൈവ് കേട്ടോ അതെടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവനാന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെക്ക് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ സൈലോമിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. അന്നേരമാണ് ഗ്രാൻഡ്മയായിട്ട് എന്തോ സംസാരിച്ചുള്ളതെന്ന് കാണിക്കുന്നത്. ഗ്രാൻഡ്മയാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ സൈലോമായിട്ട് പഠിക്കുന്നൊന്നുമില്ല ഇപ്പോഴ്, അവനാന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ കാര്യം പറയുന്ന കേട്ടെന്നുള്ളത് പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ എനിക്കതൊന്നും പറ്റത്തില്ല എന്ന് പറയാണ്. സോ അങ്ങനാന്നുണ്ടെങ്കിൽ ഒരിക്കലും സൈലോമിനെ കൊണ്ട് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലേ എന്ന് പറയണേ. അതിന് ഇവനാന്നുണ്ടെങ്കിൽ സൈലോം എന്തിനാ എന്നെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയാണ്. എന്നാൽ പിന്നെ ഓക്കെ, നമുക്കൊരു ഡീല് വെക്കാം. ഈ ഒരു മിഡ് ടൈം എക്സാമിന് നീ ഫുള്ളായിട്ട് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ട്യൂട്ടറിനെ ഞാൻ മാറ്റും, സൈലോമിനെ ഈ ഒരു ജോലിയിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കടുത്ത തീരുമാനമായിപ്പോൾ എന്ന് പറയാണ്. ഇപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ സൈലോമിൻ്റെ അടുത്ത് ചോദിക്കുന്നു, സൈലോം ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, നീ എന്നെ ട്യൂഷൻ എടുക്കുകയും ചെയ്യുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സ് ഇല്ലേ അവർക്കൊക്കെ നീ എങ്ങനെ ക്യാഷ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ സൈലോം ഇങ്ങനെ കുറച്ച് നേരം ആലോചിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതൊരു ആകാംക്ഷയുടെ പുറത്ത് ചോദിച്ചതെന്ന് പറയാണ്. എന്നാൽ പിന്നെ നീ കേട്ടോ, ചിലപ്പം കൊടുക്കും ചിലപ്പം കൊടുക്കത്തില്ല, അതൊക്കെ എൻ്റെ ബ്രദറിൻ്റെ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൊടുക്കാത്ത മാസത്തിലാണെന്നുണ്ടെങ്കിൽ അന്ന് നീ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ എന്നെ പണിഷ് ചെയ്യുന്നത്, അതേപോലെ ഉണ്ടാവും എന്ന് പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ അങ്ങ് ഒരുമാതിരി ആവുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ അത് ചോദിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം ഇവനൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കൻ്റെ ശ്രദ്ധ അങ്ങ് മാറിപ്പോവാണ്ടോ. അവനാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു VR എന്ന് പറഞ്ഞ ഗെയിമില്ലേ അതിനകത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാണ്ടോ. ഇത് കണ്ടപാടം തന്നെ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ കങ്കൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അവൻ പെട്ടെന്ന് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ആ ഒരു സ്ഥാനത്തിലേക്ക് നോക്കിയിട്ട് പോലില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗെയിം കളിക്കേ വേണ്ടെന്ന് പറയാണ്. അന്നേരം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അതിനെ പറ്റിയിട്ടെന്ന്. എന്നിട്ട് നമ്മൾ ഉണ്ടായിരുന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ഇരിക്കുന്ന സാധനമല്ലേ ആ ഒരു സാധനത്തിൻ്റെ പേരല്ലേ VR എന്ന് പറയാണ്. അന്ന് നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ആണെന്ന് പറയാണ്. അന്ന് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഇത് കേൾക്കാൻ കാത്തിരുന്ന പോലെ കേട്ടോ. നീ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് നേരെ പിടിച്ചോണ്ട് ഒരു ആ ഒരു ഗെയിം കളിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം മ്യൂസിക് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് ഇവരുടെ ആ ഒരു എക്സാമിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളാണ് കാണിക്കുന്നത്. കങ്കണാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ രണ്ടുപേരും ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കുന്നത്, പിന്നെ കങ്കണ ഉറങ്ങുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പതപ്പിച്ച് കൊടുക്കുന്നത്, അങ്ങനെ ഇവർ തമ്മിലുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള മൂമെൻറ്റ്സ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ശേഷം ഫൈനലി ആ ഒരു എക്സാമിൻ്റെ തലേ ദിവസമാണ് കാണിക്കുന്നത്. നൈറ്റാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കറണ്ടും പോകുന്നുണ്ട്. കറണ്ട് പോയ പാടെ തന്നെ നമ്മളെ കങ്കണാന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് അയ്യോ എൻ്റെ ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ചാർജും ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ സൈലോമാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്കപ്പ് പവറോ എല്ലാം കാണുമെന്ന്, അതിന് ഇവനാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തുകൂടെ, സോളാർ എനർജി വല്ല ഉപയോഗിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അത് നല്ല ഐഡിയ ആണ്, അത് ഞാൻ എന്തായാലും ചെയ്യുമെന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റർനാഷണൽ ന്യൂസിലാണെന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നു അവരാണെന്നുണ്ടെങ്കിൽ വിൻമില്ല് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ പക്ഷെ അതെങ്ങനെ വർക്കാവും എന്ന് പറയണം. അതിന് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഒരു എസ്സേ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വിൻഡിൽ നിന്ന് വരുന്ന ആ ഒരു കൈനക്റ്റിക് എനർജി ഉപയോഗിച്ചിട്ട് വിൻമില്ല് സ്പിൻ ചെയ്യും. അപ്പോൾ കൈനക്റ്റിക് എനർജി കൺവേർട്ട് ആയിട്ട് മെക്കാനിക് എനർജി ഉണ്ടാവും. അതിനുശേഷം മെക്കാനിക് എനർജി കൺവേർട്ട് ആയിട്ട് ഇലക്ട്രിസിറ്റി പവർ ആവും. എത്രത്തോളം ഇലക്ട്രിസിറ്റി ഉണ്ടാവും എന്നത് വിൻഡിന്റെ വോളിയത്തെയും സ്പീഡിനെയും
ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നൊക്കെ പറയാണ്. പണ്ട് 9ലും 10ലൊക്കെ പഠിക്കാനുണ്ടായിരുന്ന ടൈമിൽ മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണ് കേട്ടോ എനിക്കിപ്പോൾ ഈ ഒരു പണി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇരുന്ന് കാണാപ്പാഠം പഠിക്കേണ്ട അവസ്ഥയാണ്. ഈ സൈലമിന് വേറെ പണിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് കേട്ട പാടെ തന്നെ നമ്മളെ കങ്ങണാന്നുണ്ടെങ്കിൽ തലയിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അവനാന്നുണ്ടെങ്കിൽ എന്തോ ഈ കൈനറ്റിക് എനർജി എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ വിൻമില്ലിന് എനർജി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വിൻഡ് കൂടിയേ തീരത്തുള്ളൂ എന്ന് പറയണ്ടോ. അതിന് നമ്മുടെ കങ്ങണാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ വിൻഡ് ഇല്ലാതെ വിൻമില്ലിന് പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട പാടെ തന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കണ്ണും കണ്ടും നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ആ നീവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാം ബാക്കിയുള്ളവൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാന്ന് പറയുക ഈ ഒരു തിയറി പഠിച്ചെടുത്ത് പറയുന്നത്. അങ്ങനെ പരസ്പരം കണ്ണും കണ്ണൊക്കെ നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. വിൻമില്ലിനാന്നുണ്ടെങ്കിൽ വിൻഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് പരസ്പരം രണ്ടുപേർക്കും ഒരുമാതിരി ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിയുന്നുണ്ട് കേട്ടോ. സൈലോമാന്നുണ്ടെങ്കിൽ നിനക്ക് ഇനി വല്ല ക്വസ്റ്റ്യൻസ് വല്ലതും ചോദിക്കാണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കാണിച്ചിട്ട് ഇതുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ എന്താ പിന്നെ നീ ഏതൊക്കെ തനിച്ചങ്ങ് ചെയ്തോളം പറയാണ്. അന്നത്തെ ദിവസത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷം കങ്കണാന്നുണ്ടെങ്കിൽ സൈലോമിനെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വരുവാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഇറങ്ങിയ പാടെ തന്നെ കങ്കൺ നാളത്തെ എക്സാം നന്നായിട്ട് തന്നെ എഴുതണമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും കങ്കണാന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് നിർത്തിയിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞോളാം പറയാം കേട്ടോ. കങ്കണാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. ഇവൻ്റെ അടുത്ത് എങ്ങനെ പറയണം എന്നൊന്നും അവനെ അറിയത്തില്ല. ആ ഒരു എക്സ്പ്രഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അത് എൻ്റെ അടുത്ത് ഗ്രാൻഡ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിഡ് ടൈം എക്സാമിന് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ഈ ഒരു ട്യൂട്ടെന്നുള്ള ജോലിയിൽ നിന്ന് നിന്നെ ഹയർ ചെയ്യുന്നു. ഇത് കേട്ട പാടെ തന്നെ സൈലോം പറയുന്നുണ്ട് ഇതെനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. നോർമലി എല്ലാ പാരൻസും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നിനക്ക് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ടാണ് എൻ്റെ മേൽ പ്രഷർ ചെലുത്താതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായാലും ശരിയാണ്. നിനക്ക് പഠിക്കണമെന്ന് തോന്നിയല്ലേ നീ പഠിക്കത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാത്രം നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഓക്കെ നീ നാളത്തെ എക്സാം നന്നായിട്ട് എഴുതുമെന്ന് പറഞ്ഞിട്ട് ഇവനവിടുന്ന് പോകുന്നുണ്ട്. കങ്ങണ്ണെ ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഫീൽ ചെയ്തിട്ട് അവനത് നിൽക്കുകയാണ് കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കിടക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവനിങ്ങനെ ആലോചിക്കുന്ന ഗ്രാൻഡ്മ പറഞ്ഞ കാര്യമാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിഡ് ടൈം എക്സാമിന് ഇവൻ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സൈലോമിനെ ഇവൻ്റെ ആ ഒരു ട്യൂട്ടർ എന്നുള്ള രീതിയിൽ നിന്ന് ഹയർ ചെയ്യുന്നൊക്കെ. മാത്രമല്ല നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കങ്കണ നീ എനിക്ക് വേണ്ടിയിട്ട് പഠിക്കണമെന്നൊക്കെ. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ മാറി തിരിഞ്ഞും ആലോചിക്കുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കങ്കണ്ണ നോട്ടമില്ലേ കങ്കണ്ണ നോട്ടം പിന്നെ നമ്മുടെ ജൂങ്ങിൻ്റെ നോട്ടം പിന്നെ നമ്മുടെ ലോസ് ഓഫ് അട്രാക്ഷൻ അതിനകത്തുള്ള വക്കീലില്ലേ വക്കീലിൻ്റെ നോട്ടം ഇവരുടെ മൂന്നുപേരുടെയൊക്കെ ഏകദേശം ഒരേപോലെ നോട്ടമല്ലേ. നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആഴത്തി ഇങ്ങനെ തറയ്ക്കുന്ന മാതിരിയുള്ള നോട്ടം. ഇവരെ മൂന്നുപേരെ വേണമെങ്കിൽ നമുക്ക് ഐക്യല്ലേഴ്സ് എന്ന് വിളിക്കാം കേട്ടോ. കാരണം ആ ഒരു നോട്ടം മതി കേട്ടോ. ആ ഒരു നോട്ടത്തിൽ തന്നെ നമ്മൾ വീണു. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിലാണ് കാണിക്കുന്നത്. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ അന്നേരം അവൻ്റെ ആ ഒരു വിഷമം മാറിയിട്ടില്ല കേട്ടോ. അവനിങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുകയാണ്. അവൻ്റെ അടുത്തേക്ക് നമ്മുടെ മാത്സ് നവ്യം വരുന്നുണ്ട്. വന്ന പാടെ തന്നെ സൈലോം നിന്നെ എന്തായാലും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ പിന്നെ നിനക്ക് ഒരിക്കലും കോപ്പിയുടെ ആവശ്യമില്ലല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നിൻ്റെ വല്ല കോപ്പി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കൂടി തരാൻ പറയാണ്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അതിന് നമ്മളെല്ലാവരും ഒരേ ക്ലാസ് റൂമിലല്ലല്ലോ വേറെ വേറെ ക്ലാസ് റൂമിലല്ലേ എന്ന് പറയാണ്. അന്നേരം അവിടെ രണ്ട് മണ്ടന്മാർക്ക് മനസ്സിലാവുന്നത് അവരൊക്കെ വേറെ വേറെ ക്ലാസ് റൂമിലാന്നുള്ള കാര്യം. കങ്കണാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ ക്ലാസ് റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവയും ഗൈനയാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യം കയറും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. തൊട്ട് പുറേ തന്നെ ടീച്ചർ വരുന്നുണ്ട് കേട്ടോ. ടീച്ചർ വന്ന പാടെ തന്നെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ടോ എനിക്കിപ്പോൾ അകത്തേക്ക് കയറി പോകണം. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഇത് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എക്സാം നടക്കുവാണ്. എക്സാം എഴുതിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ അന്നേരം ഇങ്ങനെ ഒരുമാതിരി നെർവസായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇത് കണ്ടപാടെ നമ്മൾ സൈലോമാന്നുണ്ടെങ്കിൽ പേപ്പറൊക്കെ കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് എറേസറിനകത്ത് ട്രസ്റ്റ് മീ യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടപാടെ തന്നെ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എനർജി ഫീൽ ചെയ്യാനുണ്ടാവും. അന്നേരം തന്നെ അവൻ അതൊക്കെ എഴുതിയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. നമ്മുടെ മാത്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ചെന്ന് എൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നോക്കാമെന്നൊക്കെ പറയാണ്. അന്നേരം ആദ്യം നോക്കുന്നത് നമ്മുടെ കങ്കൻ്റെ റിസൾട്ടാണ്. കങ്കൻ്റെ റിസൾട്ട് കണ്ടപാടെ തന്നെ നോക്കിയാൽ നീ എല്ലാ സബ്ജക്റ്റിനും പാസ്സായിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ കങ്കനാന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നമ്മളെ നവയാന്നുണ്ടെങ്കിൽ നീ എവിടെ നോക്കിയിട്ടാണ് ഈ പറയുന്നത് നോക്കി അവനാന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട പാടെ നമ്മുടെ കങ്കൻ്റെ ഫേസ് അങ്ങ് ഡള്ളാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാത്സ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈലോമിന് നിന്നെ വന്ന് ട്യൂഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് പാട്ട് നടത്താമെന്നൊക്കെ പറയാണ്. അതിന് നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ വരുന്നില്ല ഇപ്പം നോക്കിയാൽ മഴയൊക്കെ പെയ്യാൻ വേണ്ടി പോകുമെന്ന് പറയാണ്. പിന്നെ ബസ് സ്റ്റോപ്പിലാണ് കാണിക്കുന്നത്. ബസ് സ്റ്റോപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോം ഇങ്ങനെ ബസ് കാത്തിരിക്കുകയാണ് കേട്ടോ. അവിടേക്ക് നമ്മുടെ കങ്കണം വരും കേട്ടോ. കങ്കണ കണ്ടാൽ പാടെ തന്നെ നീ എന്താ ഇവിടെ നീ ബസ് കാത്തിരിക്കാൻ പോകണോ നീ ഇനി ബസ്സിൽ വരുമെന്ന് മാത്രം എൻ്റെ അടുത്ത് പറയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ലില്ല ഞാൻ എൻ്റെ ഡ്രൈവറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല രീതിയിൽ
തന്നെ മഴ പെയ്യുന്നില്ലേ, സോ ഞാൻ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല എനിക്ക് സ്നാക്സ് വാങ്ങിക്കണമെന്നൊക്കെ പറയാം കേട്ടോ. ഇവനാന്നുണ്ടെങ്കിൽ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കങ്കൺ നിൻ്റെ റിസൾട്ട് വന്നില്ലേ, എന്താ റിസൾട്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നും മടിക്കുന്നുണ്ട് കേട്ടോ. മടിച്ചിട്ട് പറയുന്നുണ്ട് അത് ഞാനൊരു സബ്ജക്റ്റിന് ഫെയിലായി പോയെന്ന്. ഇത് കേട്ട പാടെ തന്നെ സൈലോമിൻ്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഡള്ളാവുന്നുണ്ട്. ഇവനിങ്ങനെ ഡള്ളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കങ്കണും ഡള്ളാവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ സൈലാമെന്നുണ്ടെങ്കിൽ ക്യാഷ്വലായിട്ട് ഇത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണല്ലോ, നോർമലി നീ എല്ലാ സബ്ജക്റ്റിനും ഫെയിൽ ആവാറില്ലേ, ഇപ്പോൾ നോക്കി ഒരു സബ്ജക്റ്റിനല്ലേ ഫെയിൽ ആയിട്ടുള്ളൂ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണേ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ പക്ഷേ നിൻ്റെ കാര്യം എന്ന് പറയണേ, എൻ്റെ കാര്യം എന്താ കുഴപ്പം, ഒരു ജോലി പോയാൽ വേറൊരു ജോലി കിട്ടും, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. വെയിറ്റ്, നീ ഇനിയിപ്പോൾ എന്നെ പറ്റി ആലോചിച്ചിട്ട് വല്ല സങ്കടപ്പെടുകയും ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ഞാനോ ഇല്ല, ഞാൻ ജസ്റ്റ് പൊളൈറ്റായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ, അതൊക്കെ പോട്ടെ, ഇതാ മഴ വരാൻ പോലെ, ഇതെൻ്റെ ഫേവറേറ്റ് കുടയാണ്, എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 2 ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരെണ്ണം ആർക്കാണ് കൊടുത്തതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്ന് പറയണേ. എന്നിട്ട് നമ്മുടെ സൈലാമെന്നുണ്ടെങ്കിൽ ആ ഒരു കുട വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. വാങ്ങിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആക്ച്വലി ആ ഒരു കുട വാങ്ങിച്ചത് ആരാന്നറിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ബസ് വരുന്നുണ്ട് കേട്ടോ. ബസ് കണ്ട പാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ കങ്കണ എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, എനിക്കവിടെ ബസ് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ബസ് കയറി പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ബസ്സിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കൻ്റെ അടുത്ത് എത്ര കാഷ്വലായിട്ട് സംസാരിച്ചാലും ശരി തന്നെ അവൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. അവനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നു വരുമ്പോഴും ആലോചിക്കുന്നത് കങ്കൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം ഇങ്ങനെ പഠിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞതും ഇവനിങ്ങനെ കൈ പിടിച്ച് ഹഗ് ചെയ്യിപ്പിക്കുന്ന കാര്യവും എക്സാമിൻ്റെ തലേദിവസം ഇവനെ കൊണ്ടുവിടാൻ വേണ്ടി വരുമ്പോഴത്തേക്കും എൻ്റെ ഗ്രാൻഡ്മ പറഞ്ഞ കാര്യങ്ങൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞതും പിന്നെ ബസ് സ്റ്റോപ്പിൽ വെച്ചാന്നുണ്ടെങ്കിൽ നിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റിന് ഫെയിലായെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇപ്പോൾ ആലോചിച്ചിട്ട് ഇവനെ ആകപ്പാട് വിഷമിച്ച് നടന്നു വരുവാണ് കേട്ടോ. അങ്ങനെ ഇവൻ വീട്ടിലേക്ക് വന്ന് ഡ്രോയർ തുറന്നിട്ട് പണ്ടാന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കൺ സൈലോമിനെ അടുത്ത് കുടയില്ലേ അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കങ്കണാന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ മഴ അണിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിനക്ക് ഉറപ്പായിട്ടും പനി പിടിക്കും, എൻ്റെ കയ്യിലാന്നുണ്ടെങ്കിൽ 2 അംബ്രല്ല ഉണ്ട്, നീ ഒരു കാര്യം ചെയ്ത് എടുത്തോളാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടി പോകുന്നില്ലേ. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇവന് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഇവൻ്റെ ബ്രദർ അവിടേക്ക് വരുന്നുണ്ട്. വന്ന പാടെ തന്നെ നിൻ്റെ ഫേസ് കണ്ടിട്ട് നിനക്ക് ഹാർട്ട് ബ്രോക്കൺ ആയെന്ന് തോന്നുമല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ഹാർട്ട് ബ്രോക്കൺ ഒന്നും ആയിട്ടില്ല, എൻ്റെ ജോലി പോയി, എനിക്കിനി കങ്ങനെ പഠിപ്പിച്ചിട്ട് അതിനകത്തു നിന്നുള്ള ക്യാഷ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അതിന് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയാണ്, അവരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ പഠിച്ച് പാസ്സാവുന്ന കാര്യം വളരെയധികം കഷ്ടത്തിലുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ നോക്ക്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. അങ്ങനെ പിറ്റേ ദിവസം ക്യാൻറ്റീനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈയും ഓട്ടോയും സൈലോമും കൂടി ചേർന്നിട്ട് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ സൈലോമിൻ്റെ അടുത്ത് ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും നിൻ്റെ ജോലി പോയില്ലേ, നീ എൻ്റെ കൂടെ വന്നിട്ട് ആ ഒരു ക്രിപ്റ്റോയിൽ ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ എന്ന് പറയുന്നത് നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, അത് മാത്രമല്ല നിനക്ക് തോന്നുന്നുണ്ടോ അത്രയധികം ക്യാഷൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന്. നമ്മുടെ ഓട്ടോ എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യാമെന്ന് പറയാം കേട്ടോ. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ഓട്ടോ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡിൻ്റെ പൈസ കൊടുക്കാൻ പറയാം കേട്ടോ. 30 ബാത്തായിട്ടാണെന്ന് പറയണേ. ഇവൻ്റെ അന്നേരമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു 30 ബാത്ത് വന്ന് സഹായിക്കുമെന്ന് പറയണേ. അന്നേരം നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു 30 ബാത്ത് എടുക്കാനില്ലാത്ത നീയാണോ ക്രിപ്റ്റോയിലേക്ക് ഇവനെ ജോയിൻ ചെയ്യാൻ പറയുന്നത്, നിനക്കെന്താ ബുദ്ധിയൊന്നും ഇല്ലേ എന്നൊക്കെ പറയാണ്. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ അവിടേക്ക് നമ്മുടെ കങ്കണൻ ടീം വരുന്നുണ്ട്. കങ്കണാന്നുണ്ടെങ്കിൽ സൈലോമിനെ തന്നെ നോക്കി നിന്നിട്ട് എനിക്കിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ തോന്നില്ല, നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പാട്ടിന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ കങ്കണൻ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തുവാടേ ഇത്, നിങ്ങൾ ഓൾറെഡി ലമ്മിലൊന്നും വീണിട്ടില്ലല്ലോ, ഒരുമാതിരി ബ്രേക്കപ്പ് ചെയ്ത ഫീലിങ്സ് ആണ് കേട്ടോ നമുക്ക് തരുന്നത്. ക്ലാസ് റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കൻ്റെ ടീമാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, സൈലോമിൻ്റെ ടീമാണെന്നുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഇവന്മാർ അടുത്ത് അങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇവൻ്റെ ശ്രദ്ധ ഫുള്ള് നമ്മൾ സൈലോമിൻ്റെ നേർക്കാണ് കേട്ടോ. സൈലോമിൻ്റെ ശ്രദ്ധയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കൻ്റെ നേർക്കാണ്. അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ നേരെ അവൻ പോകാനുള്ള ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമിനെ തന്നെയാണ് കേട്ടോ ഓർമ്മയിലേക്ക് വരുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഇത് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മുടെ സൈലോമിൻ്റെ സിറ്റുവേഷൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ വേറൊരു പയ്യൻ അവിടേക്ക് വരുമ്പോൾ ആ കങ്കൺ എന്ന് പറഞ്ഞ് നോക്കുകയാണ്, പക്ഷേ ആ ഒരു പയ്യൻ വേറെയാണ് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ വേറൊരു പയ്യൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇവനും ഓർമ്മ വരുന്നത് ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതും എന്താ എന്നെ ഒന്ന് പഠിപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും ഓൾറെഡി ലവൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ബ്രേക്കപ്പ് ആവത്തില്ലേ, അതേമാതിരിയുള്ള സിറ്റുവേഷനാണ്. ഇപ്പോൾ അന്നത്തെ ദിവസം ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ സൈലോമാണെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂം ഇങ്ങനെ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കങ്കൻ്റെ ഒരു പെൻ ഡ്രൈവ് താഴെ കിടക്കുന്നത് കാണും കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പോകുമ്പം കറക്റ്റായിട്ട് നമ്മുടെ കങ്കൺ വന്നതങ്ങ് എടുക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ കൈ ഇങ്ങനെ ടച്ച് ചെയ്ത് ആ ഒരു പെൻ ഡ്രൈവ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ കണ്ടും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ കൈ അവിടേക്ക് വന്നിട്ട് സൈലം വാ, നിനക്ക് വേണ്ടി ഞാൻ ബബിട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിടുത്തമൊക്കെ വിട്ടിട്ട് എന്നാൽ പിന്നെ ഓക്കെ ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ. ഗൈ എന്തോ പരിപാടി ഇപ്പോൾ കാണിച്ചത്, ഇവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് അല്ലേ നീ മിസ്സാക്കി കളഞ്ഞത്. അടുത്ത ദിവസം ക്ലാസ്സിൽ നെക്സ്റ്റ് മന്ത് സ്പോർട്സ് ഡേ നടക്കാൻ വേണ്ടി പോവാണ്. സോ അത് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിൽ നിന്നായിരിക്കും. സ്പോർട്സിന് പങ്കെടുക്കുന്നവർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, അല്ലാത്തവർക്കെന്നുണ്ടെങ്കിൽ ഓർഗനൈസറായിട്ട് വർക്ക് ചെയ്യാന്ന് പറയാണ്. നമ്മുടെ ഗെയ്യും നവയാന്നുണ്ടെങ്കിൽ ഫുട്ബോൾ
കളിക്കാനാണ് എഴുതി കൊടുക്കുന്നത്. പരസ്പരം കണ്ട അവിടെ തന്നെ രണ്ടും കൂടി തുടങ്ങുന്നുണ്ട്. ആദ്യം ഞാൻ നിൻ്റെ മുഖത്തിട്ട് ഒരെണ്ണം തരും, നീ കണ്ടോ എന്നൊക്കെ പറയുമ്പം നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നീ നോക്കിക്കോ, ഇതെനിക്ക് കിട്ടിയ നല്ലൊരു ചാൻസാണ്, നിൻ്റെ മോന്തടിച്ചാൽ ശരിയാക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടേക്ക് നമ്മുടെ മാക്സ് വരുന്നുണ്ട്. മാക്സ് വന്നാൽ അവിടെ തന്നെ നവയെ പിടിച്ച് നിർത്തിയിട്ട് നോക്കുന്നവ നിൻ്റെ കൈ നോക്കേ, ഇപ്പോഴൊന്നും ഹീലായിട്ടില്ല, ഇനിയും ഒരുപാട് ടൈം എടുക്കും, നീ ഇപ്പോൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൈലോമിനെ കങ്കണ്ണയാണ് കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കാണ്ട് വന്നിരിക്കുകയാണ്. വാങ്ങിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെ ഫേസ് ഉണ്ടല്ലോ കണ്ട പാടെ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് കേട്ടോ. നിങ്ങളല്ലെങ്കിലും ക്ലാസ്മേറ്റ് അല്ലേ, പഠിപ്പിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മിണ്ടി എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഓർഗനൈസറായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും യൂണിറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യം നമ്മുടെ സൈലോമിൻ്റെ പേരാണ് പറയുന്നത്. അവനാന്നുണ്ടെങ്കിൽ കാറ്ററിംഗ് യൂണിറ്റിലാണ് കിട്ടിയപ്പോഴത്. പിന്നീട് നമ്മുടെ കങ്കൻ്റെ പേരാണ് പറയുന്നത്. കങ്കൻ്റെ പേര് പറയുമ്പോൾ തന്നെ രണ്ടുപേരും മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നുണ്ട്. ഇനി നമ്മുടെ സൈലോമിൻ്റെ കൂടെ എങ്ങാനും കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ കങ്കന് കിട്ടുന്നത് ആർട്ട് യൂണിറ്റിലാണ് കേട്ടോ. രണ്ടുപേരുടെ ഫേസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അടുത്ത ദിവസം ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഫയുടെ കാലിൽ എന്തോ പറ്റിയ കേട്ടോ. അവനെയും കൂടെ നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ആക്ച്വലി നിൻ്റെ കാലിന് ഇത് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. അതോ ആൻറ്റി ന്യൂണിയാന്നുണ്ടെങ്കിൽ ഞാൻ വീൽ ചെറിയ നേരത്ത് കട്ടിലേക്ക് കിടത്തുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാലൊന്ന് സ്ലിപ്പായി പോയി, അങ്ങനെ എന്തോ പറ്റിയാന്നൊക്കെ പറയാട്ടോ. ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ ക്യൂവിലേക്ക് നോക്കുന്നുണ്ട്. ഇവൻ്റെ നമ്പറാണെന്നുണ്ടെങ്കിൽ 89ാമത്തെ നമ്പറാണ്. അയ്യോ ഇനിയിപ്പോൾ എന്തോ ചെയ്യും, എനിക്കാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോകണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നീ ക്ലാസ്സിലേക്ക് പോയിക്കോളാൻ പറയാണ്. ഇനി ഇവനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഒരടി പോലും നടക്കാൻ പറ്റത്തില്ല, പിന്നെ നീ എന്തോ ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പം അതോ അത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മെയിൽ നേഴ്സുണ്ട്, ഞാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് അയാളെ വിളിച്ചോളാം എന്നൊക്കെ പറയാണ്. ഇവന് ആ ഓക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഓക്കെ എന്നൊക്കെ പറയാം, നീ പോയിക്കോ ക്ലാസ്സിൽ പോയിക്കോ, ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം, ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ കാലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ സൈലോമിനാണെന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓക്കെയാണ്, സേഫായിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ലേ നിൻ്റെ ബ്രദറിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്തേ ഉള്ളൂ, വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്തോന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഓട്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ബ്രദറിന് ഇപ്പോഴെങ്കിലും ജോലിക്കൊന്നും പറ്റത്തില്ലല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ വന്ന് ക്രിപ്റ്റോയിൽ ജോയിൻ ചെയ്യാൻ പറയട്ടോ. ആ തലയ്ക്ക് വേണം കൊടുത്തിട്ട് പറയാണ്, നിനക്ക് അവനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഹെൽപ്പ് ചെയ്യേണ്ടത്, നീ എന്തിനാ വെറുതെ അവനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ല അവൻ്റെ ബ്രദറിന് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, എന്നാൽ പിന്നെ എൻ്റെ കൂടെ വന്ന് ജോയിൻ ചെയ്യാനല്ലേ പറഞ്ഞോളൂ, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരിതും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. നമ്മുടെ കങ്കണാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വാഷ്റൂമാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം ഇങ്ങനെ കൈ ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമ്മുടെ കങ്കണം വന്ന് കൈ വാഷ് ചെയ്യുന്നുണ്ട്. സൈലം പെട്ടെന്ന് തിരിയുമ്പോഴാണ് കേട്ടോ നമ്മളെ കങ്കണ്ണനെ കാണുന്നത്. കങ്കണ്ണനെ കണ്ട പാടത്തെ കങ്കണാന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ നിൻ്റെ ബ്രദറിന് എന്തോ വയ്യാന്ന്, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ ബ്രദറിനെ അല്ല ഉദ്ദേശിച്ചത്, നിന്നെ ഉദ്ദേശിച്ചത്, നീ ഓക്കെ അല്ലേ, ഇപ്പോഴെങ്ങും നിൻ്റെ ബ്രദറിന് എന്തായാലും വർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെപ്റ്റേഴ്സിന് നീ എങ്ങനെ ക്യാഷ് കൊടുക്കുമെന്നൊക്കെ പറയുമ്പം ഇവനാന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, എന്തായാലും നിന്നെ പഠിപ്പിച്ച വകയിൽ എൻ്റെ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട്, ഞാൻ അത് വെച്ച് എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകാണ്ട് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കാല് സ്ലിപ്പായിട്ട് നേരെ നമ്മുടെ കങ്കൻ്റെ മേത്തേക്ക് വന്ന് വീഴുവാണ്. കങ്കണാന്നുണ്ടെങ്കിൽ ഇവനെ പിടിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ചിട്ട് എന്താ അതുപോലെ തന്നെ രണ്ടുപേരും ഇങ്ങനെ കണ്ണും നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് അടുത്ത് പറഞ്ഞിട്ട് നിന്നെ സഹായിക്കാൻ പറയട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുറത്ത് നിന്നാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോൻ്റെ ഫ്രണ്ട്സ് നിൻ്റെ കൈ എഴുതാൻ തന്നെയല്ലേ നീ അവിടേക്ക് പോയിട്ടുള്ളത്, ഇത്ര നേരം നീ അവിടെ എന്തെടുക്കുക എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സൈലോമാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നത്തെ സീനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമിനാന്നുണ്ടെങ്കിൽ കാറൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി അറിയാലോ, അതേപോലെ തന്നെ അവനിപ്പോൾ ഒരു ഗ്യാരേജിലേക്ക് വന്നിട്ട് പ്ലീസ് ബോസ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലി വേണമെന്നൊക്കെ പറയാണ്. അന്നേരം ഈ ഒരു ബോസാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാന്നൊക്കെ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല സൈലോം, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒഴിവ് പോലും ഇല്ല, അങ്ങനെ വല്ല ഒഴിവുമല്ല ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്നെ തന്നെ വിളിക്കാമെന്നൊക്കെ പറയാണ്. അങ്ങനെ ഇതും പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇവനെയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഫീൽ ചെയ്ത് ഇങ്ങനെ നടന്നു വരുവാണ്. അന്നേരം പുറത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ അവരുടെ വീട്ടിലേക്ക് 2 ഡെപ്റ്റേഴ്സ് വന്നപ്പം അവരുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ബോസാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവൻ്റെ പേര് നെയിം എന്നാണ്. അവനിവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നിനക്കിപ്പോൾ ജോലിയില്ല അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഇവനും ആണെന്ന് പറയാണ്. എന്നാൽ പിന്നെ നിനക്ക് ഞാനൊരു ജോലി തരാമെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ക്യാഷ് പിരിക്കുന്ന ജോലിയില്ലേ, അതെന്തായാലും എന്നെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയാണ്. അതൊന്നും അല്ല, വേറൊരു ജോലിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ക്ലയൻറ്റിനെ ഒന്ന് നോക്കണം, അവരോട് സംസാരിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാണ്. നിന്നെക്കൊണ്ട് എന്തായാലും പറ്റും, അന്നാന്നുണ്ടെങ്കിൽ ആ ഫോറിനേഴ്സുള്ള ബാർ വെച്ച് ഞാൻ കണ്ടതാണ് നീ അവരുമായിട്ടൊക്കെ സംസാരിച്ച് മിങ്കിൾ ചെയ്യുന്നത്, സോ നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയാണ്. അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അന്നേരം ഇവൻ്റെ കയ്യിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാർഡ് കൊടുത്തിട്ട് പറയാണ്, നിൻ്റെ മൈൻഡ് എപ്പോഴെങ്കിലും മാറുമെന്നുണ്ടെങ്കിൽ നീ ഇതിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ സേഫ് ആണെന്നുണ്ടെങ്കിൽ സൈലോമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് സൈലോം വരുന്നുണ്ട്. സൈലോമിനെ
കണ്ട പാടെ തന്നെ ഫൈനലി നീ വന്നോ, എനിക്കാണെന്നുണ്ടെങ്കിൽ വിശന്നിട്ട് വയ്യാന്ന് പറയാണ്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ ബ്രദർ ഡോക്ടറെ കണ്ടിട്ട് എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതോ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു, പക്ഷേ ഉടനെ തന്നെ MRI സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ MRI സ്കാനിങ്ങോ അതെപ്പോൾ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ 2-3 മാസം പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് എൻ്റെ കാലിൽ അസുഖമൊക്കെ മാറും, എനിക്ക് തോന്നുന്നത് 2-3 ദിവസം കഴിഞ്ഞ് ഉടനെ തന്നെ വർക്കിന് ഇറങ്ങാമെന്നാണ്. അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല, ബ്രദറിൻ്റെ കാലിപ്പോൾ തന്നെ വയ്യാതിരിക്കുകയാണ്, ഇത് നടക്കുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എന്നെ നീ ഒന്ന് വിശ്വസിക്കുക, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, എൻ്റെ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു പെയിൻ മാത്രമേ ഉള്ളെന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സൈലോമാണെന്നുണ്ടെങ്കിൽ ഡള്ളാവുന്നുണ്ട്. അന്നേരം ഇവൻ്റെ ബ്രദറാണെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ട പോലത്തെ സാധനം കേട്ടോ, അതെടുത്ത് മാറ്റി കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ന്യൂണാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെഡിസിന് വേണ്ടി 1000 രൂപ തന്നിട്ടുണ്ടായിരുന്നു, സോ അതിനകത്ത് നിന്ന് വാങ്ങിച്ചതാ, നമുക്ക് കഴിക്കാം, നിനക്ക് ഇഷ്ടപ്പെട്ട ഗ്രില്ലഡ് ഫിഷ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാനുണ്ടോ. അന്നേരം ഇവനെ ആലോചിക്കുന്നത് നമ്മുടെ നെയ്മാന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിലേക്ക് ഒരു കാർഡ് കൊടുത്തിട്ട് നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ ഇത് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കങ്ങണ്ണും പിൻഫയാണ്, രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. അന്നേരം നമ്മുടെ പിൻഫയാന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് ഇതിന് പേ ചെയ്യണമെന്ന് പറയണേ. ഇവനാന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല, നീ കൊടുത്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിൻഫ ഇരിക്കുന്നത് അവൻ്റെ ബോയ് ഫ്രണ്ട് ആണോ അതോ ഫ്രണ്ട് ആണോ എന്നൊക്കെ പറയാട്ടോ. ഇത് കേട്ടപ്പോഴേ നമ്മുടെ കങ്ങണ്ണൊന്നും മനസ്സിലാതെ നീ എന്തോ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ അങ്ങോട്ടേക്ക് നോക്കിയെന്ന് പറയണേ. കങ്ങൻ നോക്കുമ്പോൾ നമ്മുടെ സൈലോമിനെയാണ് കാണുന്നത്. സൈലോമിൻ്റെ അടുത്തായിട്ട് കുറച്ച് പ്രായം ചെന്ന ഒരാളായിട്ടോ. അയാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമിൻ്റെ വായിലേക്കാണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരുമാതിരി ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ സൈലോമിൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു ജോലിയില്ലേ, ആ ഒരു ജോലി ഇതാണെന്ന്. ഈ വയസ്സെന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് റെസ്റ്റ് റൂമിൽ പോകണം, നീ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്ങളാന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കില്ല, നേരെ ഇവൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി ചെല്ലുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പിൻഫ പിടിച്ച് നിർത്തിട്ട് നീ ഇപ്പം എന്ത് ചെയ്യാൻ വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് പോയി സംസാരിക്കണം എന്ന് പറയുന്നത്. നേരെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അതാരാ, നിൻ്റെ റിലേറ്റീവ് വല്ലതും ആണോ എന്ന്. ഇവനാന്നുണ്ടെങ്കിൽ അല്ലാന്ന് പറയാണ്. പിന്നെ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അതെൻ്റെ ക്ലയൻറ്റാന്ന് പറയണേ. അപ്പോൾ തന്നെ രണ്ടുപേരുടെ ഫേസ് ഒരുമാതിരി ഡള്ളാവുന്നുണ്ട്. പിന്നീട് നമ്മുടെ പിൻഫയാന്നുണ്ടെങ്കിൽ കങ്ങൻ്റെ അടുത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവൻ എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി തിരഞ്ഞെടുത്തതെന്ന്. അവൻ്റെ ബ്രദറിനാന്നുണ്ടെങ്കിൽ വയ്യല്ലോ, പിന്നെ അവന് ക്യാഷിൻ്റെ അത്യാവശ്യമുണ്ട്, പിന്നെ അവൻ എന്ത് ചെയ്യാനാണ്. അത് മാത്രമല്ല എനിക്ക് ഇതേപോലെ പരിചയമുള്ള വേറെ ഒരാളെയും കൂടി എനിക്ക് അറിയാമായിരുന്നു, അവൾ എൻ്റെ ഫ്രണ്ടായിരുന്നു, അവൾ ഇതേപോലെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവനാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇത് കണ്ട പടം നമ്മുടെ പിൻഫയാന്നുണ്ടെങ്കിൽ നീ എന്തോ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് എന്തോ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരോ ഞാൻ ഒരാളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അയ്യോ സോറി, നീ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാണ്. ഇതും പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ സൈലോമിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പിൻഫയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ആ ഒരു ക്ലയൻറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ എന്നാൽ പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് സൈലോം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പിൻഫയും കങ്ങനെയാണ്. കങ്ങണാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമിൻ്റെ അടുത്ത് അതെന്ന് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ നമ്മുടെ പിൻഫയാന്നുണ്ടെങ്കിൽ സൈലോം നാളെ മുതൽ നീ എന്നെയും കൂടി പഠിപ്പിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ കങ്ങണും സൈലോം ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ പക്ഷേ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണേ. അന്നേരം ഇവളാന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പാർട്ട് ടൈം ജോലിയൊക്കെ നോക്കുന്ന കാര്യം, എന്നാൽ പിന്നെ നിന്നെ എന്നെ പഠിപ്പിച്ചുകൂടായോ. കങ്ങണാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നന്നായിട്ട് പഠിപ്പിക്കുമെന്നൊക്കെ, സോ എനിക്കും പഠിക്കണം പ്ലീസ്, എന്നെ പഠിപ്പിക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ കുറച്ചേരം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചിട്ട് പറയാണ് എന്നാൽ പിന്നെ നമുക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന്. അന്നേരം ഇവളാന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നാൽ പിന്നെ നമുക്ക് മൺഡേ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാണ്. നമ്മുടെ കങ്ങളാന്നുണ്ടെങ്കിൽ ഇവനെ ഇങ്ങനെ ഒരുമാതിരി നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമതെ അവൻ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പം ഇതേ ഒരു ദേഷ്യത്തോടു കൂടി തന്നെ ഇവൻ വീട്ടിലേക്ക് വന്നിട്ട് മറ്റേ VR ഗെയിമില്ലേ അതിങ്ങനെ പടാന്ന് പറഞ്ഞുകൊണ്ട് കളിക്കുവാണ്. അപ്പോൾ തന്നെ പുറയിലാന്നുണ്ടെങ്കിൽ എപ്പോഴത്തേം പോലെ നമ്മുടെ ഗ്രാൻഡ്മ വന്നിരിക്കുന്നുണ്ട്. കണ്ട പടത്തിന് ഇവൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. നിനക്കിത് എന്താ പറ്റിയത്, ഞാൻ നിന്നെ ഡൈനിങ് ടേബിൾ തൊട്ടേ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്, നീ നന്നായിട്ട് ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ കുക്കീസൊക്കെ കഴിക്കേ. അന്നേരം ഇവനാന്നുണ്ടെങ്കിൽ അത് ഗ്രാൻഡ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫേവർ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സേഫായാന്നുണ്ടെങ്കിൽ സൈലോമാന്നുണ്ടെങ്കിൽ പിടിച്ച് നടത്തിക്കൊണ്ട് വരുവാണ്. അന്നേരം ഇവൻ്റെ അടുത്ത് എങ്ങനെയുണ്ട്, വേദന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ വേദന ഉണ്ട്, പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉടനെ തന്നെ വർക്കിന് പോകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അന്നേരം തന്നെ ഇവൻ വീഴാൻ വേണ്ടി പോകാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവൻ കയറി പിടിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഓക്കെ അല്ല എന്നൊക്കെ. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ കങ്ങണ്ട ഗ്രാൻഡ്മ കയറി വരുന്നുണ്ട്. ഗ്രാൻഡ്മയെ കണ്ട പടം തന്നെ നമ്മൾ സൈലോമാന്നുണ്ടെങ്കിൽ ആ ഗ്രാൻഡ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രാൻഡ്മ എന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിലേക്ക് അവൻ നേരത്തെ വീട്ടിലേക്ക് വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്തോ ഒന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ കൊടുക്കുവാണ്. എന്തോ ബാഗാണോ അതോ തുണിയാണോ എന്തോ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ ഇത് റിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവന് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഇതെൻ്റെ ബ്രദറാണ് സൈഫ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗ്രാൻഡ്മ എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വന്നേക്കുന്നത് കങ്ങണിന് വേണ്ടിയിട്ടാണ്, പ്ലീസ് നീ കങ്ങണ്ണെ ഒന്നും കൂടി പഠിപ്പിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ മിണ്ടാതെ നിൽക്കുവാണ്. അന്നേരം പിന്നെ നമ്മുടെ ഗ്രാൻഡ്മ പറയുന്നുണ്ട് എനിക്കിപ്പോൾ തോന്നുന്നത് കങ്ങൻ നീ കാരണം ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പഠിത്തത്തിൽ നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നൊക്കെ, സോ നീ അവനെ പഠിപ്പിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഇവനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ രാത്രി ഇങ്ങനെ കിടക്കുന്ന ടൈം ഇങ്ങനെ ആലോചിക്കുകയാണ്. സെയിം ടൈം നമ്മുടെ കങ്ങണ്ണയാണ് കാണിക്കുന്നത്. കങ്ങണാന്നുണ്ടെങ്കിൽ ഗ്രാൻഡ്മയുടെ അടുത്ത് എന്തൊക്കെയാണ് സംസാരിച്ചതെന്നാണ് കാണിക്കുന്നത്.
കങ്കണ എന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് മേ അടുത്ത് ഫേവർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സൈലോമിനെ വീണ്ടും ഇവൻ്റെ ട്യൂട്ടറായിട്ട് വെക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമ്പം ഇവൻ്റെ ഗ്രാൻഡ് മേ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അതോ അവൻ്റെ ഫാമിലിക്ക് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. അത് മാത്രമല്ല അവൻ്റെ ബ്രദറിൻ്റെ കാലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയ്യാതിരിക്കുകയാണ്. സോ അവൻ്റെ ബ്രദറിനാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷിൻ്റെ അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പം കങ്കണൻ്റെ ഗ്രാൻഡ് മേ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അവന് വേണ്ടുന്ന ക്യാഷ് അങ്ങ് കൊടുക്കുക, എന്നിട്ട് നീ വേറെ ഏതെങ്കിലും ട്യൂട്ടറിനെ നോക്കാൻ പറയാണ്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്കതൊന്നും പറ്റത്തില്ല, എനിക്ക് സൈലം മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയട്ടോ. അന്നേരം ഗ്രാൻഡ് മേ ആണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടോ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അത് വിൻഡുണ്ടെങ്കിൽ അല്ലെ വിൻമില്ലിൽ കറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മാർക്കിൻ്റെ അടുത്ത് ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പേര് വിൻമിൽ എന്നും മറ്റേ നമ്മുടെ സൈലോമിൻ്റെ പേര് വിൻഡെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് വെച്ചാണ് കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് സംസാരിക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ ആർക്കോ വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങിനാണ്. അത് വേറെ ആരുമില്ല, നമ്മുടെ സൈലോമാണ് കേട്ടോ. സൈലോമ അവിടേക്ക് വരുന്നുണ്ട്. അന്നേരം പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഗ്രാൻഡ് മേ എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വെറുതെ ഒന്നും അവനെ പഠിപ്പിച്ചാൽ പോരാ, നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നുകൊണ്ട് വേണം അവനെ പഠിപ്പിക്കാനെന്ന്. സോ ഇത് കേട്ടിട്ടാണ് ഇവനിങ്ങനെ പെട്ടിയും കിടക്കുകയൊക്കെ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ കങ്കണൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. കങ്കണ എന്നുണ്ടെങ്കിൽ ഓക്കെ നിൻ്റെ ബാഗൊക്കെ ഞാൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് അവർ രണ്ടുപേരും അകത്തേക്ക് പോകുന്നുണ്ട്. സോ ഇതോടുകൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. പിന്നീടുള്ള ഒരു സൈഡ് സ്റ്റോറിയാണ്. സൈഡ് സ്റ്റോറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലോമ എന്നുണ്ടെങ്കിൽ ആകെപ്പാട് നനഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ നീ ആകെപ്പാട് നനഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി ചെന്ന് ടവൽ എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടവൽ എടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇവൻ അന്നേരം ശ്രദ്ധിക്കുന്നത് നമ്മുടെ കങ്കണൻ്റെ തലയിൽ നനഞ്ഞിട്ടുണ്ടോ, നോക്കി നിൻ്റെ തലയിൽ നനഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തോർത്താൻ വേണ്ടി ചെല്ലുവാണ് കേട്ടോ. അന്നേരം നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് നീ എന്തോ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇണ്ടാന്നുണ്ടെങ്കിൽ നിൻ്റെ തലയിൽ നനഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചെന്നിട്ട് ഇവന് തല ഇങ്ങനെ തോർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ സൈലോമിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവന് ബോധം വന്നിട്ട് അയ്യോ നീ ഇനി തോർത്തൊന്നും വേണ്ട, എനിക്കറിയാം നന്നായിട്ട് തോർത്താനൊക്കെ പറഞ്ഞിട്ട് ആ ടവൽ വാങ്ങിച്ചിട്ട് ഞാൻ പോയിച്ചൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകണ്ടോ. എനിക്കറിയാൻ വയ്യ, കുറച്ച് എപ്പിസോഡിലായിട്ട് നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ സൈലോമിനെ കാണുമ്പോൾ ഇങ്ങനെ ബാത്റൂമിൽ പോകണുണ്ടോ, എന്തോ റീസൺ എന്നറിയാൻ വയ്യ. അങ്ങനെ രണ്ടുപേരും കൂടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ നല്ല കുട്ടിയായെന്ന് തോന്നുന്നു കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോപ്പബിളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അന്നേരം നമ്മുടെ സൈലോമ എന്നുണ്ടെങ്കിൽ അവിടേക്ക് ക്യാനകത്തുള്ള ജ്യൂസ് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാം അതൊരു പ്രൊമോഷനുള്ളതാണെന്ന്. കൊണ്ടുവന്ന പാടെ തന്നെ നമ്മുടെ കങ്കണ്ണ കൊടുക്കുന്നുണ്ട്. കങ്കണ എന്നുണ്ടെങ്കിൽ അന്നേരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ ഇന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ന് നമ്മുടെ ഫ്രീ ഡേ ആണൊക്കെ പറയും. ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അറിവാന്നുണ്ടെങ്കിൽ എന്നിങ്ങനെ മാടി വിളിക്കുകയാണെന്ന് പറയാൻ. ഇവനാണെന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയായി പറയുന്നത്, ഇത്രയധികം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്കതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. എന്നാൽ പിന്നെ ഓക്കെ നീ പഠിക്കില്ലേ ഉറപ്പല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഉറപ്പാന്ന് പറയാണ്. അപ്പോൾ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാനാണെന്നുണ്ടെങ്കിൽ ഷേക്ക് ചെയ്തിട്ട് ഇവന് മേത്തേക്ക് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി പോകണ്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ നീ എന്ത് പരിപാടിയാണ് കാണിച്ചതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇട്ട് ഓടിക്കുന്നുണ്ടായിട്ട് ഫൈനലി രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരിടത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കങ്കണ എന്നുണ്ടെങ്കിൽ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ട്യൂട്ടർ ഇങ്ങനെ പറയുന്നത് പഠിക്കേണ്ട നിർത്താൻ വേണ്ടിയിട്ട്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും പഠിക്കുന്നതൊന്നും ഹെൽത്തിന് നല്ലൊരു കാര്യമില്ല, എപ്പോഴും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ പിന്നെ ഞാൻ പഠിക്കത്തില്ല, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഓക്കെ എന്താ കണ്ടീഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതോ ഇന്നത്തെ ദിവസം നീ എൻ്റെ സെർവൻ്റ് ആയിട്ടിരിക്കണമെന്ന് പറയണേ. സെർവൻറ്റോ അതൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പം എന്നാൽ പിന്നെ ഓക്കെ ഞാൻ പോയി ചെന്ന് പഠിക്കാമെന്ന് പറയണേ. അതൊന്നും വേണ്ട, ഞാൻ നിൻ്റെ സെർവൻ്റ് ആയിട്ടിരിക്കാം. ശരി ഞാൻ എന്തോ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നീ ഒരു ക്യാൻ പിടിക്കാൻ പറയാണ്. അവൻ്റെക്ക് കൊടുത്ത പാടെ തന്നെ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും എനിക്ക് ഫീഡ് ചെയ്ത് തരാൻ പറയാണ്. ഓക്കെ ഫീഡ് ചെയ്താൽ പോരെ, എന്നാൽ പിന്നെ ഞാൻ ഫീഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇവന് വയലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം തന്നെ എൻ്റെ കഴുത്തൊക്കെ നന്നായിട്ട് വേദനിക്കുന്നു, എനിക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്താൽ പറയാം കേട്ടോ. ഇവനാണെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്ത് ഇവനെ നോവിക്കുന്ന രീതിയിൽ മേളിലേക്കൊക്കെ കയറുന്നുണ്ട്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ നീ എന്തോടെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഫൈനലി രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതോടുകൂടി തന്നെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്.